ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ നേരത്തെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. 2 essay പറഞ്ഞു, രണ്ടല്ല ആക്ച്വലി 3 essay നമ്മൾ പറഞ്ഞു. 80C to 80U ഡിഡക്ഷൻസും പറഞ്ഞു. ഞാൻ ആ സമയത്ത് മാക്സിമം നിങ്ങൾ നമ്മുടെ 5 ഹെഡ്സ് ഓഫ് ഇൻകം ഒന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം 5 ഹെഡ്സ് ഓഫ് ഇൻകം വെച്ചിട്ടാണ് നമുക്ക് essays ഉണ്ടാവുക. ആ പ്രോബ്ലം സോൾവ് ചെയ്യണം, നമ്മൾ ആ ഹെഡ് എന്ത് ചെയ്യണം, പഠിക്കണം. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. ദാറ്റ് ഈസ് 80C to 80U നമ്മൾ പറഞ്ഞു. അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സോ സെക്ഷൻസ് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സെക്ഷൻസ് ആക്ച്വലി നമ്മൾ പഠിക്കേണ്ട രീതി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 80C, 80CCC, 80CCD, അതേപോലെ 80D, DD, DDB ഒരു ഗ്രൂപ്പാക്കി പഠിക്കുക. 80G എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. അവിടെ ടൈപ്സ് ഓഫ് ഡൊണേഷൻസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഇത് വെച്ചുകൊണ്ട് തന്നെയാണ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാ ആളുകളും വന്നിട്ടുള്ള ആളുകളൊന്ന് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ, ഏതെങ്കിലും പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഡിഡക്ഷൻസ് പറഞ്ഞത് 80U വരെയുള്ള ഡിഡക്ഷൻസ് നമ്മൾ പറഞ്ഞു. നമ്മൾ ഇത് വെച്ചുകൊണ്ട് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. 5 മാർക്കിന്റെ ചോദ്യം വരാറുണ്ട്, ടോട്ടൽ ഇൻകം കാൽക്കുലേഷൻ. അതേപോലെ 10 മാർക്കിന് നമുക്ക് ടോട്ടൽ ഇൻകം കാൽക്കുലേഷൻ വരാറുണ്ട്, കൂടുതൽ ഇൻഫോർമേഷൻസ് വെച്ചുകൊണ്ട്. രണ്ടും കവർ ചെയ്ത് പോവുകയാണ്, നമ്മൾ ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ GTI ഓഫ് മിസ്റ്റർ എ ഈസ് ₹5,50,000. ഹി മേഡ് ദി ഫോളോയിങ് പേയ്മെന്റ്സ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള ചോദ്യമാണ്. നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം നമ്മുടെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് തരുന്നുണ്ട്. അവിടെ നമുക്ക് 80C to 80U വരെയുള്ള കാര്യങ്ങൾ മാത്രം കുറച്ചാൽ മതി, അത്ര മാത്രമേ ഉള്ളൂ. 5 മാർക്കിന് എക്സ്പെക്ട് ചെയ്താൽ മതി ഇങ്ങനത്തെ ചോദ്യങ്ങൾ. നോക്കാം എന്തൊക്കെയാണുള്ളത്. കോൺട്രിബ്യൂഷൻ ടു അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. ശ്രദ്ധിക്കുക, നമ്മൾ ഓരോ സെക്ഷൻസ് ഞാൻ പറഞ്ഞു പോവും. കോൺട്രിബ്യൂഷൻ ടു PF പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് 80C പ്രകാരം കുറയ്ക്കാൻ പറ്റുന്നതാണ്. കോൺട്രിബ്യൂഷൻ ടു എനി PF നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും, പക്ഷേ അൺറെക്കഗ്നൈസ്ഡ് ആയതുകൊണ്ട് അത് കുറയ്ക്കാൻ പറ്റില്ല. സോ ദിസ് ഈസ് നോട്ട് ഡിഡക്റ്റബിൾ. ഓക്കെ, 80Cയിൽ എന്തൊക്കെയാണ് കുറയ്ക്കാൻ പറ്റുക? കോൺട്രിബ്യൂഷൻ ടു RPF, SPF ആൻഡ് PPF. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, PPF പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, ഇത് മൂന്നും കുറയ്ക്കാം. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് കുറയ്ക്കാൻ പറ്റില്ല. ഓക്കെ, കോൺട്രിബ്യൂഷൻ കുറയ്ക്കാൻ പറ്റില്ല. ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി. ഓക്കെ, പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ഡൊണേഷൻ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. സെക്ഷൻ 80 GGC ആണ്. സെക്ഷൻ 80 GGC പ്രകാരം നമുക്ക് ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡൊണേഷൻ ടു ടെമ്പിൾ ബൈ ചെക്ക്. ടെമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, 80G പ്രകാരം കുറയ്ക്കാൻ വേണ്ടി പറ്റും. 80G പ്രകാരം കുറയ്ക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ടെമ്പിൾ എന്ന് പറയുന്നത്, ടെമ്പിൾ ആണെങ്കിലും മോസ്ക് ആണെങ്കിലും ഒക്കെ നമുക്ക് അവിടെ കുറയ്ക്കാൻ പറ്റിയ എത്രയാണ്, 50% മാത്രമാണ്. ആൻഡ് ദാറ്റ് ഈസ് വിത്ത് ലിമിറ്റ് ഓൾസോ, അല്ലെ? വിത്ത് ലിമിറ്റ് ആണ്. അപ്പം നമ്മൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ചെക്ക്. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം കുറയ്ക്കാൻ വേണ്ടി പറ്റും. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം സെക്ഷൻ ഓർത്ത് വെക്കുക. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം, മെഡിക്കൽ ട്രീറ്റ്മെന്റ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻ വരുന്നത് 80D ആണ്. 80DD ഉണ്ട്, അല്ലേ? ഡിസേബിൾഡ് ഡിപ്പെൻഡന്റിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ 80DD പ്രകാരം ചെയ്യാൻ വേണ്ടി പറ്റും. 80DDB കൂടി അവിടെ വരുന്നുണ്ട്, അല്ലേ? നമുക്കറിയാം ചില പ്രത്യേക അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റിന് നമുക്ക് ഡിഡക്ട് ചെയ്യാം എമൗണ്ട്. സോ ദിസ് ഈസ് 80D. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾ 80Dയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മാക്സിമം ഡിഡക്റ്റബിൾ എമൗണ്ട് എത്രയാണ്, 25,000 rupees ആണ്. 25,000 രൂപ മാത്രമാണ് മാക്സിമം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ ട്യൂഷൻ ഫീ പെയ്ഡ് ഫോർ 3 children. ട്യൂഷൻ ഫീ പെയ്ഡ് ഫോർ 3 children നമുക്ക് അലൗഡ് അല്ല. ദാറ്റ് ഈസ് ഓൺലി 2 children മാത്രമേ നമുക്ക് അലൗ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. 2 കുട്ടികളെ, മാക്സിമം 2 childrenന്റെ എമൗണ്ട് മാത്രമേ ഡിഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കുറയ്ക്കാൻ വേണ്ടി പറ്റും സെക്ഷൻ 80C പ്രകാരം, അല്ലേ? ട്യൂഷൻ ഫീ കൊടുത്താൽ 80C പ്രകാരം കുറയ്ക്കാൻ പറ്റും. ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് നമുക്ക് 80C പ്രകാരം ഡിഡക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് പർച്ചേസ് ഓഫ് ICIC ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ടുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളാണ്, അത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 80C പ്രകാരം എന്ത് ചെയ്യാം, ഡിഡക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഡൊണേഷൻ ടു ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ്.
ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദിസ് ഈസ് 50% ആണ്, നോ ലിമിറ്റ് ആണ്. 50% നോ ലിമിറ്റ് ആണ്. അവിടെ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ജവഹർലാൽ നെഹ്റു 3 പേരുകൾ ഓർത്ത് വെക്കുക. അതേപോലെ പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ട്, ഈ 4 കാര്യങ്ങളാണ് 50% നോ ലിമിറ്റിനകത്ത് വരുന്നത്. അത്രയും നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. സോ നമ്മൾ GTI എടുത്തു. നേരത്തെ നമ്മൾ ഓരോ ഹെഡായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പോയിരുന്നു. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. GTI നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സോ ഓക്കെ, ഞാനിവിടെ ഒരു ഡിവിഷൻ കൊടുക്കുകയാണ്. സോ GTI ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് തന്ന എമൗണ്ട് നമുക്ക് എടുത്ത് എഴുതാം. 5,50,000 രൂപയാണ്. 5,50,000 റുപ്പീസ് ആണ്. തൊട്ട് താഴെ നമ്മൾ എന്ത് ചെയ്ത് വെക്കാം, ലെസ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U. 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് ഡിഡക്ട് ചെയ്യാം. ഓരോന്നായിട്ട് എടുക്കാം. കോൺട്രിബ്യൂഷൻ ടു URPF നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. GGC നമുക്ക് ആദ്യം 80C മാത്രം എടുക്കാം. 80C. സോ ട്യൂഷൻ ഫീ പെയ്ഡ് ഉണ്ട്, ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഉണ്ട്. ഞാനതൊന്ന് ആഡ് ചെയ്യാണ്. ഇവിടെ ട്യൂഷൻ ഫീ പെയ്ഡ് നമ്മൾ 10,000 റുപ്പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. 2 ചിൽഡ്രൻ്റെ എമൗണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. സോ 10,000 റുപ്പീസ് പ്ലസ് 1,600 ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് 5,000 രൂപ വരുന്നുണ്ട്. ആൻഡ് സോ 3 ഐറ്റങ്ങൾ നമുക്ക് 80C പ്രകാരം കുറയ്ക്കാൻ വേണ്ടി പറ്റും. 3 ഐറ്റങ്ങൾ 80C പ്രകാരം കുറയ്ക്കാൻ വേണ്ടി പറ്റും. സോ സെക്ഷൻ 80C ടോട്ടൽ എമൗണ്ട് വരുന്നത് 16,600 രൂപയാണ്. 16,600 രൂപ. അടുത്ത നോക്കാം, നമുക്ക് നെക്സ്റ്റ് ഡിഡക്ഷൻ ഏതാണ് വരുന്നത് നോക്കാം. 80D പ്രകാരം ഡിഡക്ഷൻ വരുന്നുണ്ട് അല്ലേ. 80D പ്രകാരം നമുക്ക് ഡിഡക്ഷൻ വരുന്നുണ്ട്. ദാറ്റ് ഈസ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം 30,000 റുപ്പീസ് ഉണ്ട്. സോ സെക്ഷൻ 80D പ്രകാരം 25,000 റുപ്പീസ് മാത്രമേ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട്. അല്ലേ. 25,000 രൂപ വരെ മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. 30,000 ഉണ്ട്, നമുക്കത് കുറയ്ക്കാൻ പറ്റില്ല. ദെൻ അടുത്ത വരുന്നത് 80C പറഞ്ഞു, 80D പറഞ്ഞു, ഇനി 80G ഉണ്ട്, 80GGC ഉണ്ട്. സോ ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി നമുക്ക് ഡിഡക്ട് ചെയ്യാം. ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി ദാറ്റ് ഈസ് 80G. 80G പ്രകാരം ഡൊണേഷൻ ടു GGC ആണ്, സോറി 80GGC ആണ്. ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി 80GGC. ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി എമൗണ്ട് വരുന്നത് 20,000 റുപ്പീസ് ആണ്. സോ 20,000 റുപ്പീസ് അവിടെ ഡിഡക്ട് ചെയ്യാം. ദെൻ ഡൊണേഷൻ ടു ടെമ്പിൾ നമ്മൾ ഡൊണേഷൻ കുറയ്ക്കുന്നതിന് മുൻപേ നമ്മൾ ക്വാളിഫയിങ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ശ്രദ്ധിക്കുക, അതിന് മുമ്പ് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഡിഡക്ഷൻസും എഴുതണം. സോ GGC നമ്മൾ എഴുതി കഴിഞ്ഞു, മെഡിക്കൽ ഇൻഷുറൻസ് എഴുതി, ട്യൂഷൻ ഫീസ് എഴുതി, 7ഉം 8ഉം എഴുതി. ഡൊണേഷൻ ടു ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ് അത് 80G ആണ്. ഡയറക്റ്റ് ആയിട്ട് കുറയ്ക്കാൻ വേണ്ടി പറ്റും. 50% നോ ലിമിറ്റ് ആണ്. സോ 80G പ്രകാരം ഒരു 15,000 നമുക്ക് ഓൾറെഡി കുറയ്ക്കാനുണ്ട്. സോ 80G പ്രകാരം 15,000 രൂപ നമുക്ക് ഓൾറെഡി ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റിലേക്കുള്ള എമൗണ്ട് കുറയ്ക്കാനുണ്ട്. കൂടാതെ നമുക്ക് ഇവിടെ ഒരു ടെമ്പിളിൻ്റെ ഡൊണേഷൻ കൂടി ഉണ്ട്. 10,000 ആണ് ഡൊണേഷൻ. 50% വിത്ത് ലിമിറ്റ് ആണ്. അപ്പം നമ്മൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ 5,50,000 ബാക്കിയുള്ള എല്ലാ എമൗണ്ടും മൈനസ് ചെയ്യുക. 5,50,000 ജസ്റ്റ് 5,50,000 മൈനസ് 16,600 മൈനസ് 25,000 മൈനസ് 20,000. ഓക്കെ, ഇനി LTCG ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. STCG അണ്ടർ 111 അതും നമ്മൾ മൈനസ് ചെയ്യണം. പക്ഷേ ഇവിടെ ഇത് രണ്ടും ഇല്ല. നമ്മൾ ഈ ഡിഡക്ഷൻസ് എല്ലാം കുറച്ചതിന് ശേഷം നമുക്കൊരു എമൗണ്ട് കിട്ടും. ഇവിടെ 4,88,400 വരുന്നുണ്ട്. അതിൻ്റെ 10% എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് 48,840 ആണ്. വലിയ എമൗണ്ട് ഉണ്ട്, 48,840 ഉണ്ട്. നമുക്കിവിടെ ആകെ 10,000 മാത്രമേ എന്തുള്ളൂ, ഡൊണേഷൻ ഉള്ളൂ. സോ ഏതാണോ ചെറുത്, ലിമിറ്റ് ആണോ ഡൊണേഷൻ ആണോ ചെറുത് നോക്കുക. ഇവിടെ ഡൊണേഷൻ ആണ് ചെറുത്, 10,000 ഉള്ളൂ. അപ്പം നമുക്കത് കുറയ്ക്കാൻ വേണ്ടി പറ്റും. 5,000 അവിടെ വരുന്നുണ്ടല്ലേ, 5,000 ടെമ്പിൾ ഡൊണേഷൻ. സോ ടോട്ടൽ 80G പ്രകാരം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന എമൗണ്ട് എത്രയാണ്, 20,000 റുപ്പീസ് ആണ്. ഈ 20 എങ്ങനെയാണ് വന്നത്, 15,000 രൂപ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റിലേക്ക് ഇട്ട എമൗണ്ട് ആണ്. 30,000 ഉണ്ടായിരുന്ന ഡൊണേഷൻ, അതിൻ്റെ പകുതി നമ്മൾ എടുത്തു.
ടെമ്പിളിലേക്ക് നമ്മൾ 10,000 ഡൊണേഷൻ ഉണ്ടായിരുന്നു, അവിടെ പകുതി എടുത്താൽ മതി. 50% വിത്ത് ലിമിറ്റ് ആയതുകൊണ്ട് നമ്മൾ ലിമിറ്റ് ജസ്റ്റ് കണ്ടു നോക്കി. ലിമിറ്റ് ആക്ച്വലി വലിയ എമൗണ്ട് ഉണ്ട്, 40,000 മുകളിലുണ്ട്. അപ്പം നമ്മൾ ഡൊണേഷൻ എടുത്തു. സോ ഇത്രയും ഐറ്റങ്ങളാണ് നമുക്ക് മൈനസ് ചെയ്യാനുള്ളത്. നമ്മൾ എല്ലാ ഐറ്റങ്ങളും എടുത്തിട്ടുണ്ട്. എല്ലാ ഐറ്റങ്ങളും വന്നിട്ട് നോക്കുക. URPF ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റങ്ങളും നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ടെമ്പിളും നമ്മൾ എടുത്തു. സോ ടോട്ടൽ ഡിഡക്ഷൻ എത്രയാണെന്ന് നോക്കാം. ATC to ATU പ്രകാരം എത്രയാണ് ഡിഡക്ഷൻ എന്ന് നോക്കാം. ദാറ്റ് ഈസ് 16,600 പ്ലസ് 25,000 പ്ലസ് 20,000 പ്ലസ് again 20,000. 81,600 ആണ്. So total income will be 5,50,000 minus 81,600, that is equal to 4,68,400. സോ ഇതാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിലാണ് എന്ത് ചെയ്യേണ്ടത്, ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെ മേ ബി ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിന് ചോദിച്ചേക്കാം. നമുക്ക് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ നോക്കാനുണ്ട്. പ്രീവിയസ് ഒരു ക്വസ്റ്റിനകത്ത് 5 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ATC to ATU നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഞാനിതിനകത്ത് ഡിഡക്ഷൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് മാത്രമേ പറഞ്ഞുള്ളൂ, നമ്മൾ ഫുള്ളായിട്ട് വർക്കൗട്ട് ചെയ്യുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം പേയ്മെന്റ്സ് മെയ്ഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. നോക്കൂ, പേയ്മെന്റ്സ് മെയ്ഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ബൈ ചെക്ക്. എല്ലാം അയാൾ ചെക്ക് വഴിയാണ് കൊടുത്തത്. ദാറ്റ് ഈസ് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ. അത് പ്രത്യേകം പറയാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എലിജിബിൾ ആണ് ഡിഡക്ഷന് വേണ്ടിയിട്ട്. നമുക്ക് ഓരോന്നായിട്ട് എടുത്തു നോക്കാം. സി, നമ്പർ 1, 10,000 ടു നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട്. ഓർത്ത് വെക്കുക, നാഷണൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട് ആയിക്കോട്ടെ, സ്പോർട്സ് ഫണ്ട് ആയിക്കോട്ടെ, നാഷണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ ആയിക്കോട്ടെ, സി ദാറ്റ് ഈസ് 100% നോ ലിമിറ്റ്. സെക്ഷൻ വരുന്നത് 80G. നാഷണൽ ഡിഫൻസ് ഫണ്ട് 80G ആണ്. എല്ലാം 100% ആണ്. ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട് 100% കുറയ്ക്കാൻ വേണ്ടി പറ്റും. 100% കുറയ്ക്കാൻ വേണ്ടി പറ്റും. സെക്ഷൻ 80G ആണ്. സെക്ഷൻ 80G 100% കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി നാഷണൽ എമിനൻസ് ആണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നാഷണൽ എമിനൻസിലുള്ള യൂണിവേഴ്സിറ്റീസിനോ കോളേജിനോ നമ്മൾ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി ഡിഡക്റ്റഡ് അക്കോർഡിംഗ് ടു സെക്ഷൻ 80G പ്രകാരം നമുക്കത് കുറയ്ക്കാൻ വേണ്ടി പറ്റും. 80G കുറയ്ക്കാം. പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ട്, ഇതും 80G പ്രകാരം കുറയ്ക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അവിടെ ഒരു ചെറിയൊരു കാര്യം നമ്മൾ ഓർത്ത് നോക്കണം. പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ട് 50% ആണ് അല്ലേ. പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ട് രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഈ 4 പേരായിരുന്നു. ഈ 4 കാര്യങ്ങളായിരുന്നു 50%-നകത്ത് വരുന്നത്. ആൻഡ് ദിസ് ഈസ് 50% നോ ലിമിറ്റ് ആണ്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 10,000 രൂപ കുറയ്ക്കാം. ലിമിറ്റ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കരുത്, നേരിട്ട് നിങ്ങൾ 10,000 കുറച്ചോളൂ. 60,000 ലോക്കൽ കോളേജ്, ദാറ്റ് കനോട്ട് ബി ഡിഡക്റ്റഡ്. അത് കുറയ്ക്കാൻ പറ്റില്ല കേട്ടോ. ലോക്കൽ കോളേജസിന് നമുക്ക് ഡൊണേറ്റ് ചെയ്താൽ നമുക്കത് കുറയ്ക്കാൻ വേണ്ടി പറ്റില്ല. നാഷണൽ എമിനൻസിലുള്ള കോളേജിന് മാത്രമേ നമുക്ക് 80G പ്രകാരം കുറയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. എയ്ഡ് ടു പുവർ സ്റ്റുഡൻസ് കുറയ്ക്കാൻ പറ്റില്ല, ചാരിറ്റി ആണ്, കുട്ടികൾക്ക് സഹായം നൽകിയെന്നാണ് പറഞ്ഞത്. ദാറ്റ് കനോട്ട് ബി ഡിഡക്റ്റഡ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. ബൈ ക്യാഷ് ആണെങ്കിൽ മാത്രമേ നമുക്കത് കുറയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. 10,000 ടു ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട്, അത് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് CMDRF അല്ലേ, ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് 80G പ്രകാരം കുറയ്ക്കാൻ വേണ്ടി പറ്റും. അത് 100% ആണ്. നിങ്ങൾക്ക് കംപ്ലീറ്റ് എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടി പറ്റും, ഫുൾ എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടി പറ്റും. 40,000 ടു രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ. ഓർത്ത് വെക്കുക, രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഇത് 3 എന്താടാ 50% ആണ്. 50% ആണ്. 80G പ്രകാരം കുറയ്ക്കാൻ വേണ്ടി പറ്റും. ദിസ് ഈസ് 50% നോ ലിമിറ്റ് ആണ്. 50% നോ ലിമിറ്റ് ആണ്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് എമൗണ്ടിന്റെ നേർ പകുതി കുറയ്ക്കാം. 20,000 രൂപ കുറയ്ക്കാൻ വേണ്ടി പറ്റും. ദെൻ 25,000 ടു മുനിസിപ്പൽ കോർപ്പറേഷൻ ഫോർ ഫാമിലി പ്ലാനിങ്. ഫാമിലി പ്ലാനിങ്ങിന് നമ്മൾ എമൗണ്ട് കൊടുത്താൽ അത് 100% കുറയ്ക്കാൻ വേണ്ടി പറ്റും. ബട്ട് ഇറ്റ് ഈസ് വിത്ത് ലിമിറ്റ്. അവിടെ ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ ലിമിറ്റ് എത്രയാണെന്നുള്ളത് പറയാം. അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറയ്ക്കാൻ വേണ്ടി പറ്റും. 50% കുറയ്ക്കാൻ വേണ്ടി പറ്റും. വിത്ത് ലിമിറ്റ് ആണ്. ഇതൊക്കെ 80G തന്നെയാണ്.
ഇതെല്ലാം 80G തന്നെയാണ്. ഓക്കെ. ദെൻ ഡൊണേറ്റ് ബുക്സ് ടു അപ്രൂവ്ഡ് കോളേജസ്. ബുക്ക് ഡൊണേഷൻ കൊടുത്താലോ മറ്റു വസ്തുക്കൾ ഡൊണേഷൻ കൊടുത്താലോ ഇൻകം ടാക്സ് അത് കുറയ്ക്കാൻ സമ്മതിക്കില്ല. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഡൊണേഷൻ ഇൻ കൈൻഡ് നമ്മൾ പരിഗണിക്കില്ല, ഓൺലി ക്യാഷ് ആണെങ്കിൽ മാത്രമേ പരിഗണിക്കുള്ളൂ. സോ ഇറ്റ് കനോട്ട് ബി ടേക്കൺ, അത് എടുക്കാൻ പാടില്ല. ഓക്കെ. ദെൻ ഹിസ് ടോട്ടൽ ഇൻകം വാസ് ₹8 lakh. 8 lakh ആണ് ഇയാളുടെ ടോട്ടൽ ഇൻകം. സോ നമ്മൾ 8 ലക്ഷത്തിനാണ് ഈ സാധനങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരേണ്ടത്. ഓക്കെ. ദെൻ he has incurred ₹20,000 for medical treatment of disabled dependent. ആ പോയിന്റ് ശ്രദ്ധിച്ചോളൂ. 20,000 ഇയാള് ഡിസേബിൾഡ് ഡിപ്പെൻഡന്റിന് കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ്. ഏതാ സെക്ഷൻ അറിയുന്ന ആൾ ഒന്ന് കമന്റ് ചെയ്യോടാ. ഏത് സെക്ഷനാണ്? ഡിസേബിൾഡ് ഡിപ്പെൻഡന്റ് ഒന്ന് കമന്റ് ചെയ്യുക. അറിയുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്യുക. ഡിസേബിൾഡ് ഡിപ്പെൻഡന്റ് നേരത്തെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, 3 മണിന്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡിസേബിൾഡ് ഡിപ്പെൻഡന്റിന്റെ ഏതാണ് സെക്ഷൻ വരുന്നത്? ഡിസേബിൾഡ് ഡിപ്പെൻഡന്റ് ഞാൻ പറഞ്ഞു ഒരു ഗ്രൂപ്പായിട്ട് പഠിക്കാം, നമുക്ക് ആ ഗ്രൂപ്പിനകത്ത് വരുന്നതാണ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 80D, DD and DDB. So disabled dependent will be, this is 80D. 80D പ്രകാരം കുറയ്ക്കാൻ വേണ്ടി പറ്റും. 80DD ഷൈക്കാൻ അറിയാം. 80DD കറക്റ്റ് 80DD ആണ്. 80DD ആരെ കേട്ടത്? ശ്രീലക്ഷ്മി ഇട്ടിട്ടുണ്ട്. കറക്റ്റ് ആണ്. 80DDക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ 20,000 സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമുക്ക് എത്ര കുറയ്ക്കാൻ വേണ്ടി പറ്റും? 75,000 കുറയ്ക്കാൻ പറ്റും കേട്ടോ. സോ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ 75,000 കുറയ്ക്കണം. ദാറ്റ്സ് ഓൾ. ഓക്കെ. 75,000 രൂപ കുറയ്ക്കണം. ക്ലിയർ? ഇപ്പം ഞാനിത് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റല്ലോ. 8 lakh GTI ആയിട്ട് മുകളിൽ ഇരുന്നു. എന്നിട്ട് തൊട്ട് താഴെ എന്ത് കൊടുക്കുക? ഹെഡ് കൊടുക്കുക. ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ 1 by 1 ആയിട്ട് ഇതൊക്കെ എഴുതി പോവാം. 80G ആണ്, ഇതൊക്കെ 80G ആണ്. 80G നമുക്ക് എഴുതി പോവാം. ഇവിടെ നമുക്ക് 80G നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതി പോവാം. ഇത്രയും ഐറ്റം ഉള്ളതുകൊണ്ട് നമുക്ക് 1 by 1 ആയിട്ട് എഴുതി പോവാം. എന്നിട്ട് ലാസ്റ്റ് ടോട്ടൽ എടുത്തിട്ട് എമൗണ്ട് കൊടുത്തിട്ടാൽ മതി. ഇവിടെ ഒറ്റ കാര്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. 80DD പ്രകാരമുള്ള എമൗണ്ട് ഇല്ലേ, ഇത് ആദ്യം മൈനസ് ചെയ്ത് വെക്കുക കേട്ടോ. ഈ എമൗണ്ട് ആദ്യം മൈനസ് ചെയ്യുക. 20,000 rupees നമ്മൾ ആദ്യമേ 75,000 നമ്മൾ ആദ്യമേ മൈനസ് ചെയ്ത് വെക്കുക കേട്ടോ. 70,000 മൈനസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, ഇവിടെ ഒരു ഡൊണേഷൻ നമ്മൾ ശ്രദ്ധിക്കണം. ഏതൊക്കെയെന്നറിയോ? അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാനിത് മാർക്ക് ചെയ്ത് വെക്കാം. അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ 80Gന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വരേണ്ടതാണ്, പക്ഷേ വിത്ത് ലിമിറ്റ് ആണ്. 25,000 ടു മുനിസിപ്പൽ കോർപ്പറേഷൻ ഫാമിലി പ്ലാനിങ്, അതും വിത്ത് ലിമിറ്റ് ആണ്. 2 വിത്ത് ലിമിറ്റ് ഉണ്ട്. വിത്ത് ലിമിറ്റ് ഓർത്ത് വെക്കാൻ വളരെ സിമ്പിൾ ആണ്. ഫാമിലി പ്ലാനിങ് 100% വിത്ത് ലിമിറ്റ് ആണ്. ഫാമിലി പ്ലാനിങ് അല്ലാതെ ചാരിറ്റി, അതേപോലെ നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് അങ്ങനെയുള്ള ഗ്രൂപ്പിന് കൊടുക്കുന്നത് എന്താണ്? വിത്ത് ലിമിറ്റിലാണ് വരുന്നത്. മോസ്ക്, ടെമ്പിൾ, ഗുരുദ്വാര, സിനഗോഗ്, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് വിത്ത് ലിമിറ്റിലാണ് വരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഞാനിവിടെ 8 lakh എടുത്തു വെച്ചു. 8 lakhനകത്ത് 75 മൈനസ് ചെയ്തു. 8 lakhനകത്ത് നമ്മൾ 75,000 മൈനസ് ചെയ്യുക. 70,000 മൈനസ് ചെയ്ത് ഏതുകൊണ്ടാണ്? ജസ്റ്റ് ഇവിടെ കാണിക്കാം. 8 lakhനകത്ത് നമ്മൾ 80DD മൈനസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 75,000. ദാറ്റ് ഈസ് 7,25,000 ഉണ്ടാവും ബാലൻസ് ഇല്ലേ. സോ ഈ 7,25,000 ആണ് നമ്മുടെ GTI. എന്തിനു വേണ്ടിയിട്ടുള്ള? വിത്ത് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള. 7,25,000 രൂപയാണ്. അതിൻ്റെ 10% കാൽക്കുലേറ്റ് ചെയ്യുക. 7,25ന്റെ 10% 72,500 ഉണ്ടാവും. 10% എത്രയാണ് വരിക? 72,500 ഉണ്ടാവും. സോ നമ്മൾ ലിമിറ്റിനുള്ളിലാണോ ഡിഡക്ട് ചെയ്യുന്നത് നോക്കിയാൽ മതി. 72,500 ഉണ്ട്. എത്രയാണ് ഫാമിലി പ്ലാനിങ്? 25,000 ആണ്. സോ ഫാമിലി പ്ലാനിങ് കംപ്ലീറ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഫാമിലി പ്ലാനിങ് 80G ആണ് ചെയ്യുന്നത് കേട്ടോ. 80Gയിൽ ഫാമിലി പ്ലാനിങ് നിങ്ങൾ കംപ്ലീറ്റ് കുറയ്ക്കുക. 25,000 അല്ലേ വരുന്നത്. സോ 25,000 രൂപ കംപ്ലീറ്റ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ദെൻ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്ര എമൗണ്ട് കുറയ്ക്കാൻ പറ്റും? 10,000 ആണ്. 50% വിത്ത് ലിമിറ്റ് ആണ്. അതുകൊണ്ട് 5,000 നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. 5,000 നേരിട്ട് എഴുതാം. എന്തുകൊണ്ടാണ്? 72,500 ഈ 25,000 കഴിച്ചാൽ 72,500 നമുക്ക് ലിമിറ്റ് ഉണ്ട്. മൈനസ് 25,000 കഴിച്ചാൽ ബാക്കി വരുന്ന ലിമിറ്റ് 47,500 ആണ്.
നോക്കൂ, ലിമിറ്റ് 47,500 ഉണ്ട്, ഡൊണേഷൻ ആകെ 10,000 ഉള്ളൂ. സോ ഏതാണോ ചെറുത്, വിച്ച് എവർ ഈസ് ലെസ്, 10,000 ഡൊണേഷൻ ആണ് ചെറുത്, ആ 10,000ന്റെ പകുതി നമുക്ക് അവിടെ കുറയ്ക്കാം. നോ ഇഷ്യൂ. ക്ലിയർ ആണല്ലോ? ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നിങ്ങൾ ATG എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ബാക്കിയുള്ള ഇതെല്ലാം എടുത്ത് എഴുതുക. ഇതെല്ലാം നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഒഴിവാക്കിയ സാധനം എന്ന് പറഞ്ഞാൽ എയ്ഡ് ടു പുവർ സ്റ്റുഡൻസും അതേപോലെ 60,000 ലോക്കൽ കോളേജും മാത്രമാണ്. ബാക്കി അതേപോലെ ഇവിടെ ബുക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ, സാധനങ്ങൾ കൊടുത്താൽ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. ഇതൊഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അണ്ടറിലേക്ക് എഴുതിയിട്ട് ആ ടോട്ടൽ എമൗണ്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോബ്ലം വർക്കൗട്ട് ചെയ്യണ്ടല്ലോ. ക്ലിയർ ആണല്ലോ? സോ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്രം ശ്രദ്ധിക്കുക. 80G ഒഴികെയുള്ള എല്ലാ സെക്ഷൻസും നിങ്ങൾ മൈനസ് ചെയ്യണം. ടോട്ടൽ ഇൻകത്തിനകത്തുനിന്ന്, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനകത്തുനിന്ന് 80G ഒഴികെയുള്ള എല്ലാ സെക്ഷൻസും മൈനസ് ചെയ്യണം. LTCG മൈനസ് ചെയ്യണം. STCG 111A പ്രകാരമുള്ളതും മൈനസ് ചെയ്യണം. എന്നിട്ട് കിട്ടുന്ന എമൗണ്ടിന്റെ 10%, അതാണ് നമ്മുടെ ലിമിറ്റ്. വിത്ത് ലിമിറ്റ് ഡൊണേഷൻ കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഓക്കെ ആണെങ്കിൽ നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ നമുക്ക് ഇത് ലോങ് എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഞാൻ പ്രീവിയസ് ഇയറിൽ ലോങ് എസ്സേ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഞാൻ വായിച്ചു തരാം. നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ, വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇവിടെ ഏതെങ്കിലും ഒരു ഹെഡ്, 1 or 2 ഹെഡ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, 5th സെമ്മിൽ പഠിച്ചിട്ടുള്ള ഹെഡ്സ് ഓഫ് ഇൻകത്തിന്റെ ആ ഒരു കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഹി റിസീവ്ഡ് സാലറി ഓഫ് ₹30,000. സാലറി 30,000 വരുന്നുണ്ട്. ഹി ഓൺസ് 2 ഹൗസസ്, ഡീറ്റെയിൽസ് ആർ ഗിവൺ ബിലോ. 2 വീടുണ്ട്. അപ്പോൾ നമുക്ക് ആ വീടിന്റെ ഡീറ്റെയിൽസ് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഹൗസ് 1, ഹൗസ് 2. ഹൗസ് 1ന് മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട്, FRV തന്നിട്ടുണ്ട്, റെന്റ് റിസീവ്ഡ് ഇല്ല, ഇൻട്രസ്റ്റ് ഓൺ ലോൺ 10,000 തന്നിട്ടുണ്ട്, സെൽഫ് ഓക്യുപ്പൈഡ് ആണ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഹൗസ് പ്രോപ്പർട്ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്താണ്? GAV എപ്പോഴും എന്തായിരിക്കണം? നില്ലായിരിക്കും. സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിന്റെ GAV നില്ലായിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ്, നില്ലായിരിക്കും. പക്ഷെ അവിടുന്ന് എന്തെല്ലാം കുറയ്ക്കാൻ നമുക്ക്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇൻട്രസ്റ്റ് ഓൺ ലോൺ കുറയ്ക്കാൻ വേണ്ടി പറ്റും അല്ലെ, 50,000 രൂപ വരെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. നമുക്കിവിടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 10,000 ഉണ്ട്, 10,000 രൂപയുണ്ട്. സോ ഇവിടെ -10,000 നമുക്ക് ആൻസർ വരും, -10,000. സോ ഹൗസ് 1നെ സംബന്ധിച്ച് -10,000 രൂപ നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ട്, -10,000 വാല്യൂ കിട്ടുന്നുണ്ട്. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. ഹൗസ് 2ലേക്ക് നോക്കണം. ഹൗസ് 2 നോക്കുന്ന സമയത്ത് MRV ഉണ്ട്, മുനിസിപ്പൽ റെന്റൽ വാല്യൂ ഉണ്ട്, FRV ഉണ്ട്, ഫെയർ റെന്റൽ വാല്യൂ ഉണ്ട്, റെന്റ് റിസീവ്ഡ് ഉണ്ട് 63,000. റെന്റ് റിസീവ്ഡ് തന്നാൽ അതിന്റെ അർത്ഥം ദിസ് ഹൗസ് പ്രോപ്പർട്ടി ഈസ് ലെറ്റ് ഔട്ട്, അത് ലെറ്റ് ഔട്ട് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ട് 8,000, ലെറ്റ് ഔട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിലും നമുക്കറിയാം ഇത് ലെറ്റ് ഔട്ട് ആണ്, ബിക്കോസ് വി ആർ റിസീവിങ് റെന്റ്, നമുക്ക് റെന്റ് കിട്ടുന്നുണ്ട്. ബട്ട് 3 മാസം വേക്കൻസി ഉണ്ട്. എന്തായിരുന്നു വേക്കൻസി ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. വേക്കൻസി ഉണ്ട്, വീടിന് വേക്കൻസി ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വേക്കൻസി വന്നാൽ, 1 മന്ത് വേക്കൻസി വന്നാൽ, ദെൻ GAV എന്ന് പറഞ്ഞാൽ, ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ റെന്റ് ആയിരിക്കും. വേക്കൻസി വന്നാൽ പിന്നെ നിങ്ങൾ GAV ആയിട്ട് എടുക്കേണ്ടത് ആരെയാണ്? ആക്ച്വൽ റെന്റിനെയാണ്. ഒന്നുകൂടി പറയാം, വേക്കൻസിന് ചോദ്യത്തിൽ കണ്ടാൽ നിങ്ങൾ നേരെ റെന്റ് എടുത്ത് കണക്ക് ചെയ്യാം. വേറെ GAV ഈസ് ഈക്വൽ ടു റെന്റ് റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ് ആയിരിക്കും. വെറുതെ കാൽക്കുലേഷനകത്തേക്ക് പോകരുത്. കാൽക്കുലേഷൻ അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാനൊന്ന് പറയാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. GAV എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വളരെ റെയർ ആയിട്ട് essay പ്രോബ്ലത്തിനകത്ത് വരാറുണ്ട്, GAV കാൽക്കുലേഷൻ വരാറുണ്ട്. ഏതെങ്കിലും ഒരു ഹെഡ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ GAV എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? MRV ഓർ FRV വിച്ച് എവർ ഈസ് ഹയർ എടുക്കുന്നു. MRVനെയും FRVനെയും കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്തിട്ട് അതിനകത്ത് ഹയർ എടുക്കുക. MRV ഓർ FRV വിച്ച് എവർ ഈസ് ഹയർ നിങ്ങൾ എടുത്തു വെക്കുന്നു. ഈ കിട്ടിയ ഹയർ വാല്യൂവിനോട് നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യുക? ഓർ SRV വിച്ച് എവർ ഈസ് ലെസ്. ദാറ്റ്സ് ഓൾ, വെരി സിമ്പിൾ. ഇതാണ് ERV എന്ന് വിളിക്കുന്ന സാധനം.
എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ ചോദ്യത്തിലെ MRVനെയും FRVനെയും കമ്പയർ ചെയ്തിട്ട് അതിൽ വലുതെടുത്ത് വെക്കുക. ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് MRV 100 രൂപയുണ്ട്, FRV 120 രൂപയുണ്ട് എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഇതിനകത്ത് വലുത് ഏതാണ്? 120 ആണ്. ഇനി SRV സ്റ്റാൻഡേർഡ് റെന്റ് ഉണ്ട്. സ്റ്റാൻഡേർഡ് റെന്റ് വരുന്നത് ഒരു 110 ആയിക്കോട്ടെ. അപ്പം നമ്മുടെ ERV ഏതാ എടുക്കേണ്ടത്? ERV എങ്ങനെയാണ് എടുക്കേണ്ടത്? ഇതിൽ ഹയറിനെ ചൂസ് ചെയ്തു, ഇതിൽ നമ്മൾ 120നെ ചൂസ് ചെയ്തു, 120 നമ്മൾ ചൂസ് ചെയ്തു. ബട്ട് ആ വലുതിനകത്ത് നമ്മൾ എന്തൊരു കമ്പയർ ചെയ്യണം? SRV സ്റ്റാൻഡേർഡ് റെന്റായിട്ട് കമ്പയർ ചെയ്യണം. സ്റ്റാൻഡേർഡ് റെന്റായിട്ട് കമ്പയർ ചെയ്തപ്പോൾ 110, ഇതല്ലേ ഇത് ലെസ് അല്ലേ, ഇതല്ലേ കുറവ്. അപ്പം നമ്മൾ ഈ കുറഞ്ഞ വാല്യൂ എടുക്കണം. സോ വേർ ERV ഈസ് ഈക്വൽ ടു ERV എന്ന് പറഞ്ഞാൽ 110 ആണ്. ക്ലിയർ? ഇവിടെ നിങ്ങൾ ERVനെ പിക്ക് ചെയ്തു, വെരി സിമ്പിൾ. FRV MRV കമ്പയർ ചെയ്യുന്നു, ഹയർ എടുക്കുന്നു, അതിനെ SRVയുമായിട്ട് കമ്പയർ ചെയ്യുന്നു, അതിൽ ലീസ്റ്റ് വാല്യൂ എടുക്കുന്നു. അതിൽ ചെറുതിനെയാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. രണ്ടാമത്തെ കമ്പാരിസണിൽ നമ്മൾ ചെറുതിനെ എടുക്കണം. അപ്പോൾ നമുക്ക് ERV കിട്ടി. ഇനി ERV എന്തുമായിട്ട് കമ്പയർ ചെയ്യണം? ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്യണം. ERVനെ ആക്ച്വൽ റെന്റ്, വാട്ട് ഈസ് ആക്ച്വൽ റെന്റ്? റെന്റ് റിസീവ്ഡ് ആണ്. റെന്റ് റിസീവ്ഡ് ചോദ്യത്തിൽ തരും. അതിനകത്ത് ഏറ്റവും വലിയ ആളെ നിങ്ങൾ എടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ GAV കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വെരി സിമ്പിൾ. FRV MRV SRV ഒക്കെ നമ്മുടെ ചോദ്യത്തിലുണ്ടെങ്കിൽ വെരി സിമ്പിൾ. നിങ്ങൾ ആദ്യം FRVനെ MRVനെ കമ്പയർ ചെയ്യുക, ഹയസ്റ്റ് വാല്യൂ എടുക്കുക, അതിനെ SRVയുമായിട്ട് കമ്പയർ ചെയ്യുക, ലോവസ്റ്റ് വാല്യൂ എടുക്കുക, യു ഗോട്ട് ERV, എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ കിട്ടും. ആ ERVനെ എന്തായിട്ട് കമ്പയർ ചെയ്യടാ? തിയറി നമ്മൾ വരുന്ന കാര്യങ്ങൾ, വരുന്ന ഏരിയ മാത്രമേ ഏതൊക്കെ വരും, എസ്സേസ് ഒക്കെ വരുന്നത് നമ്മൾ എന്ത് ചെയ്യാന്നുണ്ട്, പ്രിഡിക്റ്റ് ചെയ്ത് പറയാം. അല്ലാതെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പോകാനുള്ള ടൈം ഉണ്ടാവില്ല. ഓക്കെ, GST പോർഷൻ നമ്മൾക്ക് നമ്മുടെ ലൈവ് സെഷൻസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ കൂടുതൽ മാർക്ക് വരുന്ന പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുക. ഏതൊക്കെ ചോദ്യം വരും, ഏതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് പറഞ്ഞുതരാം. തിയറിയാണ്, പ്യൂർലി തിയറിയാണ്. GST സൈഡിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ വരില്ല, തിയറിയാണ്, അവിടെ ചോദിക്കാം. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഹയർ വാല്യൂ എടുക്കുന്നു. സോ ആക്ച്വൽ റെന്റോ അല്ലെങ്കിൽ ERV ഏതാണോ വലുത് നമ്മൾ എടുക്കുന്നു, അതാണ് നമ്മളെ GAV. ഇനി GAV കിട്ടിയാൽ നമ്മൾ GAVന്ന് എന്തൊക്കെ ചെയ്യണം? GAV നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. GAV കണ്ടെത്തിയാൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം? ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കടാ. GAV നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, GAV എന്നുള്ള എമൗണ്ട് നമ്മൾ ആദ്യം കുറയ്ക്കേണ്ടത് മുനിസിപ്പൽ ടാക്സ് ആണ്. മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കാം. മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്യാം. നമ്മളാണ് കൊടുത്തതെങ്കിൽ മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കാം. ദെൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കാം. ദാറ്റ് ഈസ് 30%. 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടി പറ്റും. ദെൻ നമുക്ക് അവിടെ കുറയ്ക്കുന്ന മറ്റൊരാൾ എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടി. ആ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ലാസ്റ്റ് ആൻസറിലേക്ക് എഴുതേണ്ടത്. സോ ഇവിടെ നമുക്ക് ഈ പ്രോബ്ലം എന്തായാലും പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യാം. ഞാൻ ഹൗസ് പ്രോപ്പർട്ടിയുടെ വാല്യൂവിൻ്റെ കാൽക്കുലേഷൻ ആണ് പറഞ്ഞത്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഓക്കെ പറഞ്ഞാൽ മതി. ദെൻ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അതൊന്നുകൂടി പറയാം. സോ സാലറി കിട്ടുന്നുണ്ട്. സാലറി നമ്മൾ ആദ്യം എഴുതുന്നു. സാലറി ഹെഡ് 1 by 1 ആയിട്ട് എഴുതണം കേട്ടോ. സോ സാലറി വരുന്നത് 30,000 റുപ്പീസ് ആണ്. സാലറി റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരുന്നുണ്ട് ഒരു 50,000 റുപ്പീസ്. ആക്ച്വലി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ സാലറി ബിക്കം നിൽ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് കുറയ്ക്കേണ്ട ആവശ്യമില്ല. മന്ത്ലി സാലറി അല്ല, പെർ മന്ത് അല്ല, ഇയർലി ആണ് 30,000 പറഞ്ഞത്. സോ ദാറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് ഒഴിവാക്കാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 വരുന്നുണ്ട് ഓൾഡ് റെജീം പ്രകാരം. ഇനി ഹൗസ് പ്രോപ്പർട്ടി നോക്കാം നമുക്ക്. ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഹൗസ് 1 നോക്കാം. H1 ഹൗസ് 1. ഹൗസ് 1 എന്ന് പറയുന്നത് സെൽഫ് ഓക്യുപ്പൈഡ് ആണ്. സോ GAV എന്തായിരിക്കും? നില്ലായിരിക്കും. നമുക്ക് അവിടെ നിന്ന് മൈനസ് ചെയ്യാം. മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കാനുണ്ടോ? മുനിസിപ്പൽ ടാക്സ് തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റ് മാത്രമേ കുറയ്ക്കാനുള്ളൂ. ഇൻട്രസ്റ്റ് നമുക്ക് മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് 10,000 റുപ്പീസ്. 10,000 റുപ്പീസ് ഉണ്ട്. സോ ഫൈനലായിട്ട് നമുക്ക് എത്ര കിട്ടും? മൈനസ് 10,000 കിട്ടും. ഇനി H2 ഹൗസ് 2ൻ്റെ കേസിൽ GAV ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് 63,000 ആണ്. എന്തുകൊണ്ടാണ് GAV ആയിട്ട് 63,000 എടുത്തത്? റെന്റ് റിസീവ്ഡ് ആണ്, ലെറ്റ് ഔട്ട് ആയതുകൊണ്ടാണ്. സോറി,
ഇവിടെ വേക്കൻസി വന്നതുകൊണ്ടാണ്. ലെറ്റ് ഔട്ട് ആണ്, വേക്കൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ എമൗണ്ട് മാത്രം എടുത്താൽ മതി. ഓക്കെ, 63,000 ആണ് GAV വരിക. ഹൗസ് 2-ന് നമുക്ക് GAV വരുന്നത് 63,000 രൂപയാണ്. എന്തെല്ലാം കുറയ്ക്കാനുണ്ട് നോക്കാം. ഇവിടെ ഇൻട്രസ്റ്റ് കുറയ്ക്കാനുണ്ട്. സോ ഇൻട്രസ്റ്റ് കുറയ്ക്കാനുണ്ട്, മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കാനില്ല. ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കാം. ഓർത്ത് വെക്കുക, ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ടഡ് അല്ല എങ്കിൽ, നിങ്ങൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കമ്പ്യൂട്ടഡ് അല്ല എങ്കിൽ നിങ്ങൾ 30% കുറയ്ക്കണേ. പ്രോബ്ലം ചെയ്യുമ്പോൾ 30% ഉറപ്പായിട്ടും കുറയ്ക്കണം, ലെറ്റ് ഔട്ട് ആണെങ്കിൽ. സോ ഇവിടെ 63,000-ന്റെ 30% നമ്മൾ കുറയ്ക്കാൻ വേണ്ടി പോവാണ്. 30% 18,900 വരുന്നുണ്ട്. 18,900 വരുന്നുണ്ട്. നമുക്ക് ഇൻട്രസ്റ്റും കൂടെ നേരിട്ട് എഴുതാം. ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് എത്രയാണ്? 8,000 ആണ്. 8,000 കുറയ്ക്കാനുണ്ട്. സോ ഈ 2 ഐറ്റങ്ങൾ നമുക്ക് കുറയ്ക്കാനാണുള്ളത്. സോ 63,000 മൈനസ് 18,900 ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. ദെൻ 8,000 മൈനസ് 8,000 36,100 ആണ്. സോ ഹൗസ് പ്രോപ്പർട്ടി 2-ന്റെ കേസിൽ നമുക്ക് വന്നിട്ടുള്ളത് 36,100 ആണ്. ദിസ് ഈസ് നെറ്റ് ആനുവൽ വാല്യൂ അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാൻ നമുക്ക്, അല്ലേ? ഹൗസ് പ്രോപ്പർട്ടിയുടെ ഫൈനൽ വാല്യൂ ആണ്. സോ ഇവിടെ നമുക്ക് ടോട്ടൽ ചെയ്ത് നോക്കാം. 36,100 രണ്ടാമത്തെ വീടിനുണ്ട്. ഒന്നാമത്തെ വീട് 10,000 രൂപ ലോസ് ആണ്, നമ്മൾ സെറ്റ് ഓഫ് ചെയ്യണം. സോ സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 26,100 ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടാവുക. ഇൻകം ഫ്രം HP 26,100 ആണ്. സോ ഇവിടെ ഹൗസ് പ്രോപ്പർട്ടിയുടെ കാൽക്കുലേഷൻ നമ്മൾ ഓർത്ത് വെക്കുക എപ്പോഴും. GAVക്കകത്ത് നിന്ന് കുറയ്ക്കേണ്ട ഐറ്റങ്ങൾ മുനിസിപ്പൽ ടാക്സ്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ഇൻട്രസ്റ്റ്, ദാറ്റ്സ് ഓൾ. നമ്മൾ 26,100 എടുത്തു. ദെൻ അടുത്ത ഹെഡ് നോക്കാം. ഈ റിസീവ്ഡ് 5,400 ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി. ഒബ്വിയസ്ലി ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി ടാക്സബിൾ ആണ്. മുൻപല്ലായിരുന്നു, ഇപ്പോൾ ടാക്സബിൾ ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റി 9,000 രൂപയുണ്ട്. ഇൻകം ഫ്രം യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് 7,000 രൂപയുണ്ട്. സോ നമുക്കത് അതർ സോഴ്സും കൂടെ എടുക്കാം. ഇൻകം ഫ്രം അതർ സോഴ്സസ് ഏതൊക്കെയാണ്? ഡിവിഡൻഡ് വന്നിട്ടുണ്ട്. ഡിവിഡൻഡിന്റെ എമൗണ്ട് 5,400 ആണ്. ദെൻ മ്യൂച്വൽ ഫണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റി. ഇൻട്രസ്റ്റ് 9,000 രൂപയുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടിയ വരുമാനം 7,000 രൂപയുണ്ട്. സോ ടോട്ടൽ വിൽ ബി 5,400 പ്ലസ് 9,000 പ്ലസ് 7,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 21,400. സോ നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സും കൂടി എടുത്തു കഴിഞ്ഞു. ദാറ്റ് ഈസ് വാട്ട് ദ ടോട്ടൽ ഇൻകം. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 26,100 പ്ലസ് 21,400 ദാറ്റ് ഈസ് ഈക്വൽ ടു 47,500 ടോട്ടൽ ഇൻകം വരും. ഓക്കെ, സോ ഇങ്ങനെയുള്ള ചെറിയ പ്രോബ്ലംസും വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് ഡിഡക്ഷൻസ് ഒന്നും തന്നിട്ടില്ല, ബട്ട് ഒരു ഹെഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 5ാമത്തെ സെമ്മിൽ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊരു essay പ്രോബ്ലം ആണ്. 10 മാർക്കിന്റെ ചോദ്യമാണ്. ശ്രദ്ധിക്കുക, 10 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പം നിങ്ങൾ മുമ്പത്തെ ഓരോ ഹെഡ്സിൻ്റെയും കാര്യങ്ങളൊന്ന് നോക്കണം. ഈ പ്രോബ്ലത്തിൽ ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുള്ളത് സാലറി ആണ്. ഞാൻ അധിക പ്രോബ്ലത്തിലും കണ്ടിട്ടുള്ളത് സാലറി തന്നെയാണ്. സാലറി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറുണ്ട്. നോക്കിക്കോളൂ. സോ മിസ്റ്റർ എ ഈസ് വർക്കിംഗ് ഇസ് എൻ അക്കൗണ്ടന്റ് പബ്ലിക് കമ്പനി ആയിട്ട് കൊൽക്കത്തയിലാണ് ഇയാൾ വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കൊൽക്കത്ത എന്ന് പറഞ്ഞാൽ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. അവിടെ പോപ്പുലേഷൻ എന്തായാലും 1 CR മുകളിലുണ്ടാവും. ഓർത്ത് വെക്കുക കേട്ടോ. നമുക്ക് നമ്മുടെ ക്വസ്റ്റിനകത്ത് ആവശ്യമുള്ള കാര്യമാണ്. ബേസിക് പേ 25,000 പെർ മന്ത്. DA 10,000 പെർ മന്ത് ആണ്. അതിൽ 50% ഫോമിംഗ് പാർട്ട് ഓഫ് ബേസിക് സാലറി അല്ലെങ്കിൽ ബേസിക് പേ. നമ്മളിതിനെ വിളിക്കാറുള്ളത് DA അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്നാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, DA അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്നാണ്. വിച്ച് മീൻസ് നമ്മളുടെ ടോട്ടൽ സാലറി കാൽക്കുലേഷനകത്ത് നമ്മുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ DA കൂടി എന്ത് ചെയ്യണം, നമ്മൾ പരിഗണിക്കണം. ഓക്കെ, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് 500 പെർ മന്ത് വന്നിട്ടുണ്ട്.
ഫോർ 3 ചിൽഡ്രൻ വരുന്നുണ്ട്, 3 ചിൽഡ്രൻ വരുന്നുണ്ട്. ബോണസ് 50,000 വരുന്നുണ്ട്. കോൺട്രിബ്യൂഷൻ ടു RPF ബൈ എംപ്ലോയർ ആൻഡ് എംപ്ലോയി 14%. 14%, ശ്രദ്ധിക്കണം. സാലറിയുടെ 14% കോൺട്രിബ്യൂഷൻ ടു RPF. RPF ആണ്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആണ്. റെന്റ് ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. RFA ഒരു പെർക്കാണ്. FRV ഓഫ് ദി ഹൗസ് പ്രോപ്പർട്ടി തന്നിട്ടുണ്ട് 36,000 രൂപ. 36,000 തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഫർണിച്ചർ സപ്ലൈഡ് 25,000 ആണ്. നിങ്ങൾക്ക് ഫർണിച്ചർ അവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ WDV റിട്ടേൺ ഡൗൺ വാല്യൂ 15,000 ആണ്. ഹി പെയ്ഡ് ₹20,000 ആസ് ഇൻഷുറൻസ് പ്രീമിയം. അയാൾ ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടുണ്ട്. ഹി ഓൺസ് ഹൗസ് പ്രോപ്പർട്ടി വിച്ച് ഹാസ് ബീൻ ലെറ്റ് ഔട്ട് ഓൺ എ മന്ത്ലി റെന്റ് ഓഫ് ₹10,000. Its municipal valuation ₹1 lakh, FRV 1,10,000 and standard rent 90,000. He paid 10% as municipal tax. മുനിസിപ്പൽ ടാക്സ് അടയ്ക്കുന്നുണ്ട്. നോക്കൂ, വാടകയ്ക്ക് വീട് കൊടുത്തിട്ടുണ്ട്. സോ ഹൗസ് പ്രോപ്പർട്ടി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഹി ഡൊണേറ്റഡ് ₹20,000 ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട്, CMDRFിലേക്ക് ആൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പെയ്ഡ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം 22,000 ഡ്യൂറിങ് ദ ഇയർ ബൈ ചെക്ക്. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. വിച്ച് മീൻസ് നിങ്ങൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോ ഹെഡ് വെച്ച് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. കൂടാതെ ATC to ATU ചെയ്യാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാൻ നോക്കിക്കോളൂ. ഇതേപോലെ ഒരു ചോദ്യമാണ് നമുക്ക് SC ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഓക്കെ, ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ആദ്യം നമ്മൾ സാലറി സോൾവ് ചെയ്യാണ്. അപ്പോൾ സാലറി നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ ഞാനൊന്ന് റിമൈൻഡ് ചെയ്യാണ്. സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് ബേസിക് പേ ആണ്. ദെൻ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? അലവൻസുകളാണ്. അലവൻസുകൾ ബേസിക്കലി 3 ടൈപ്പാണുള്ളത്. ഫുള്ളി ടാക്സബിൾ, ഇപ്പോൾ DA പോലെയുള്ള മെഡിക്കൽ അലവൻസ് പോലെയുള്ള കാര്യങ്ങളിൽ ഓവർ ടൈം അലവൻസ്, മാരേജ് അലവൻസ്, ഇതൊക്കെ എന്താണ്? ഫുള്ളി ടാക്സബിൾ ആണ്. നമുക്ക് സാലറിയുടെ കൂടെ നേരിട്ട് അത് എഴുതി ചേർക്കാം. ഫുള്ളി ടാക്സബിൾ നേരിട്ട് എഴുതി ചേർക്കാം. രണ്ടാമത്തത് പാർട്ട്ലി ടാക്സബിൾ ആണ്. പാർട്ട്ലി ടാക്സബിൾ ഏറ്റവും പ്രധാനപ്പെട്ട ആള് HRA ആണ്. ഹൗസ് റെന്റ് അലവൻസ് ആണ്. ഹൗസ് റെന്റ് അലവൻസിന്റെ ഇക്വേഷൻ എല്ലാ ആളുകൾക്കും അറിയാം. നമുക്ക് ഇവിടെ HRA തന്നിട്ടില്ല. HRA നമ്മൾ ലിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എക്സംപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ HRAന്റെ എക്സംഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. HRA തന്നു കഴിഞ്ഞാൽ ഇവിടെ HRA ഇല്ല. ഓക്കെ, ദെൻ സ്പെഷ്യൽ അലവൻസ് ആണ്. സ്പെഷ്യൽ അലവൻസുകൾ എമൗണ്ട് സ്പെൻഡ് നമുക്ക് എക്സംപ്റ്റ് ചെയ്യാം. 6 എണ്ണമാണുള്ളത്. എമൗണ്ട് സ്പെൻഡ് എക്സംപ്റ്റ് ചെയ്യാം. ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ സാലറിയുടെ കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, ദെൻ പെർക്സ് ആണ്. പെർക്സിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ സാലറിയുടെ കൂടെ ആഡ് ചെയ്യണം. പെർക്സിനകത്ത് നോർമലി നമുക്ക് വരുന്ന ലോങ് എസ്സേക്ക് അകത്ത് വരുന്നത് RFA ഒക്കെ തന്നെയാണ്. RFAന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഈ കണക്കിൽ നമുക്ക് RFA ഉണ്ട്. ഓക്കെ, ദെൻ ഹൗസ് പ്രോപ്പർട്ടി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. നോക്കാം. സോ 1 by 1 ആയിട്ട് ഇതാണ്. ഞാൻ ആദ്യം സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സാലറി, ഇൻകം ഫ്രം സാലറി. സോ ടേക്ക് ബേസിക് പേ. ബേസിക് പേ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. ബേസിക് പേ എമൗണ്ട് വരുന്നത് 25,000 പെർ മന്ത് ആണ്. സോ 25,000 × 12 നമുക്ക് ചെയ്യാം. 3 lakh rupees. ബേസിക് പേ 3 lakh rupees ഉണ്ട്. ദെൻ അടുത്തത് DA ആണ്. DA അഥവാ ഡിയർനെസ് അലവൻസ്. ഡിയർനെസ് അലവൻസ് എത്ര എമൗണ്ട് വന്നിട്ടുള്ളത്? 10,000 പെർ മന്ത് ആണ്. സോ 10,000 × 12 വരും അല്ലേ? × 12 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1,20,000. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, DA 50% മാത്രമേ എന്തിലേക്ക് വരുന്നുള്ളൂ? ഫോമിംഗ് പാർട്ട് ഓഫ് ബേസിക് പേ അല്ലെങ്കിൽ ഫോർ റിട്ടയർമെന്റ് ബെനിഫിറ്റ് കാൽക്കുലേഷനിൽ വരുന്നുള്ളൂ. അത് നമ്മൾ സ്പെഷ്യൽ സാലറി കണക്കാക്കുമ്പോൾ പരിഗണിച്ചാൽ മതി. ടോട്ടൽ സാലറി ഇൻകം കണക്കാക്കുമ്പോൾ DA നമ്മൾ എപ്പോഴും ഫുൾ ആയിട്ട് എടുക്കണേ. DA കംപ്ലീറ്റ് എമൗണ്ട് എടുക്കണം. ആ 10,000 നമ്മൾ കംപ്ലീറ്റ് എടുക്കണം. സോ ആ എമൗണ്ട് നമുക്ക് കംപ്ലീറ്റ് എടുക്കാം. 1,20,000 എടുത്തിട്ടുണ്ട്. അടുത്തത് ബോണസ് ആണ്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ഉണ്ട്. നമ്മൾ ബോണസ് എഴുതിയ ശേഷം എഴുതാം. ബോണസ് 50,000 rupees, 50,000 വരുന്നുണ്ട്. ദെൻ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആണ്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിന്റെ എമൗണ്ട് നോക്കുക. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് 500 പെർ മന്ത് പെർ ചൈൽഡ് വരുന്നുണ്ട് ഫോർ 3 ചിൽഡ്രൻ. അപ്പോൾ ആക്ച്വലി ഇറ്റ് ബിക്കം 500 × 3 കുട്ടികൾക്ക് നമുക്ക് അലവൻസ് കിട്ടുന്നുണ്ട്. 500 × 3
ഇൻറ്റു 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 18,000 രൂപ വരും അല്ലേ. സോ കിട്ടിയ എമൗണ്ട് 18,000 ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിനകത്ത് നമുക്ക് എക്സംഷൻ വരുന്നുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക് കേട്ടോ. എക്സംഷൻ വരുന്നുണ്ട്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിനകത്ത് എക്സംഷൻ വരുന്നത് എത്രയാടാ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എക്സംഷൻ വരുന്നത്? 100 പെർ മന്ത് പെർ ചൈൽഡ് ഫോർ മാക്സിമം ഓഫ് 2 ചിൽഡ്രൻ ആണ്. 100 രൂപ എക്സംഷൻ വരുന്നുണ്ട് ഒരു കുട്ടിക്ക്. ഇൻറ്റു 2 കുട്ടികൾക്ക്, മാക്സിമം 2 കുട്ടികൾക്ക് അലവൻസ് കൊടുക്കാം. 2 കുട്ടികൾക്കാണ് കൊടുക്കേണ്ടത്. അപ്പം 200 രൂപ വരും. 200 ഇൻറ്റു 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 2,400 രൂപ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. എക്സംഷൻ എപ്പോഴും 2,400 ആണ്. ശ്രദ്ധിക്കുക, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിന്റെ എക്സംഷൻ 100 പെർ മന്ത് പെർ ചൈൽഡ് ആണ്, മാക്സിമം 2 ചിൽഡ്രൻ. അപ്പോൾ 2,400 നമുക്ക് കുറയ്ക്കാം. 18,000 നിന്ന് മൈനസ് 2,400 ചെയ്താൽ നമുക്ക് 15,600 വരും. ഓക്കെ, 15,600 ആണ് അവിടെ വരുന്നത്. അടുത്ത ഐറ്റം എഡ്യൂക്കേഷൻ അലവൻസ് എടുത്തിട്ടുണ്ട്, DA എടുത്തിട്ടുണ്ട്, ബേസിക് പേ എടുത്തു, ബോണസ് എടുത്തു. കോൺട്രിബ്യൂഷൻ ടു PF. കോൺട്രിബ്യൂഷൻ ടു PF 14%. ശ്രദ്ധിക്കണം, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ 14 ആണ്, എംപ്ലോയിക്കും 14% ഉണ്ട്. അത് ഓൾറെഡി ബേസിക് പേയിൽ ഉണ്ടാവും. ഇവിടെ നമ്മൾ പഠിക്കണം 12% എന്ത് എക്സംഷൻ വരുന്നത്. 12% എക്സംഷൻ വരുന്നത്. സോ 12% നമ്മൾ എക്സംപ്റ്റഡ് ആണ്. 14-നകത്ത് 12 എക്സംപ്റ്റഡ് ആണ്. ഇപ്പം എത്ര ടാക്സബിൾ ആയിരിക്കും? 2% ടാക്സബിൾ ആണ്. സോ നിങ്ങൾ സാലറിയുടെ 2% എന്ത് ചെയ്യണം? നമ്മുടെ ആൻസറിലേക്ക് കൊണ്ടുവരണം. ശ്രദ്ധിക്കുക, കോൺട്രിബ്യൂഷൻ ടു RPF 12% വരെ എക്സംപ്റ്റഡ് ആണ്. 5th സെം പഠിച്ചിട്ടുണ്ട്. 12% എക്സംപ്റ്റഡ് ആണ്. ഇവിടെ 14 ഉണ്ട്, അപ്പോൾ 2% ടാക്സബിൾ ആണ്. നമ്മൾ 2% കാൽക്കുലേറ്റ് ചെയ്യുക. സാലറിയുടെ 2% എന്ന് പറയുമ്പം നമ്മൾ എന്തൊക്കെ എടുക്കണം? ബേസിക് പേ എടുക്കണം, DA അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എടുക്കണം. ഞാനിവിടെ ബേസിക് പേ 25,000 എടുക്കുന്നു, പ്ലസ് DA അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് പകുതിയേ ഉള്ളൂ. അപ്പോൾ 10,000 എടുക്കരുത്, 5,000 എടുത്താൽ മതി. മൊത്തം 30,000 രൂപ വരും. 30,000 വരും. പിന്നെ എടുക്കേണ്ട, അവിടെ ആഡ് ചെയ്യേണ്ട കാര്യം എന്താണ്? കമ്മീഷനാണ്. കമ്മീഷൻ, ഇയാൾക്ക് കമ്മീഷൻ നോക്കുക. ബേസ്ഡ് ഓൺ ടേൺ ഓവർ കമ്മീഷൻ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഇവിടെ കമ്മീഷൻ വരുന്നില്ല. സോ 30,000 ഇൻറ്റു 12 ടോട്ടൽ 3,60,000 ആണ് സാലറി. അതിൻ്റെ 2% കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 7,200. സോ കോൺട്രിബ്യൂഷൻ ടു RPF 7,200 ടാക്സബിൾ ആണ്. ശ്രദ്ധിക്കണേ, 7,200 ആണ് ടാക്സബിൾ ആയിട്ട് വരിക കേട്ടോ. 7,200 രൂപ ടാക്സബിൾ ആണ് RPF-ലേക്കുള്ള കോൺട്രിബ്യൂഷൻ. എന്തുകൊണ്ടാണ് 7,200 വന്നതെന്ന് ഓർത്ത് വെക്കുക. 12% വരെ എക്സംഷൻ ഉള്ളൂ, 14% ഉണ്ട്. ബിക്കോസ് അവിടെ 2% എന്താണ്? ടാക്സബിൾ ആണ്. നമ്മൾ ആ 2% മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പം നമുക്കിനി അടുത്തത് RFA ആണ്. ദാറ്റ് ഈസ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആണ്. നമ്മൾ ഇതെടുത്തു. ഇതാണ് നമുക്കിനി എടുക്കാനുള്ളത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, റെന്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ പെർക്കാണ്. പെർക്ക് എടുക്കുന്നതിന് മുൻപേ നിങ്ങൾ നേരത്തെ കണക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പെർക്കിന് മുമ്പേ മൊത്തം അലവൻസുകളും എഴുതിയിട്ടുണ്ടാവണം. ഇവിടെ വേറെ എന്തെങ്കിലും അലവൻസ് ഉണ്ടോ എന്ന് താഴേക്ക് നോക്കാം. ഇല്ല, ഒന്നുമില്ല. അതൊക്കെ നമ്മൾ എന്താണ്, എക്സ്പെൻഡിച്ചറുകളും പിന്നെ ഹൗസ് പ്രോപ്പർട്ടീൻ്റെ ഡീറ്റെയിൽസും ഉള്ളത്. സോ നമുക്ക് നേരെ പെർക്കിലേക്ക് പോവാം. സോ RFA നമുക്ക് എഴുതാം. പെർക്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. RFA നമുക്ക് എഴുതാം. RFAൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. RFAൻ്റെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? RFAയുടെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? RFAയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അവിടെ നമ്മൾ റൂള് പഠിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് റൂള് പഠിച്ചിട്ടുണ്ട്. 25 lakhന് മുകളിലാണ് പോപ്പുലേഷൻ എങ്കിൽ ദാറ്റ് RFA ബിക്കം 15% ഓഫ് സാലറി. 15% ഓഫ് സാലറി ആണ്. ബിറ്റ്വീൻ 25 to 10 lakh ആണെങ്കിൽ 10%, ലെസ് ദാൻ 10 lakh ആണെങ്കിൽ 7.5% ആണെന്ത് RFAൻ്റെ വാല്യൂ. ദെൻ ആഡ്, അതിനോട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ആഡ് 10% ഓഫ് വാല്യൂ ഓഫ് ദ ഫർണിച്ചർ. ഫർണിച്ചർ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, വീടിൻ്റെ കൂടെ ഫർണിച്ചറും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 10% നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ 15% ഓഫ് സാലറി കാണണം ആൻഡ് 10% ഓഫ് ഫർണിച്ചർ നമ്മൾ ആഡ് ചെയ്യണം. ഇതാണ് RFAൻ്റെ വാല്യൂ. എന്തുകൊണ്ട് ഞാൻ 15 എടുത്തു എന്ന് ചോദിച്ചാൽ, ബിക്കോസ് നമ്മുടെ സ്ഥലം കൊൽക്കത്തയാണ്.
കൊൽക്കത്തയിൽ എപ്പോഴും പോപ്പുലേഷൻ 25 ലാഖിന് മുകളിലായിരിക്കും. കൊൽക്കത്ത എന്ന് പറഞ്ഞാൽ മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, സാലറിയുടെ 15% എടുത്തു. ഹൗസ് ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണ്, ഹൗസ് പ്രോപ്പർട്ടി ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണ്. സോറി, ഇവിടെ അല്ലേ, റെന്റ് ഫ്രീ ഹോം ഓൺഡ് ബൈ ദി എംപ്ലോയർ. അപ്പം നമ്മൾ 15% എടുക്കുക. ദെൻ അയാൾക്ക് കൊടുത്തിട്ടുള്ള ഫർണിച്ചറിന്റെ 10% ആഡ് ചെയ്യാം. ദെൻ വാട്ട് ഈസ് സാലറി? സാലറിയുടെ 15 എടുക്കണം എന്ന് പറഞ്ഞു. എന്താണ് സാലറി ആയിട്ട് എടുക്കേണ്ടത്? വെരി സിമ്പിൾ. ബേസിക് പേ എടുക്കുക, എല്ലാ ടാക്സബിൾ അലവൻസുകളും എടുക്കുക, ഇൻക്ലൂഡിങ് ബോണസ്. എല്ലാ ടാക്സബിൾ അലവൻസുകളും എടുക്കണം. ശ്രദ്ധിക്കണേ, ടാക്സബിൾ അലവൻസുകൾ മൊത്തം ആഡ് ചെയ്യണം. നിങ്ങൾ ഏത് പെർക്കിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിലും, RFA ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, നമ്മൾ ഏത് പെർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും എങ്ങനെയാണ് നമ്മൾ സാലറിന് എടുക്കേണ്ടത്? ബേസിക് പേ പ്ലസ് DA അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്. ശ്രദ്ധിക്കണേ, DA അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് മാത്രമേ എടുക്കാവൂ. ദെൻ ഓൾ ടാക്സബിൾ അലവൻസ്. അപ്പൊ നമുക്ക് ഇതൊക്കെ എടുക്കാം. 3 lakh എടുക്കാമല്ലോ. 3 lakh ബേസിക് പേ ആണല്ലോ. 3 lakh എടുക്കാം. പ്ലസ് 3 lakh ഞാൻ എടുത്തു. 1,20,000 DA ഉണ്ടല്ലോ. പക്ഷെ DA മൊത്തം എടുക്കാൻ പാടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഇത് 50% മാത്രമേ ഉള്ളൂ. 50% ഉള്ളൂ. അപ്പൊ നമുക്ക് 3 lakh പ്ലസ് 60,000 വരും. DA 60,000 വരും കേട്ടോ. DA ഞാൻ പകുതി ആക്കിയിട്ടുണ്ട്. ബോണസ് 50,000 പ്ലസ് 50,000 ബോണസ് ഉണ്ട്. RFA എടുക്കരുത്. ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് 15,600. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4,25,600. 4,25,600 വന്നിട്ടുണ്ട്. ഓക്കെ, 4,25,600 ആണ് നമ്മുടെ സാലറി, RFAന്റെ സാലറി. അതിന്റെ 15% കാൽക്കുലേറ്റ് ചെയ്യാം. 63,840. ദാറ്റ് ഈസ് ഈക്വൽ ടു 63,840. ഇതിന്റെ 15% നമ്മൾ കണ്ടുപിടിച്ചത് കേട്ടോ. 63,840 ഉണ്ട്. ഇതിന്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്യണം. ആഡ് 10% ഓഫ് ഫർണിച്ചർ. ഫർണിച്ചറിന്റെ വാല്യൂ എത്രയാണ്? 25,000 ആണ്. ശ്രദ്ധിക്കുക, RFAന്റെ കേസിൽ ഫർണിച്ചറിന്റെ 10% ആഡ് ചെയ്യേണ്ടത്. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ ഒരു WDV 15,000 നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. WDV നമുക്ക് ആവശ്യമില്ല. ഫർണിച്ചറിന്റെ കോസ്റ്റ് എത്രയാണ്? 25,000. അതിന്റെ 10% ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2,500 രൂപ അല്ലേ? 2,500. സോ 63,840 പ്ലസ് 2,500 ദാറ്റ് ഈസ് ഈക്വൽ ടു 66,340. സോ RFAന്റെ വാല്യൂ 66,340 ആണ്. ഞാൻ നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യം ഒന്ന് റിമൈൻഡ് ചെയ്തു. RFA എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് പോപ്പുലേഷൻ ബേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 25 lakh population, then 15% ഓഫ് സാലറി ആണ്. സാലറി മീൻസ് ബേസിക് പേ പ്ലസ് DA അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് പ്ലസ് ഓൾ ടാക്സബിൾ അലവൻസസ്. ദെൻ നമുക്ക് ഫർണിച്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 10% കൂടെ ആഡ് ചെയ്യാം. നമ്മൾ അത് ആഡ് ചെയ്തു. നമുക്ക് 66,340 കിട്ടി. RFA നമ്മൾ എഴുതി. ഇനി നമുക്ക് സാലറിയിൽ എന്ത് എടുക്കാനുണ്ടോ നോക്കുക. നത്തിങ്. നമ്മൾ RFA എടുത്തു. ഇൻഷുറൻസ് പ്രീമിയം കൊടുത്തതൊക്കെ നമ്മൾ ATC പ്രകാരം എഴുതിയാൽ മതി അല്ലേ? അപ്പം നമ്മൾ സാലറി ഇവിടെ ക്ലോസ് ചെയ്യാണ്. സാലറി കാൽക്കുലേഷൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്. സാലറി കാൽക്കുലേറ്റ് ചെയ്തു. ടോട്ടൽ എമൗണ്ട് എടുത്തിട്ട് നമുക്ക് സെക്കൻഡ് കോളത്തിലേക്ക് കൊടുക്കാം. ഈ കാൽക്കുലേഷൻ നമ്മളിവിടെ മായ്ക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് രണ്ടാമത്തെ കോളത്തിലേക്ക് എടുക്കാം. ടോട്ടൽ സാലറി വരുന്നത് 3 ലക്ഷം പ്ലസ് 1,20,000 DA വരുന്നുണ്ട്. 50,000 ബോണസ് വരുന്നുണ്ട്. ദെൻ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് 15,600 വരുന്നുണ്ട്. ദെൻ 7,200 രൂപ കോൺട്രിബ്യൂഷൻ ടു PF വരുന്നുണ്ട്. 66,340 നമുക്ക് RFAയും വരുന്നുണ്ട്. സോ ടോട്ടൽ സാലറി ഈസ് 5,59,140 രൂപ സാലറി കിട്ടി. ദിസ് ഇസ് ടോട്ടൽ സാലറി ഇൻകം. നമുക്കിനി ഹൗസ് പ്രോപ്പർട്ടി കൂടെ നോക്കണം. ഹൗസ് പ്രോപ്പർട്ടി നോക്കാം. ഹൗസ് പ്രോപ്പർട്ടി ഓൺ ഹൗസ് പ്രോപ്പർട്ടി വിച്ച് ലെറ്റ് ഔട്ട് മന്ത്ലി റെന്റ് ഓഫ് 10,000. മന്ത്ലി റെന്റ് നമുക്ക് തന്നിട്ടുണ്ട് 10,000 ആണ്. സോ 10,000 ആണെങ്കിൽ 10,000 ഇൻറ്റു 12 എത്രയാണ് വരിക? 1,20,000. സോ ആക്ച്വൽ റെന്റ് 1,20,000 ആണ്. ആക്ച്വൽ റെന്റ് 1,20,000 ആണ്. മുനിസിപ്പൽ വാല്യൂ 1 lakh ആണ്. മുനിസിപ്പൽ വാല്യൂ MR വാല്യൂ 1 lakh ആണ്. ഓക്കെ, ദെൻ FRV 1,10,000 ആണ്.
FRV 1,10,000 ആണ്. Then standard rent SRV 90,000 ആണ്. 90,000 ആണ്. സോ ഇത്രയും വാല്യൂ വെച്ച് നമ്മൾ എങ്ങനെയാണ് GAV കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് GAV കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്. MRV or FRV whichever is higher. MRVനെയും FRVനെയും കമ്പയർ ചെയ്യുക. ഹയർ എടുക്കുക. ഹയർ ആരാടാ? 110 ആണ്. 1,10,000 ആണ്. ഓർ SRV, അതിന് SRVയുമായിട്ട് കമ്പയർ ചെയ്യുക. SRV whichever is less. whichever is less എന്ന് പറയുമ്പോൾ 90,000 അതാണ് ലെസ്. സോ വേർ ERV is equal to 90,000. ആക്ച്വൽ റെന്റ് വിൽ ബി, ആക്ച്വൽ റെന്റ് എത്രയാടാ വരുന്നത്? ദാറ്റ് ഈസ് 1,20,000. ഇതിലേതാണോ വലുത്? whichever is higher ആണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ? whichever is higher എത്രയാടാ വരിക? 1,20,000 തന്നെയാണ് വരിക. 1,20,000 ആണ് വരിക. സോ വേർ GAV is equal to 1,20,000. നമുക്ക് ഇവിടെ തന്നെ ഏതാത് GAV ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേഷൻ ആണ്. ഹൗസ് പ്രോപ്പർട്ടി GAV is equal to 1,20,000. സോ നമ്മൾ ആ ഒരു വാല്യൂ വെച്ചുകൊണ്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളത് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വാല്യൂ നിങ്ങൾ ആൻസർ വർക്ക് ബുക്കിനകത്തേക്ക് എഴുതി വെച്ചിട്ട് അത് പരസ്പരം കമ്പയർ ചെയ്തിട്ട് GAV കണ്ടുപിടിച്ചാൽ മതി. സോ നമുക്കിവിടെ മുനിസിപ്പൽ ടാക്സ് പറഞ്ഞിട്ടുണ്ട് 10% ആണ്. പലപ്പോഴും ഇങ്ങനെ തരാറുണ്ട്, 10% മാത്രം പറയും. എന്തിൻ്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യും? മുനിസിപ്പൽ ടാക്സ് എന്തിൻ്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക? മുനിസിപ്പൽ ടാക്സ് എന്തിൻ്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മുനിസിപ്പൽ ടാക്സ് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് MRVൻ്റെ മുകളിലാണ്. മുനിസിപ്പൽ റെൻ്റൽ വാല്യൂവിൻ്റെ മുകളിലാണ്. മുനിസിപ്പൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് MRV കണക്കാക്കുന്നത്. MRV. സോ MRVൻ്റെ മുകളിൽ ഷുവർ കഴിഞ്ഞ പോലത്തെ 10 മാർക്കിൻ്റെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യും കേട്ടോ, തീർച്ചയായിട്ടും ചെയ്യും. ഇതിനകത്ത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അതായത് പ്രീവിയസ് ഇയർ ചോദിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത്. MRVൻ്റെ 10% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് 1,00,000 10% എത്രയാടാ? 10,000 ആണ്, 10,000 ആണ്. അപ്പം നമ്മൾ MRV മുനിസിപ്പൽ ടാക്സ് ഇവിടുന്ന് കുറയ്ക്കാം. മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കാം, 10,000 രൂപ കുറയ്ക്കാൻ വേണ്ടി പോവാണ്. സോ വി ഗോട്ട് 1,10,000. സോ മുനിസിപ്പൽ ടാക്സ് നമ്മൾ കുറച്ചു. സ്റ്റാൻഡേർഡ് റെന്റ് ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ നോക്കുക, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടോ നോക്കുക. ഇവിടെ ഇൻട്രസ്റ്റ് തന്നിട്ടില്ല. സോ മുനിസിപ്പൽ ടാക്സ് കുറച്ചു. അടുത്ത് നമ്മൾ കുറയ്ക്കേണ്ടതായിട്ട് എന്താണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ദാറ്റ് ഈസ് 30% ഓഫ് 1,10,000 അല്ലേ? 1,10,000ൻ്റെ 30% കുറയ്ക്കാം. ദാറ്റ് ഈസ് 33,000 രൂപ. 1,10,000ൻ്റെ 30% 33,000 അല്ലടാ വരിക, കറക്റ്റ് അല്ലേ? 33,000 രൂപയല്ലേ വരിക 30%. സോ 1,10,000-ത്തിനകത്തുനിന്ന് 1,10,000-ത്തിനകത്തുനിന്ന് മൈനസ് 33,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 77,000. സോ ഹൗസ് പ്രോപ്പർട്ടിയുടെ വാല്യൂ 77,000 ആണ് വരുന്നത്. നമ്മൾ ഹൗസ് പ്രോപ്പർട്ടിയുടെ GAV കാൽക്കുലേറ്റ് ചെയ്തു, മുനിസിപ്പൽ ടാക്സ് കുറച്ചു, ഇൻട്രസ്റ്റും മൈനസ് ചെയ്തു അല്ലേ? ഇൻട്രസ്റ്റും മൈനസ് ചെയ്തു. വി ഗോട്ട് 77,000 റുപ്പീസ്. നൗ നമുക്ക് അടുത്ത ഹെഡ് നോക്കാം. ഇനി മറ്റെന്തെങ്കിലും ഹെഡ് തന്നിട്ട് നോക്കാം. ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ടോ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടോ നോക്കുക. ഒരു ഹെഡും വന്നിട്ടില്ല, കാരണം നമ്മൾ 2 ഹെഡും വർക്കൗട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ നമുക്കിതിൻ്റെ ടോട്ടൽ അടുത്ത കോളത്തിലേക്ക് എഴുതാം. ടോട്ടൽ വിൽ ബി ദ GTI, ഗ്രോസ് ടോട്ടൽ ഇൻകം. എത്രയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം നോക്കാം. 5,59,140 പ്ലസ് 77,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 6,36,140. ഓക്കെ, 6,36,140 ആണ് നമ്മുടെ GTI. ഈ GTI കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എന്താണ്? അഗ്രഗേഷനും ക്ലബിംഗ് ഒക്കെയാണ്, ഇവിടെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ അടുത്ത സ്റ്റെപ്പ് വരുന്നത് എന്താണ്? ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C2
ATU. So in case നിങ്ങൾ essay problem ചെയ്യുമ്പോൾ ഓരോന്നിൻ്റെയും സെക്ഷൻ മറന്നു പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹെഡിങ് ആയിട്ട് സെക്ഷൻ 80C to ATU എന്ന് എഴുതിയിട്ട് 1 by 1 ആയിട്ട് എഴുതി പോയാൽ മതി കേട്ടോ. ഇൻ കേസ് ഹെഡിങ് മറന്നു പോവുകയാണെങ്കിൽ, ആ സെക്ഷൻസ് മറന്നു പോവുകയാണെങ്കിൽ. അപ്പം നമുക്കിവിടെ എന്തെല്ലാം കുറയ്ക്കാണ്ട് നോക്കിക്കോളൂ. കോൺട്രിബ്യൂഷൻ ടു RPF ഉണ്ട്. ഇത് പലപ്പോഴും നമ്മളോട് വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. കോൺട്രിബ്യൂഷൻ ടു RPF എംപ്ലോയർ ആൻഡ് എംപ്ലോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് കുറയ്ക്കണം. എംപ്ലോയി എന്ത് ചെയ്തിട്ടുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് 14%. ATC പ്രകാരം കുറയ്ക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എമൗണ്ട് ആണെന്ത്, കോൺട്രിബ്യൂഷൻ ടു RPF ATC. അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി മറ്റെന്തെങ്കിലും കുറയ്ക്കാണ്ട് നോക്കാം. ഹി പെയ്ഡ് ₹20,000 ഇൻഷുറൻസ് പ്രീമിയം. ATC പ്രകാരം ഇത് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇൻഷുറൻസ് പ്രീമിയം ATC പ്രകാരം കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഡൊണേറ്റ് 20,000 ടു ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട്. 80G പ്രകാരം കുറയ്ക്കാൻ വേണ്ടി പറ്റും. കംപ്ലീറ്റ് എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഹി ഓൾസോ പെയ്ഡ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം കുറയ്ക്കാൻ വേണ്ടി പറ്റും. 22,000 ആണുള്ളത്. ദിസ് ഇസ് 80D. 25,000 വരെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. സോ എല്ലാ ഡിഡക്ഷൻസും നമ്മൾ എടുത്തു കഴിഞ്ഞു. RPF ഉണ്ട്, ഇൻഷുറൻസ് പ്രീമിയം ഉണ്ട്. ഇപ്പം നമ്മളോട് എപ്പോഴും വിട്ടുപോകുന്ന ഒരു ഐറ്റം, സാലറി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എങ്കിൽ RPFിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ATCയിൽ കുറയ്ക്കാൻ വിട്ടുപോകരുത്. RPFിലേക്കുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ, എംപ്ലോയിൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്കിവിടെ കുറയ്ക്കാമല്ലോ. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനാണ് നമ്മൾ മുകളിൽ കുറച്ചത്. എംപ്ലോയിൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് ആദ്യം കുറയ്ക്കാം. സോ സെക്ഷൻ 80C ATCയിൽ 2 ഐറ്റം വരുന്നുണ്ട്, RPFും വരുന്നുണ്ട്, ഇൻഷുറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ RPF കാൽക്കുലേറ്റ് ചെയ്യാണ്. സാലറി എടുക്കുക 3 ലക്ഷം പ്ലസ് 60,000, 360,000 നമ്മൾ എടുത്തിട്ടുള്ളൂ. 3 ലക്ഷവും DAൻ്റെ പകുതി എടുക്കാൻ പാടുള്ളൂ. സോ അതിൻ്റെ 14% കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 50,400. RPF എന്ന് ഞാനിവിടെ നോട്ട് ചെയ്യാണ്. RPF പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ദെൻ അടുത്തത് ATC ഒന്നുകൂടി ഉണ്ട് അല്ലേ, ദാറ്റ് ഈസ് ഇൻഷുറൻസ് പ്രീമിയം. ഇൻഷുറൻസ് പ്രീമിയം എത്രയാണ് വരുന്നത്, 20,000 rupees. ഓക്കെ. സോ ATC പ്രകാരം നമുക്ക് 2 ഐറ്റങ്ങൾ അവിടെ കുറയ്ക്കാനുണ്ടായിരുന്നു. RPFിലേക്കുള്ള കോൺട്രിബ്യൂഷനും അതേപോലെ ഇൻഷുറൻസ് പ്രീമിയവും. നെക്സ്റ്റ് വൺ, ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് 80G പ്രകാരം ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടും ഉണ്ട്. ഒറ്റ ഡൊണേഷൻ മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് 20,000. ഓക്കെ. ദെൻ 80D പ്രകാരം നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം വരുന്നുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം 22,000. ഓക്കെ. സോ ടോട്ടൽ ഡിഡക്ഷൻ വിൽ ബി 50,400 പ്ലസ് 20,000 പ്ലസ് again 20,000 plus 22,000. That is equal to 1,12,400. So final answer will be 61,40 minus 2400. That is equal to 5,23,740. This is total income. ഓക്കെ. സോ ടോട്ടൽ ഇൻകം കാൽക്കുലേഷനകത്ത് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ, 5 ഹെഡ്സ് ഓഫ് ഇൻകം ചെക്ക് ചെയ്ത് നോക്കണം. സാലറി കാൽക്കുലേഷനും ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേഷനും ഒന്ന് നോക്കി വെക്കുക. അവിടെയാണ് നമുക്ക് എപ്പോഴും SAസിനകത്ത് ചോദിക്കാറുള്ളത്, ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറുള്ളത്. ATC to ATU നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ആ ക്ലാസ് ഒന്ന് നോക്കുക. നിങ്ങളുടെ നോട്ട്, ഈ നോട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ നോട്ട് ഈ PDF ഞാൻ സെൻഡ് ചെയ്തിരുന്നുണ്ട്. ഓക്കെ, അതിനകത്തേക്ക് സെൻഡ് ചെയ്തിരുന്നുണ്ട്. ദെൻ നമ്മൾ ടാക്സിൻ്റെ സ്ലാബ് കൂടെ പറയുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരുന്ന കുറച്ച് തിയറി ഉണ്ട്. ആ തിയറി പറയാം. അതിനുശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. സോ ടാക്സ് സ്ലാബ്, 2 ടാക്സ് സ്ലാബ് നിങ്ങൾ പഠിച്ചു വെക്കണം. ദർ ആർ 2 സ്ലാബ്സ്. ഒന്ന് സെക്ഷൻ 115 പ്രകാരം BAC പ്രകാരം ഒരു പുതിയ ടാക്സ് സ്ലാബ് ഉണ്ട്, ന്യൂ റെജീം എന്ന് പറയും. ദെൻ തൊട്ടിപ്പുറത്ത് നമ്മുടെ ഓൾഡ് ടാക്സ് സ്ലാബ് വരുന്നുണ്ട്.
ഇപ്പോൾ ഓൾഡ് ടാക്സ് സ്ലാബ് ആദ്യം നോക്കാം, അതിനുശേഷം ന്യൂ ടാക്സ് സ്ലാബിലേക്ക് പോവാം. ഇതിനകത്ത് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഒന്ന് പറയണടാ. GST ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏരിയ പറയടാ. ഈ GST ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏരിയ പറയൂ കേട്ടോ. ഓക്കെ, തീർച്ചയായിട്ടും GST ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ പറയും. സോ ടാക്സ് സ്ലാബ് നോക്കാം. ഇത് SC ആയിട്ട് വരുന്നതാണ്. ടാക്സ് കാൽക്കുലേഷൻ വളരെ റെയർ ആയിട്ടേ ചോദിക്കാറുള്ളൂ. ബട്ട് നമ്മൾ ആ ഇത് പഠിച്ചു വെക്കണം, സ്ലാബ് ഒന്ന് പഠിച്ചു വെക്കണം. ടാക്സ് സ്ലാബ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഓൾഡ് സ്ലാബ് ഒന്ന് പറയാം. ഇവിടെ ഓൾഡ് സ്ലാബിനകത്ത് 60 years വരെ ഒരു സ്ലാബാണ്, ആൻഡ് 60 to 80 മറ്റൊരു സ്ലാബാണ്, 80 and above 80 മുകളിൽ സൂപ്പർ സീനിയർക്ക് വേറൊരു സ്ലാബാണ്. സോ ഞാൻ ടോട്ടലായിട്ട് ഇവിടെ നിന്ന് വാല്യൂ ക്ലിയർ അല്ലാത്തത് കൊണ്ട്, ക്ലിയർ അല്ല എങ്കിൽ ഞാൻ ഇപ്പുറത്തെ ഭാഗത്തേക്ക് എഴുതാം. ഓൾഡ് സ്ലാബ് പറയാം. അപ് ടു up to 2,50,000, 2,50,000 വരെ നില്ലാണ്, ടാക്സ് വേണ്ട. ഇന്ത്യയിൽ ഒരു ഇൻഡിവിജ്വൽ 2.5 ലക്ഷം രൂപ വരെ വരുമാനം ഉണ്ടാക്കിയാൽ അതിന് നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല. പ്രീവിയസ് ഇയർ നമ്മുടെ ടോട്ടൽ ഇൻകം 2.5 ലക്ഷം ആണെങ്കിൽ നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല. എന്നാൽ 2.5 മുതൽ 2.5 lakh to 5 lakh വരെയാണ് നമ്മുടെ വരുമാനമെങ്കിൽ, 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയാണ്, അതിൻ്റെ ഇടയിലാണ് നമ്മുടെ വരുമാനമെങ്കിൽ നമ്മൾ 5% ടാക്സ് അടയ്ക്കണം. ഇവിടെ സീനിയർ സിറ്റിസന്റെ കേസിൽ ഒറ്റ ചേഞ്ച് വരുത്തിയാൽ മതി, അപ് ടു 3 lakh ഇല്ലായിരിക്കും. 2.5 ലക്ഷം വരെ ടാക്സ് വേണ്ട നോർമൽ കേസിൽ, 60 വയസ്സ് താഴെയുള്ള ആളുകൾക്ക്. 60 വയസ്സിന് മുകളിലോട്ട് പോകുമ്പോൾ 3 lakh വരെ നില്ലാണ്, 3 ലക്ഷം രൂപ വരെ നില്ലാണ്. അതിന് മുകളിലോട്ട് എന്ത് ചെയ്താൽ മതി, 5% ടാക്സ് അടച്ചാൽ മതി. ഇനി 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ, 5 lakh to 10 lakh, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ നമ്മുടെ ടാക്സ് വരുന്നത് 20% ആണ്, 20% ടാക്സ് വരുന്നത്. ദെൻ എബവ് 10 lakh 30% ആണ് ടാക്സ് വരുന്നത്. ഇതാണ് നോർമൽ ടാക്സ് സ്ലാബ്. 2.5 to 5 വരെ 5%, 5 to 10 lakh 20%, എബവ് 10 lakh 30%. ഇതാണ് നോർമൽ ടാക്സ് സ്ലാബ്. ഇത് 60 to 80 പോകുമ്പോൾ 3 ലക്ഷം വരെ നില്ലായിട്ട് മാറും. 3 മുതൽ 5 വരെ 5%, 5 to 10 ലക്ഷം വരെ 20%, 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 30%. നോർമൽ കേസിൽ നിങ്ങൾക്ക് ടാക്സ് കാൽക്കുലേഷൻ ഇതേ വരാറുള്ളൂ. ഈ ഒരു സ്ലാബ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഈ സ്ലാബ് ഓർത്ത് വെക്കാം. ഇനി 115 BAC പ്രകാരം, പുതിയ ടാക്സ് റെജീം പ്രകാരം അപ് ടു 3 lakh വരെ നില്ലാണ്, അപ് ടു 3 lakh വരെ നില്ലാണ്. ഓക്കെ, 3 ലക്ഷം വരെ ടാക്സ് വേണ്ട ആവശ്യമില്ല. 3 ലക്ഷം വരെ ടാക്സ് വേണ്ട. 3 to 5 വരെ, 3 lakh to 5 lakh ഇറ്റ് ബിക്കം 5%. 5% ടാക്സ് വരുന്നുണ്ട്. ബട്ട് അവിടെ നമുക്ക് ടാക്സ് റിബേറ്റ് വരും. ഞാനത് പറഞ്ഞുതരാം എങ്ങനെയാണ് റിബേറ്റ് വരുന്നത് എന്നുള്ളത്. ദെൻ 3 to 6 ആണ്, 3 to 6 ലക്ഷം വരെയാണ് കേട്ടോ. 3 to 6 ലക്ഷം വരെ എന്താണ്, 5% ആണ് ടാക്സ് വരുന്നത്. ദെൻ 6 to 9 lakh, 6 lakh to 9 lakh നമുക്ക് ടാക്സ് വരുന്നത് 10% ആണ്, 10% ആണ്. 6 ലക്ഷം മുതൽ 9 ലക്ഷം വരെ നമുക്ക് 10% ആണ് ടാക്സ് റേറ്റ് വരുന്നത്. ദെൻ 9 to 12 lakh, 9 മുതൽ 12 ലക്ഷം വരെ 15% ടാക്സ് വരുന്നത്. 9 to 12 15% ടാക്സ് വരുന്നത്. 12 to 15 20%, എബവ് 15 lakh 30% വരുന്നത്. സോ 115 BAC പ്രകാരം ന്യൂ റെജീം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അപ് ടു 3 lakh നില്ലാണ്, 3 to 6 lakh 5 ആണ്, 6 to 9 lakh 10 ആണ്,
9 to 12 15 ആണ്, 12 to 15 20 ആണ്, എബവ് 15 ലാക്ക് 30 ആണ്. ഇത് നിങ്ങളുടെ പുതിയ സിലബസിൽ വന്നിട്ടുണ്ട്. പക്ഷേ മേ ബി നിങ്ങൾ ഒരു 2019 ഓൺവേർഡ്സ് വന്നിട്ടുള്ള സിലബസ് ആണ്. പ്രീവിയസ് ഇയർ പരിഗണിക്കുകയാണെങ്കിൽ ഇത് വെച്ച് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത കുറവാണെങ്കിലും ജസ്റ്റ് നോക്കി വെച്ചേക്കാം. ഈ ഒരു 115 BACയിലേക്ക് മാറുമ്പോൾ 1-2 കാര്യങ്ങളുണ്ട്. നമുക്ക് 80C to 80U ഡിഡക്ഷൻസ് ഒന്നും അലൗഡ് അല്ല കേട്ടോ. 80C to 80U ഡിഡക്ഷൻസ് അലൗഡ് അല്ല. നേരിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ടോട്ടൽ ഇൻകത്തിന്റെ മുകളിൽ GTIന്റെ മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു ഡിഡക്ഷൻസും കുറയ്ക്കാൻ പറ്റില്ല 80C to 80U. അതിൽ 80CCC പ്രകാരമുള്ള ഗവൺമെന്റിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെ പെൻഷൻ സ്കീമിലേക്കുള്ള കോൺട്രിബ്യൂഷൻ മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. മറ്റ് ഡിഡക്ഷൻസ് ഒന്നും അലൗഡ് അല്ല, കുറയ്ക്കാൻ പറ്റില്ല. ഏത് പുതിയ സ്ലാബ് പ്രകാരം, പുതിയ റെജീം പ്രകാരം. ബട്ട് ഇവിടെ നമുക്ക് 7 ലാക്ക് വരെ, 7 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ആളുകൾക്ക്, 7 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ആളുകൾക്ക് ഇവിടെ റിബേറ്റ് അലൗഡ് ആണ്. നമുക്ക് റിബേറ്റ് കിട്ടും. സെക്ഷൻ 87A പ്രകാരം നമുക്ക് റിബേറ്റ് കിട്ടും 7 ലാക്ക് വരെ. 7 ലാക്ക് വരെ നമ്മൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ അടയ്ക്കാനുള്ള ടാക്സ് കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. അടയ്ക്കാനുള്ള ടാക്സ് നമുക്ക് കംപ്ലീറ്റ് മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല 7 ലാക്ക് വരെ ന്യൂ റെജീം പ്രകാരം. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, റിട്ടേൺ ഫയൽ ചെയ്യണം കേട്ടോ. റിട്ടേൺ ഫയൽ ചെയ്യണം. 3 ലാക്കിന് മുകളിൽ ഇൻകം ഉള്ള എല്ലാ ആളുകളും എന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം. റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. 87A പ്രകാരം റിബേറ്റ് ഓൺ ടാക്സ് വരുന്നുണ്ട്. ദാറ്റ് റിബേറ്റ് വിൽ ബി അപ് ടു 7 ലാക്ക് അണ്ടർ ന്യൂ റെജീം. ഓൾഡ് റെജീം പ്രകാരം അത് 5 ലാക്ക് വരെ മാത്രമേ ഉള്ളൂ. അതായത് 12,500 രൂപ വരെ മാത്രമേ ഓൾഡ് റെജീം പ്രകാരം ഉള്ളൂ, പഴയ റെജീം ആണെങ്കിൽ. ഓക്കെ, ഇപ്പോൾ ഒരു 7 ലാക്ക് ഒക്കെ വരുമാനമുള്ള ആൾക്ക് എപ്പോഴും നല്ലത് പുതിയ റെജീമിലേക്ക് പോകുന്നതാണ്. ഈ റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A 2 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A 2 മാർക്കിന് ചോദിക്കാറുണ്ട്. സോ ഓൾഡ് റെജീം പ്രകാരം 5 ലാക്ക് വരെയാണ്, ന്യൂ റെജീം പ്രകാരം അത് 7 ലാക്ക് വരെ ടാക്സ് പേയബിൾ റിബേറ്റ് കിട്ടും. ടാക്സ് പേയബിൾ എത്രയാണോ അത് കംപ്ലീറ്റ് റിബേറ്റ് കിട്ടും. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, ചോദിക്കാറുണ്ട്. നമ്മളിവിടെ ടാക്സ് കണ്ടുപിടിച്ചാൽ, ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ചാൽ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ടോട്ടൽ ടാക്സ് പേയബിൾ എത്രയാണോ, ടാക്സ് പേയബിൾ എത്രയാണോ അതിൻ്റെ 4% ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കൊടുക്കേണ്ടത്. 4% ടാക്സ് പേയബിളിൻ്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം ഞാനൊരു ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ദെൻ സർചാർജ് വരുന്നുണ്ട്. സർചാർജ് എന്ന് പറഞ്ഞാൽ 50 ലാക്ക് വരെ സർചാർജ് നില്ലാണ്. ഈ റേറ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ, സർചാർജ് നില്ലാണ്. ദെൻ 50 to 1 crore, 5 മുതൽ 1 കോടി വരെ വരുമാനമുള്ള ആളുകൾക്ക് 10% ആണ്. ഈ 10% എന്ന് പറഞ്ഞാൽ ഇൻകത്തിൻ്റെ മുകളല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ടാക്സ് പേയബിൾ ഇൻക്ലൂഡിങ് സെസ് ഇല്ലേ, അതിൻ്റെ മുകളാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അതിൻ്റെ മുകളാണ് ഈ 10% സർചാർജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ 1 crore to 2 crore വരെ 15%, 2 കോടി മുതൽ 5 കോടി വരെ 25%, എബവ് 5 crore 37% ആണ്. ഇപ്പോൾ അതെന്തായിട്ടുണ്ട്, 25ലേക്ക് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും പുതിയ സ്ലാബ് പ്രകാരം. ഓക്കെ, ഇപ്പോൾ സർചാർജ് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ അടയ്ക്കണം. ഓക്കെ, സോ ഇൻകം ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുണ്ട്. ഞാൻ അതിനു മുമ്പ് നമ്മുടെ ഈ ഏരിയയിലെ മൊത്തം തിയറിയും പറയാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ എക്സാമിനേഷന് ഉറപ്പായിട്ടും ചോദിക്കുന്ന തിയറി മാത്രമാണ്. ആ തിയറി പറഞ്ഞതിന് ശേഷം നമുക്ക് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഒന്നുകൂടെ ചെയ്യും. തീർച്ചയായിട്ടും പ്രോബ്ലം ചെയ്യണം. പ്രോബ്ലം ഒന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യും. ബാക്കി നിങ്ങൾക്ക് പ്രീവിയസ് ഇയർത്തെ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, എല്ലാം പറഞ്ഞു തരും. എങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞു തരും. കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടൈം പോവും. അപ്പം നമ്മളെല്ലാം പറഞ്ഞു തരും എങ്ങനെയാണ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ടത്. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ വർക്കൗട്ട് ചെയ്യണം ഞാൻ പറഞ്ഞുതരും. എങ്ങനെ വർക്കൗട്ട് ചെയ്യണം ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ച അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കത് വർക്കൗട്ട് ചെയ്യാം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, 3 ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻസ് ഇപ്പത്തിന്. സോ ഇവിടുന്ന് വരുന്ന തിയറിയാണ് പറയാൻ പോകുന്നത്. തിയറി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, നിങ്ങൾ പഠിക്കേണ്ട ഏരിയ ആണ്. ഏതൊക്കെ പഠിക്കണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചോളൂ. ഒന്ന്, ഇൻകം ടാക്സ് അതോറിറ്റീസ് പഠിച്ചു വെക്കണം. 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നെയിം എനി 5 ഇൻകം ടാക്സ് അതോറിറ്റി ചോദിച്ചിട്ടുണ്ട്. ചില ഇൻകം ടാക്സ് അതോറിറ്റിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഏതോ ഒരു വർഷം എസ്സേ കണ്ടിട്ടുണ്ട് ഇൻകം ടാക്സ് അതോറിറ്റി. സോ ഇൻകം ടാക്സ് അതോറിറ്റീസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടാണെന്ത്, CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സേഷൻ.
Central Board of Direct Taxes. This is the apex authority of direct taxes. അപ്പെക്സ് അതോറിറ്റിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാപനമാണ് ഡയറക്റ്റ് ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോം ചെയ്യുന്നത് CBDT ആണ്. ചെയർമാൻ ഉണ്ടാവും, CBDT ആണ്. 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. റെഗുലറായിട്ട് എക്സാമിന് കാണുന്നതാണ് CBDT. ഫുൾ ഫോം ഓർത്ത് വെക്കുക. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്. ഇറ്റ് ഈസ് ദ അപ്പെക്സ് അതോറിറ്റി ഓഫ് ഡയറക്റ്റ് ടാക്സ് ഇൻ ഇന്ത്യ. ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ പേരാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ്. ഈ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്ന ആളുകൾ നമുക്ക് ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് എന്നും പറയാം. ഓക്കെ, രണ്ടും ഒരു ആൾ തന്നെയാണ്. ഡയറക്ടർ ജനറൽ അല്ലെങ്കിൽ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് അത് നമുക്ക് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് എന്നും വിളിക്കാം. ഓക്കെ, ഇത് ഓരോ ജൂറിസ്ഡിക്ഷൻ താഴേക്ക് വരുന്നതാണ്. ഇവിടെ അഡീഷണൽ ഡയറക്ടർ വരും, അഡീഷണൽ ഡയറക്ടേഴ്സ്. അഡീഷണൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് നമുക്ക് എന്തും വിളിക്കാൻ വേണമെങ്കിൽ അഡീഷണൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് എന്ന് വിളിക്കാം. ഓക്കെ, ജോയിൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. അവിടെ ഏരിയ കൂടുന്ന സമയത്ത്, ഇൻകം ടാക്സ് ആളുകളുടെ എണ്ണം കൂടുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, ജോയിൻറ്റ് ഡയറക്ടേഴ്സിനെ കൂടെ ആഡ് ഓൺ ചെയ്യപ്പെടും. ജോയിൻറ്റ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് എന്നും അറിയപ്പെടാറുണ്ട്. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ്, അവിടെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് എന്നും അറിയപ്പെടാറുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ്, ദിസ് ഈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് എന്ന് അറിയപ്പെടാറുണ്ട്. ഓക്കെ, അസിസ്റ്റന്റ് കമ്മീഷണർ എന്നും വിളിക്കാറുണ്ട്. ദെൻ ഇൻകം ടാക്സ് ഓഫീസേഴ്സിൽ, അപ്പോൾ നമുക്ക് ഈ PG ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതി കയറാൻ പറ്റിയ പോസ്റ്റാണ് ഇൻകം ടാക്സ് ഓഫീസർ എന്ന് പറയുന്നത്. നമുക്ക് അല്ലെ ഓരോ ഏരിയയിലും ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ഉണ്ടാവും. ആൻഡ് ടാക്സ് റിക്കവറി ഓഫീസേഴ്സ്, അവരുടെ അണ്ടറിൽ ടാക്സ് റിക്കവറി ഓഫീസേഴ്സ് ഉണ്ടാവും. ഇവിടെ ഒറ്റ കാര്യം ശ്രദ്ധിക്കണേ, അസിസ്റ്റന്റ് ഡയറക്ടർ വരെ നമുക്ക് എന്തുണ്ട്, ഇവരൊക്കെ എന്ത് വിളിക്കാം, കമ്മീഷണർ എന്ന് വിളിക്കാം കേട്ടോ. അസിസ്റ്റന്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ, ജോയിന്റ് കമ്മീഷണർ, അഡീഷണൽ കമ്മീഷണർ എന്നും വിളിക്കാം. ഓക്കെ, ഇൻകം ടാക്സ് ഓഫീസേഴ്സ്, ടാക്സ് റിക്കവറി ഓഫീസേഴ്സ്, ആൻഡ് ഫൈനലി ദ ഇൻസ്പെക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സ്. പുതിയ സെർച്ച് ആൻഡ് സീഷനിലൊക്കെ വരെ ഇൻസ്പെക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സ് ആണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, ഇൻസ്പെക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സ്, ഇതാണ് അതോറിറ്റി. ഈ അതോറിറ്റീസിൻ്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഇവരുടെ റൈറ്റ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പവേഴ്സ് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. എസ് എ, ലോങ് എസ് എ കണ്ടിട്ടുണ്ട്, ഷോർട്ടസ്റ്റ് ആയിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. പവേഴ്സ് ഓർ ഓഫ് ദ ഇൻകം ടാക്സ് അതോറിറ്റി. ഇതിപ്പോൾ ഏത് കമ്മീഷണർ ആണെങ്കിലും സെയിം പവേഴ്സ് ഒക്കെയാണ് എല്ലാ ആളുകൾക്കും ഉള്ളത്. പക്ഷെ അവരുടെ ജൂറിസ്ഡിക്ഷൻ മാറുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലേക്ക് ആ ഒരു പവർ ഉണ്ടെങ്കിൽ താഴേക്ക് വരുന്തോറും അവരുടെ ഏരിയയിലേക്ക് മാത്രം എന്ത് ചെയ്യും, ആ പവർ ചുരുങ്ങുന്നേ ഉള്ളൂ. മെജോറിറ്റി എല്ലാം സെയിം ആയിട്ടുള്ള ഒരേപോലെയുള്ള പവേഴ്സ് ആണ്. അതുകൊണ്ട് ഞാൻ ആ പോയിന്റുകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് അതോറിറ്റിയുടെ പവർ വെച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇതിൽ CBDT മാത്രം എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചേക്കുക. ഹയസ്റ്റ് അതോറിറ്റി അല്ലെങ്കിൽ അപ്പെക്സ് അതോറിറ്റി ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, ഇറ്റ് മേക്സ് റൂൾസ് ആൻഡ് ഇഷ്യൂസ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡയറക്ഷൻസ് ടു അതർ ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് 2 മാർക്കും ചോദിക്കാറുണ്ട്. ഇനി പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയോളൂ. പവർ റിഗാർഡിംഗ് ഡിസ്കവറി പ്രൊഡക്ഷൻ ഓഫ് എവിഡൻസ്, സെക്ഷൻ 131. ഇൻകം ടാക്സ് അതോറിറ്റിക്കുള്ള പ്രധാനപ്പെട്ട പവറാണ് പവർ റിഗാർഡിംഗ് ഡിസ്കവറി പ്രൊഡക്ഷൻ ഓഫ് എവിഡൻസ്. എവിടെ കയറി സെർച്ച് ചെയ്തിട്ട് ഡോക്യുമെൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, അവകാശം ആർക്കുണ്ട്, ഇൻകം ടാക്സ് അതോറിറ്റിക്ക് ഉണ്ട്. ദെൻ പവർ ഓഫ് സെർച്ച് ആൻഡ് സീഷർ, ഇന്ത്യക്കകത്തുള്ള നമ്മുടെ ജൂറിസ്ഡിക്ഷനകത്തുള്ള ബിൽഡിങ്സ്, വെസൽസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, വാഹനങ്ങളൊക്കെ പരിശോധിക്കാനും അവിടെ കണ്ടെത്തുന്ന വസ്തുക്കൾ സീസ് ചെയ്യാനും പിടിച്ചെടുക്കാനുള്ള റൈറ്റ് ഇൻകം ടാക്സ് അതോറിറ്റിക്ക് ഉണ്ട്. പവർ ടു റിക്വസിഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, സോ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫേം അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണറുടെ കയ്യിൽ നിന്ന് അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വാങ്ങിക്കാനുള്ള റൈറ്റ്, അത് കൊണ്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, ഇൻകം ടാക്സ് അതോറിറ്റിക്ക് ഉണ്ട്. പവർ ടു കോൾ ഫോർ ഇൻഫോർമേഷൻസ്, സോ ഒരു ഇൻഡിവിജ്വലിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു പേഴ്സണിൻ്റെ കയ്യിൽ നിന്ന്, അത് കമ്പനി ആവാം, ഇൻഡിവിജ്വൽ ആവാം, ലോക്കൽ അതോറിറ്റി ആവാം, അവരുടെ കയ്യിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള, കോൾ ഫോർ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫിനാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻഫോർമേഷൻസിന് കോൾ ഫോർ ചെയ്യാനുള്ള റൈറ്റ് ഇൻകം ടാക്സ് അതോറിറ്റിക്ക് ഉണ്ട്. നമ്മളത് പ്രസൻറ്റ് ചെയ്യണം. ദെൻ പവർ ഓഫ് സർവേ ഉണ്ട്, സർവേ കണ്ടക്ട് ചെയ്യാനുള്ള പവർ ഉണ്ട്. ഈ സർവേ കണ്ടക്ട് ചെയ്യുന്നത് എന്തിനാണ് ചോദിച്ചാൽ പുതിയ ഇൻകം ടാക്സ് പേയേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. പുതിയ ആളുകളെ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് അതിനുവേണ്ടിക്കൊണ്ട് സർവേസ് കണ്ടക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇൻകം ടാക്സ് അതോറിറ്റിക്ക് ഉണ്ട്. പവർ ടു കളക്ട് സർട്ടൻ ഇൻഫർമേഷൻസ്, വളരെ വാല്യുബിൾ ആയിട്ടുള്ള വാട്ട് എവർ ഇറ്റ് ഈസ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇൻകം ടാക്സ് അതോറിറ്റിക്ക് ഉണ്ട്. ഇത് ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിൽ നിന്നും അതേപോലെ മറ്റ് അതോറിറ്റീസിൻ്റെ കയ്യിൽ നിന്നും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്
ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാറുണ്ട്. മറ്റ് അതോറിറ്റീസിൻ്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യാം. അപ്പോൾ ബാങ്ക് പോലുള്ള മറ്റ് പല അതോറിറ്റീസിൽ നിന്നും ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാറുണ്ട്. പവർ ടു ഇൻസ്പെക്ട് രജിസ്റ്റേഴ്സ് ഓഫ് കമ്പനീസ്, കമ്പനിയുടെ എല്ലാ രജിസ്റ്റേഴ്സും ചെക്ക് ചെയ്യാനുള്ള റൈറ്റ് പവർ ഇൻകം ടാക്സ് അതോറിറ്റിക്ക് ഉണ്ട്. ടു അപ്രൂവ് ഹോൾഡിങ്സ് ഓഫ് റീഫണ്ട് ഓഫ് ഇൻ സർട്ടൻ കേസസ്, അപ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് റീഫണ്ട് അപ്രൂവ് ചെയ്യാനുള്ള റൈറ്റ് ഇൻകം ടാക്സ് അതോറിറ്റിക്ക് ഉണ്ട്. ഇപ്പം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഏതെങ്കിലും തരത്തിൽ ഹോൾഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഇൻകം നമുക്ക് തിരിച്ചു കിട്ടാനുള്ള റീഫണ്ട് ഹോൾഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊട്ട് മുകളിലുള്ള അതോറിറ്റിയിൽ എന്ത് ചെയ്യാം, അത് കംപ്ലയിൻറ്റ് ചെയ്യാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ അത് ആ ഹോൾഡിംഗ് തിരിച്ചു കൊടുക്കാനുള്ള അപ്രൂവൽ അവർ തരും. ഓക്കെ. ദെൻ ടു റിവൈസ് എനി ഓർഡർ പാസ്ഡ് ബൈ ദ അസസിംഗ് ഓഫീസർ, നമ്മുടെ അസസിംഗ് ഓഫീസർ നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ ചെക്ക് ചെയ്യുന്ന അസസിംഗ് ഓഫീസർ പാസ് ചെയ്യുന്ന എന്തെങ്കിലും ഓർഡർ അത് റിവൈസ് ചെയ്യാനുള്ള റൈറ്റ് അതോറിറ്റിക്ക് ഉണ്ട്. തൊട്ട് മുകളിലുള്ള ആൾക്ക് ഉണ്ടാവും, കമ്മീഷണർമാർക്ക് ആ റൈറ്റ് ഉണ്ടാവും. ഓക്കെ. നമ്മൾ തന്നെ അങ്ങോട്ട് കംപ്ലയിൻറ്റ് ചെയ്താൽ അത് റിവൈസ് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്. ഡിസ്പോസൽ ഓഫ് അപ്പീൽ, ഒരു ഇൻകം ടാക്സ് പേയുടെ അപ്പീൽ ഡിസ്പോസ് ചെയ്യാനുള്ള, നമ്മൾ എന്തെങ്കിലും അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിസ്പോസ് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്. വേണ്ട തീരുമാനം എടുത്തിട്ട് ഒഴിവാക്കാനുള്ള റൈറ്റ് അവർക്കുണ്ട്. ദെൻ ഇമ്പോസിഷൻ ഓഫ് പെനാൽറ്റി, ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പേഴ്സൺ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഏതെങ്കിലും കാര്യം ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അഡ്വാൻസ് ടാക്സ് അടയ്ക്കാതിരിക്കുക, TDS ഫയൽ ചെയ്യാതിരിക്കുക, TCS കറക്റ്റ് ചെയ്യാതിരിക്കുക, ഏതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ ഈ പവേഴ്സ് നിങ്ങൾ ചെക്ക് ചെയ്ത് വെക്കുക, ഒന്ന് നോക്കി വെക്കുക. എല്ലാ പോയിന്റുകളും ഒരു മിനിമം നമ്മുടെ കയ്യിൽ ഒരു 10 പോയിന്റെങ്കിലും ഉണ്ടാവണം. ആ 10 പോയിന്റ് ഒരു ജസ്റ്റ് എക്സ്പ്ലനേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ 1-2 ലൈൻസിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പവേഴ്സ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ടതാണെന്ത്, അഡ്വാൻസ് ടാക്സസ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്വാൻസ് ടാക്സസ് ഓക്കെ. സോ 1 second. തിയറി പോർഷൻസ് കുറച്ചുകൂടി ഉണ്ട്, അതൊന്ന് നോക്കിയിട്ട് നമുക്ക് തിരിച്ച് പ്രോബ്ലത്തിലേക്ക് വരാം. ഓക്കെ. സോ അഡ്വാൻസ് ടാക്സസ് നമുക്ക് ചോദിക്കാറുണ്ട്. എന്താണ് അഡ്വാൻസ് ടാക്സ് എന്ന് ചോദിച്ചാൽ, പേ ആസ് യു ഏൺ എന്ന് പറയും നമ്മൾ. പേ ആസ് യു ഏൺ, പേ ആസ് യു ഏൺ സ്കീമാണ്. ഒരു ഇൻഡിവിജ്വൽ ഇൻകം ഏൺ ചെയ്യുന്ന അതേ വർഷം തന്നെ എന്ത് ചെയ്യുക, ഇൻകം ടാക്സ് അടച്ചു പോകുക എന്നുള്ളതാണ്. നോർമലി നമ്മൾ എപ്പോഴാണ് ഇൻകം ടാക്സ് അടയ്ക്കുന്നത്, അസസ്മെന്റ് ഇയറിലാണ് നമ്മൾ അടയ്ക്കുന്നത് അല്ലേ. പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകത്തിന് നമ്മൾ അസസ്മെന്റ് ഇയറിലാണ് ടാക്സ് അടയ്ക്കേണ്ടത്. സോ അക്കോർഡിംഗ് ടു അഡ്വാൻസ് ടാക്സസ് ഓർ ഇറ്റ് ഈസ് നോൺ ആസ് പേ ആസ് യു ഏൺ സ്കീം, നമ്മളൊരു കറണ്ട് ഇയർ തന്നെ, കറണ്ട് ഫിനാൻഷ്യൽ ഇയർ തന്നെ ടാക്സ് അടച്ചു പോവുകയാണ്. നമ്മൾ ടാക്സ് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ ഇൻസ്റ്റാൾമെന്റുകളാക്കിയിട്ട് പ്രസന്റ് ഇയർ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അടച്ചു പോകും. ഒരു വർഷത്തിൽ 10,000 മുകളിൽ ടാക്സ് ലയബിലിറ്റി ഉള്ള ആളാണെങ്കിൽ, 10,000 രൂപയ്ക്ക് മുകളിൽ ടാക്സ് ലയബിലിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്വാൻസ് ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. നമ്മൾ അഡ്വാൻസ് ടാക്സ് അടച്ചു പോകണം. 10,000 മുകളിൽ എനിക്ക് ടാക്സ് ലയബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് മുൻകൂട്ടി അറിയുകയാണെങ്കിൽ, സാലറിയോ മറ്റു വരുമാനമൊക്കെ നോക്കിയിട്ട് നമ്മൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം. നമ്മൾ ടോട്ടൽ ഇൻകം അസ്യൂം ചെയ്തിട്ട്
ആ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ATC to ATU എല്ലാം കുറച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന ടാക്സ് ലയബിലിറ്റി നമ്മൾ 4 ഇൻസ്റ്റാൾമെൻറ്റുകളാക്കി എന്ത് ചെയ്യുക, അടച്ച് തീർക്കുക. ഇങ്ങനെ ഈ അഡ്വാൻസ് ടാക്സ് നിങ്ങൾ അടച്ചിട്ടില്ല എങ്കിൽ 10,000 രൂപയ്ക്ക് മുകളിൽ എനിക്ക് ടാക്സ് ലയബിലിറ്റി ഉള്ള ആളാണ്, ഞാൻ അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടില്ല എങ്കിൽ 1% പെർ മന്ത് വെച്ചിട്ട് എന്തുണ്ടാവും, 1% പെർ മന്ത് വെച്ചിട്ട് അതിന് ഇൻട്രസ്റ്റ് അവർ ചാർജ് ചെയ്യും. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ഓക്കെ, പെനാൽറ്റി ആയിട്ട്. സോ അതിൻ്റെ ബാക്കിയുള്ള നോട്ടും കൂടെ നോക്കാം നമുക്ക്. സോ ഓക്കെ, അഡ്വാൻസ് ടാക്സസിൻ്റെ കേസിൽ പേ എസ് യു ഏൺ സ്കീം എന്നാണ് പറയാറുള്ളത്. അണ്ടർ ദി സ്കീം ദ അസസി ഈസ് റിക്വയർഡ് ടു പേ ടാക്സ് ഓൺ കറണ്ട് ഇൻകം ബൈ ഇൻസ്റ്റാൾമെന്റ് ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ. ഇറ്റ് ഷാൽ ബി പേബിൾ വേർ ദ എമൗണ്ട് ഓഫ് ടാക്സ് പേബിൾ ബൈ ദി അസസി ഡ്യൂറിംഗ് ദ ഇയർ 10,000 ഓർ മോർ ആണ്. ഇത് ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അഡ്വാൻസ് ടാക്സിനകത്ത് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. പേ എസ് യു ഏൺ എന്ന സ്കീമാണെന്ന് ഓർത്ത് വെക്കുക. അതിൻ്റെ ഡേറ്റും കൂടെ നോക്കാം. ഓൺ ബിഫോർ ജൂൺ 15, ജൂൺ 15 മുൻപായിട്ട്, മാക്സിമം ജൂൺ 15 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടാക്സിൻ്റെ 15% അടച്ചു തീർക്കുക. ഇപ്പം ഞാൻ എൻ്റെ ടോട്ടൽ ടാക്സ്, ഒരു വർഷത്തെ ടോട്ടൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ ടാക്സ് 100 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 15 രൂപ നമ്മൾ എന്ത് ചെയ്യണം, ജൂൺ 15 ആകുമ്പോഴത്തേക്ക് അടയ്ക്കണം, 15 രൂപ. ദെൻ ബിഫോർ സെപ്റ്റംബർ 15, സെപ്റ്റംബർ 15 മുൻപായിട്ട്, മാക്സിമം സെപ്റ്റംബർ 15 വരെ നമുക്ക് ടൈം ഉണ്ട്. അവിടെ നമ്മൾ 45% അടച്ചു തീർക്കുക എന്ന് പറഞ്ഞാൽ 45 രൂപ നമ്മൾ അടയ്ക്കണം. ടോട്ടൽ ടാക്സ് പേബിൾ 100 ആണെങ്കിൽ 45 രൂപ വരെ നമ്മൾ എന്ത് ചെയ്യണം, അടയ്ക്കണം. ആൻഡ് ബിഫോർ ഡിസംബർ 15, ഡിസംബർ 15 ആകുമ്പോൾ നമ്മൾ 75% ഓഫ് ദി ടാക്സ് അടയ്ക്കുക. ആൻഡ് ലാസ്റ്റ് വൺ ബിഫോർ മാർച്ച് 15, മാർച്ച് 15 ആകുമ്പോഴത്തേക്ക് നമ്മൾ അഡ്വാൻസ് ടാക്സ് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക, അടച്ചു തീർക്കുക. 4 ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് നിങ്ങൾക്ക് ഈ ടാക്സ് അടയ്ക്കാം. ഇവിടെ നമ്മൾ ടാക്സ് അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ഫോർ എവറി മന്ത് നമുക്ക് 1% ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഒരു വലിയൊരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കേണ്ടി വരും. സോ 10,000 മുകളിലാണ് നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി എങ്കിൽ യു ഹാവ് ടു പേ ദി അഡ്വാൻസ് ടാക്സ്. ഓക്കെ, ദെൻ TDS ആണ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. TDS വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ആണ്. സോ ആക്ച്വലി എന്താണ് TDS ചോദിച്ചാൽ, ഓർ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിഡക്റ്റിംഗ് ടാക്സ് എന്ന് ചോദിച്ചാൽ, the person who is responsible for making payment. ഇപ്പം ഞാനിവിടെ ഫോർ സാലറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഫോർ പേയ്മെൻറ്റ് ഓഫ് സാലറി എന്ന് വിളിക്കാം നമുക്ക്. ഓക്കെ, സോ സാലറി എന്നത് ഒരു ഇൻകം ആണ്. നമ്മളെ സംബന്ധിച്ച്, സാലറി വാങ്ങുന്ന ആളെ സംബന്ധിച്ച് സാലറി ഇൻകം ആണ്. ഈ സാലറി വാങ്ങുന്ന സമയത്ത് കൊടുക്കുന്ന ആൾ, അതായത് പേഴ്സൺ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ പേയ്മെന്റ് ഓഫ് സാലറി, അതായിരിക്കും എംപ്ലോയർ ആയിരിക്കും അല്ലേ. സോ ഈ എംപ്ലോയർ എന്ത് ചെയ്യണം, എംപ്ലോയർ സെർട്ടൻ എമൗണ്ട് TDS ആയിട്ട് കട്ട് ചെയ്യണം. സാലറി 100 രൂപയാണെങ്കിൽ അതിനകത്ത് 10 രൂപ കട്ട് ചെയ്യുക. 90 രൂപ സാലറി കൊടുക്കുക, 10 രൂപ സാലറി അവിടെ നമ്മൾ കട്ട് ചെയ്തിട്ട് അത് അയാളുടെ പേരിൽ, അയാളുടെ പാൻ നമ്പർ വെച്ചുകൊണ്ട് അയാളുടെ പേരിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അടയ്ക്കണം. സോ TDS എന്ന് പറഞ്ഞാൽ ഇൻകം പേ ചെയ്യുന്ന സമയത്ത് പേ ചെയ്യുന്ന ആൾ എന്ത് ചെയ്യുന്നു, എമൗണ്ട് കട്ട് ചെയ്ത് ബാലൻസ് കൊടുത്താൽ മതി. സാലറിയുടെ അകത്ത് TDS വരാറുണ്ട്. TDS പിടിക്കേണ്ട ആരാണ്, എംപ്ലോയർ ആണ്. എംപ്ലോയിക്ക് ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല. എംപ്ലോയർ TDS പിടിച്ചിട്ട് ബാലൻസ് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റിന്റെ കേസിൽ the person who is responsible for making payment of interest is asked to make deductions of tax.
അവിടെ ടാക്സ് അവർ ഡിഡക്ട് ചെയ്യണം, ബാലൻസ് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഡിവിഡൻ്റെ കേസ് വിന്നിങ് ഫ്രം ലോട്ടറി TDS വരുന്നുണ്ട്. വിന്നിങ് ഫ്രം ഹോഴ്സ് റേസ് ആണെങ്കിലും ഇൻഷുറൻസ് കമ്മീഷൻ ആണെങ്കിലും പ്രൊഫഷണൽ ടെക്നിക്കൽ സർവീസുകൾക്കും TDS വരുന്നുണ്ട്. സോ ഇതിന് ഓരോന്നിനും ഓരോ റേറ്റ് ഓഫ് TDS ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ റേറ്റും പ്രധാനപ്പെട്ട റേറ്റും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സാലറിൻ്റെ കേസിൽ ദ റേറ്റ് ഇൻ ഫോഴ്സ് നോർമൽ ഇൻകം ടാക്സ് റേറ്റ് എത്രയാണോ അത് കണക്കാക്കിയിട്ട് ആ എമൗണ്ട് ആണ് എന്ത് ചെയ്യേണ്ടത്, കട്ട് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ എൻ്റെ സാലറി 50,000 ആണെങ്കിൽ 6 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് ഉണ്ടാവും. 6 ലക്ഷത്തിന് എത്രയാണോ ടാക്സ് എന്ന് കണക്കാക്കുക, ആ ടാക്സിനെ നമ്മൾ 12 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ മാസം എന്ത് ചെയ്യുക, ആ എമൗണ്ട് കട്ട് ചെയ്യുക. എൻ്റെ സാലറിക്കകത്തുനിന്ന് എംപ്ലോയർ അത് കട്ട് ചെയ്തിട്ട് ബാലൻസ് തരാൻ വേണ്ടി പാടുള്ളൂ. സോ ഈ TDS പിന്നീട് എനിക്ക് കിട്ടണമെങ്കിൽ, ഞാൻ സാലറി വാങ്ങിച്ച ആളാണ്, എനിക്ക് ഈ TDS കട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട്, പിടിച്ച എമൗണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് അവിടെ കണക്കാക്കും. എന്നിട്ട് നമ്മൾ ടാക്സ് കുറവാണ്, മീൻസ് അത്രയും അടയ്ക്കാനില്ല എങ്കിൽ ബാലൻസ് എമൗണ്ട് നമുക്ക് റീഫണ്ട് കിട്ടും. റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ TDS എന്താവും, റീഫണ്ട് കിട്ടും. സോ നമ്മളെ കൊണ്ട് മാക്സിമം ആളുകളെ കൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് TDS ഒക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റിൻ്റെ കേസിൽ 10% TDS. ദെൻ ക്രോസ് വേർഡ് പസിൽസ് അതേപോലെ ലോട്ടറിൻ്റെ കേസിൽ 30% ആണ്. റെൻറ്റിൻ്റെ കേസിൽ മെഷീനറി ആണെങ്കിൽ, മെഷീനറീസ് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ 2% ആണ്. അതർ അസറ്റ് ഇപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ഒക്കെ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ റെൻറ്റ് കൊടുക്കുന്ന ആളാണെങ്കിൽ 2.5 ലക്ഷത്തിന് മുകളിൽ വാടക കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ TDS പിടിക്കണം. ഓക്കെ, 2.5 lakhs മുകളിൽ വാടക നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ TDS നമ്മൾ പിടിച്ചിട്ടേ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. TDS പിടിക്കണമെങ്കിൽ നമുക്കൊരു ടാൻ നമ്പർ ആവശ്യമാണ്. ടാൻ നമ്പർ എന്നൊരു സാധനം ഉണ്ട്, അതുണ്ടെങ്കിൽ നമുക്ക് TDS കട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. ഓക്കെ, സോ TDS ചോദിക്കാറുണ്ട്. TDSൻ്റെ റേറ്റും ഏതെന്നൊക്കെയാണ് പ്രധാനമായിട്ടും TDS പിടിക്കുക എന്നുള്ള കാര്യം എന്ത് ചെയ്യാമെന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്, TCS ആണ്. ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് നോർമലി ഇത് ചെയ്യുന്നത് സെല്ലറാണ് ഇത് ചെയ്യേണ്ടത്. ചില പ്രോഡക്റ്റുകൾ വിൽക്കുന്ന സമയത്ത് അയാൾ പ്രൈസിൻ്റെ കൂടെ, അയാൾ വാങ്ങിക്കുന്ന പ്രൈസിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ടാക്സും കൂടെ കളക്ട് ചെയ്യണം. GST അല്ല കേട്ടോ. GST എന്തായാലും നമുക്കറിയാം, ഒരു ഗുഡ്സോ സർവീസോ നമ്മൾ വിൽക്കുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്ത് GST കൊടുക്കുന്നുണ്ട്. സെല്ലർ ആ GST നമ്മുടെ അടുത്ത് കളക്ട് ചെയ്യുന്നുണ്ട്, അയാൾ അത് ഗവൺമെന്റിലേക്ക് അടയ്ക്കും. ബട്ട് സെല്ലർ എന്ത് ചെയ്യണം, ഇവിടെ ഇൻകം ടാക്സ് കൂടെ കളക്ട് ചെയ്യണം. ഇൻകം ടാക്സ് കളക്ട് ചെയ്തിട്ട് അത് നമ്മുടെ അക്കൗണ്ടിലേക്ക്, നമ്മുടെ പാൻ നമ്പറിലേക്ക് എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് ചെയ്യണം. പാൻ നമ്പർ പ്രകാരം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ അടയ്ക്കണം. പിന്നീട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. തിരിച്ചു കിട്ടാനുള്ളതാണെങ്കിൽ തിരിച്ചു കിട്ടും. ഓക്കെ, സോ every seller at the time of debiting the buyer with the amount payable or receiving payment from buyer engaged in a business of alcoholic liquor, forest produce, timber, mines and quarries, bullion, etc., jewelry shall collect tax at the following rate. ആ റേറ്റ്, പ്രധാനപ്പെട്ട റേറ്റ് മാത്രം ഞാൻ പറയാം. ഇവിടെ വെഹിക്കിൾസും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഓട്ടോമൊബൈൽസ്, നമ്മുടെ വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ വരുന്നുണ്ട്. 10 lakh rupees മുകളിൽ, 10 ലക്ഷത്തിന് മുകളിൽ എക്സോറൂം പ്രൈസ് ഉള്ള വാഹനങ്ങൾ വാങ്ങുമ്പോൾ 1% നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, TDS കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു കാറ് വാങ്ങിക്കുകയാണ്, അതിന് 12 ലക്ഷം രൂപ എക്സോറൂം വാല്യൂ ഉണ്ടെങ്കിൽ, എക്സോറൂം വാല്യൂ ആണ്, ആ 12 ലക്ഷത്തിൻ്റെ 1% നമ്മൾ TCS കൊടുക്കണം. അല്ലെ, ആ 12,000 രൂപയുണ്ട് ഏകദേശം, അത് നമ്മൾ TCS കൊടുക്കണം. പിന്നീട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് തിരിച്ചു കിട്ടും. സോ TCSന്റെ പ്രധാനപ്പെട്ട റേറ്റ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആൽക്കോളിക് ലിക്കറിന് 1% ആണ്, ടിമ്പർ 2.5 ആണ്, സ്ക്രാപ്പ് 1% ആണ്, മിനറൽസിന് 1% ആണ്, ബൂളിയൻസ് 2 lakhന് മുകളിലാണെങ്കിൽ വാല്യുബിൾ തിങ്സ് 1% ആണ്, ജ്വല്ലറി 5 lakhന് മുകളിലാണെങ്കിൽ 1% ആണ്. ഓക്കെ, വെഹിക്കിൾസും കൂടെ പറയട്ടെ. വെഹിക്കിൾസ് എക്സീഡ്സ് 10 lakh ആണെങ്കിൽ 1% നമ്മൾ TCS കൊടുക്കണം. ഓക്കെ, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ദെൻ ഇവിടെ ചോദിക്കുന്ന മറ്റൊരു തിയറിയാണ് റിക്കവറി ഓഫ് ടാക്സ് ചോദിക്കാറുണ്ട്. സോ റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടയ്ക്കാനുള്ള ടാക്സ്, ഇൻട്രസ്റ്റ്, കമ്മീഷൻ, വാട്ടെവർ നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അടയ്ക്കാനുള്ള എമൗണ്ട് ഒരു ഇൻകം ടാക്സ് ഓഫീസർ എന്ത് ചെയ്യുന്നു, നമ്മളെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ റിക്കവറി ഓഫ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ദ അരിയേഴ്സ് ഓഫ് ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി ഓർ എനി അതർ സം പേബിൾ അണ്ടർ ദ ആക്ട് ക്യാൻ ബി റിക്കവേർഡ് ബൈ ദ ഫോളോയിങ് മോഡ്സ്.
സോ ഇൻകം ടാക്സ് ഓഫീസർ അല്ലെങ്കിൽ റിക്കവറി ഓഫീസറാണ് നമ്മളെ കയ്യിൽ നിന്ന് ഈ എമൗണ്ട് കളക്ട് ചെയ്യുക. അവിടെ ഒരു 2 ഓപ്ഷൻസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് ടു ടാക്സ് റിക്കവറി ഓഫീസർ. ഇപ്പം നമ്മളുടെ പേരിൽ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും, ഇത്ര എമൗണ്ട് 5 lakh rupees ഇന്ന ആളിന്ന് കളക്ട് ചെയ്യാനുണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം, ആ എമൗണ്ട് കളക്ട് ചെയ്യാം. ടാക്സ് റിക്കവറി ഓഫീസർ വിൽ ഡ്രോ അപ്പ് എ സർട്ടിഫിക്കറ്റ് സ്പെസിഫൈങ് ദി എമൗണ്ട് ഓഫ് അരിയേഴ്സ് ആൻഡ് ഷാൾ പ്രൊസീഡ് ടു റിക്കവറി ബൈ അഡോപ്റ്റിംഗ് ദ ഫോളോയിങ് മോഡ്സ്. ഏതൊക്കെയാണ് നോക്കാം. അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് അസസീസ് പ്രോപ്പർട്ടീസ്. നമ്മുടെ മൊബൈൽ പ്രോപ്പർട്ടിയോ ഇമ്മൊബൈൽ പ്രോപ്പർട്ടിയോ വിറ്റുകൊണ്ട് അയാൾ എന്ത് ചെയ്യാം, സർട്ടിഫിക്കറ്റ് പ്രകാരം നമുക്ക് മൊബൈൽ പ്രോപ്പർട്ടിയോ വിറ്റിട്ട് അതിൻ്റെ ക്യാഷ് എടുക്കാൻ പറ്റും. അറ്റാച്ച് ചെയ്യുന്നതിനാൽ അവർ ഇൻകം ടാക്സ് അതോറിറ്റി ആ ഒരു അസറ്റ് അറ്റാച്ച് ചെയ്യും. അറസ്റ്റ് ഓഫ് അസസി ആൻഡ് ഡിറ്റൻഷൻ ഇൻ പ്രിസൺ. ജയിലിൽ അടയ്ക്കാനുള്ള കുറ്റമായിട്ട് വരാറുണ്ട് ഇൻകം ടാക്സ് അടയ്ക്കാതിരുന്നാൽ. അപ്പോയിന്റിങ് എ റിക്കവറി ഓഫീസർ ഫോർ ദി മാനേജ്മെന്റ് ഓഫ് അസസീസ് പ്രോപ്പർട്ടി. നമ്മളെ പ്രോപ്പർട്ടി മാനേജ് ചെയ്തിട്ട് അതിൻ്റെ ഇൻകത്തിനകത്തുനിന്ന് ഈ ടാക്സ് അവർക്ക് എന്ത് ചെയ്യാം, റിക്കവർ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. മറ്റ് മെത്തേഡ്സ് മീൻസ് അറ്റാച്ച്മെന്റ് ഓഫ് സാലറി അറ്റാച്ച് ചെയ്യാറുണ്ട്. എംപ്ലോയറുടെ പെർമിഷനോടുകൂടി ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ സാലറി അറ്റാച്ച് ചെയ്യാറുണ്ട്. ദെൻ ഗാർണിഷ് ഓർഡർ ഇഷ്യൂ ചെയ്യും, ഇത്ര എമൗണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ അടയ്ക്കണം എന്നുള്ള ഗാർണിഷ് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യാറുണ്ട് ആളുകളുടെ പേരിൽ. ഫ്രം കോടതി വഴി റിക്കവർ ചെയ്യാറുണ്ട്. അസസിയുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി കോർട്ടിലാണെങ്കിൽ കോടതി വഴി എന്ത് ചെയ്യും, ആ എമൗണ്ട് റിക്കവർ ചെയ്യും. സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടീസ്, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രോപ്പർട്ടീസ് സെല് ചെയ്തിട്ട് നമുക്ക് റിക്കവർ ചെയ്യാറുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് ത്രൂ റിക്കവർ ചെയ്യാറുണ്ട്. കാരണം ഡയറക്റ്റ് ആയിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റിന്റെ അണ്ടറിലുള്ള ചില ഏരിയാസ് സ്പെഷ്യൽ പ്രിവിലേജ് ഉള്ള ആളാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ത്രൂ എന്ത് ചെയ്യും, ഇൻകം ടാക്സ് റിക്കവർ ചെയ്യാറുണ്ട്. സോ വാട്ട് എവർ റിക്കവറി ഓഫീസേഴ്സിന് ഏത് മെത്തേഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ഈ ടാക്സ് റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇതൊന്ന് നോക്കി വെച്ചേക്കാം, റിക്കവറി ഓഫ് ടാക്സ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദെൻ പ്രൊസീജിയർ ഓഫ് അസസ്മെന്റ് ഓഫ് ഇൻകം ടാക്സ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടുന്ന് ഷോർട്ട് എസ്സേ വരാറുണ്ട്. ഒന്ന് ഇൻകം ടാക്സ് റിട്ടേൺ ആണ്. സോ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യാണ്, അതോറിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ പ്രീവിയസ് ഇയറിലെ ഞാൻ ഏൺ ചെയ്തിട്ടുള്ള ഇൻകത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറയുക. സോ അസസ്മെന്റ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് റിട്ടേൺ ഫയലിങ്ങിലൂടെയാണ്. ദ സ്റ്റേറ്റ്മെന്റ് ഇൻ വിച്ച് assessee disclose the details of his income during the previous year is called return. The income tax department has prescribed a specific form for each return. ഒരുപാട് ഫോംസ് ഉണ്ട്. ഏതൊക്കെയാണ് ഫോം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സി ഇവിടെ ടൈപ്പ് ഓഫ് റിട്ടേൺ എന്തായാലും പഠിച്ചു വെക്കണം. 2 മാർക്കിന് ചോദിച്ചിട്ട് കണ്ട്. അതേപോലെ എസ് എ വന്നിട്ടുണ്ട്, 5 മാർക്കിൻ്റെ എസ് എയും വന്നിട്ടുണ്ട്. 2 മാർക്കിന് ചോദിക്കും, 5 മാർക്കിൻ്റെ എസ് എയും വന്നിട്ടുണ്ട്. ടൈപ്സ് ഓഫ് റിട്ടേൺ വോളണ്ടറി റിട്ടേൺ ആണ്. സെക്ഷൻ 139 പ്രകാരം സ്വമേധയാ നമ്മൾ സമർപ്പിക്കുന്ന റിട്ടേൺ ആണെന്ത്, വോളണ്ടറി റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് ബിഫോർ ഡ്യൂ ഡേറ്റിന് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന റിട്ടേൺ ആണെന്ത്, വോളണ്ടറി റിട്ടേൺ എന്ന് പറയുന്നത്. റിവൈസ്ഡ് റിട്ടേൺ, നമ്മൾ വൺസ് ഒരു റിട്ടേൺ സമർപ്പിക്കുന്നു, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് വിട്ടുപോയിട്ട് വീണ്ടും നമുക്ക് റിട്ടേൺ എന്ത് ചെയ്യാം, സമർപ്പിക്കാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് നോൺ ആസ് റിവൈസ്ഡ് റിട്ടേൺ. മിസ്റ്റേക്സോ അല്ലെങ്കിൽ മിസ്സിംഗ് ഇൻഫോർമേഷനോ വരുമ്പോഴാണ് റിവൈസ്ഡ് റിട്ടേൺ സമർപ്പിക്കേണ്ടത്. ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജൂലൈ 31 ആണെന്ത്, ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അയാളുടെ ഡ്യൂ ഡേറ്റ്, റിട്ടേൺ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഈ ജൂലൈ 31 ശേഷം നിങ്ങൾ റിട്ടേൺ സമർപ്പിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ബിലേറ്റഡ് റിട്ടേൺ. ദെൻ റിട്ടേൺ ഓഫ് ലോസ് പ്രീവിയസ് ഇയറിൽ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സോ ഇഫ് യു ഹാവ് ലോസ് you have to submit the informations regarding the loss. ആ ലോസിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം. ദാറ്റ് ഈസ് റിട്ടേൺ ഓഫ് ലോസ്. റിട്ടേൺ ഓഫ് ലോസ് ഫയൽ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ആ ലോസിനെ അടുത്ത വർഷം സെറ്റ് ഓഫ് ചെയ്യാനും ക്യാരി ഫോർവേഡ് ചെയ്യാനും പറ്റുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡിന്റെ ലോ പഠിച്ചിട്ടുണ്ട്. അത് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിട്ടേൺ ഓഫ് ലോസ് സബ്മിറ്റ് ചെയ്യണം. ചെയ്തിട്ടില്ല എങ്കിൽ ആ ലോസ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനോ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാനോ പറ്റില്ല. ഓക്കെ. കമ്പൽസറി റിട്ടേൺ. സോ ഇൻകം ടാക്സ് അതോറിറ്റി, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് അയച്ചിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഈ കമ്പൽസറി റിട്ടേൺ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒന്നുകിൽ ഡ്യൂ ഡേറ്റിന് ശേഷം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുന്നു, റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആളാണ്, പക്ഷേ റിട്ടേൺ ഫയൽ ചെയ്യാതിരുന്നാൽ നോട്ടീസ് അയച്ചെന്ത് ചെയ്യും,
റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറയും. ദാറ്റ് ഈസ് കമ്പൽസറി റിട്ടേൺ. ഡിഫക്റ്റീവ് റിട്ടേൺസ് യു ഓൾറെഡി നോ ദാറ്റ് മിസ്റ്റേക്ക്, അതായത് ഇൻഫോർമേഷൻസ് തെറ്റായിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫയൽ ചെയ്യേണ്ട ഫോം മാറി ഫയൽ ചെയ്യുന്നു, ഇതൊക്കെ എന്താണ് ഡിഫക്റ്റീവ് റിട്ടേൺസ് ആണ്. അതിൽ ഐ ടി ആറിൻ്റെ ഫോംസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ITR 1 വരുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യൻസും വരാറുണ്ട്, നമുക്ക് ഷോർട്ട് എസ്സേസിനകത്ത് സാധ്യതയുണ്ട്. ITR 1 എന്ന് പറഞ്ഞാൽ നോർമൽ ഇൻഡിവിജ്വൽ സാലറി ഇൻകവും ഒരു ഹൗസ് പ്രോപ്പർട്ടി ഇൻകവും ഉള്ള ആൾ ഫയൽ ചെയ്യുന്നതാണ് ITR 1 എന്ന് പറയുന്നത്. ITR 2 വരുന്നുണ്ട്, ഇൻഡിവിജ്വൽ ഓർ HUFനും കൂടെ എന്ത് ചെയ്യാം, ITR 2 ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും. ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ഉണ്ടെങ്കിൽ ITR 2 പറ്റില്ല, നമ്മൾ ITR 3ലേക്കും 4ലേക്കും പോകണം. ITR 3 എന്ന് പറയുന്നത് ഫോർ ഇൻഡിവിജ്വൽ ഓർ ഹാവിംഗ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. അപ്പോൾ ബിസിനസ്സിനും പ്രൊഫഷനും നമുക്ക് ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ ITR 3ലേക്ക് പോകും. ITR 4 എന്ന് പറയുന്നത് ഫോർ ഇൻഡിവിജ്വൽ ഓർ HUF ഫേം ഹാവിംഗ് ഇൻകം ഫ്രം എലിജിബിൾ ബിസിനസ്, ദാറ്റ് ഈസ് സെക്ഷൻ 44AD ആൻഡ് 44ADA എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എലിജിബിൾ പ്രൊഫഷൻസ് ഉണ്ട്, ADA പ്രകാരവും AD പ്രകാരവും. നിങ്ങൾ ഡോക്ടറാണ്, ലോയറാണ്, അല്ലെങ്കിൽ CA കാരനൊക്കെ ആണെങ്കിൽ നമുക്ക് ടോട്ടൽ ഇൻകത്തിൻ്റെ 50% പ്രീ അസംപ്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞിട്ട് 50% എക്സ്പെൻസ് ആയിട്ട് എടുത്ത് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോം ഏതാണ്, ITR 4 ആണ്. ഓക്കെ, സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഫഷണൽസിനാണ് നമ്മൾ ഈ ഫോം എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ITR 5 എന്ന് പറയുന്നത് ഫോർ പേഴ്സൺ അതർ ദാൻ ഇൻഡിവിജ്വൽ HUF ആൻഡ് കമ്പനി, മറ്റ് അസോസിയേഷൻസിനും BOIക്കൊക്കെ ഉപയോഗിക്കേണ്ട ഫോമാണെന്ത്, ITR 5. 6 കമ്പനീസ് അതർ ദാൻ കമ്പനീസ് അണ്ടർ സെക്ഷൻ 11, ദാറ്റ് ഈസ് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കാത്ത മറ്റ് നോർമൽ കമ്പനീസ് യൂസ് ചെയ്യുന്ന ഫോമാണ് ITR 6 എന്ന് പറയുന്നത്. ITR 7 എന്ന് പറയുന്നത് ഫോർ പേഴ്സൺ ഫർണിഷിംഗ് അണ്ടർ സെക്ഷൻ 139 4A ഓർ 4, ദാറ്റ് ഈസ് വാട്ട് ഈ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിലീജിയസ് ട്രസ്റ്റ്, പൊളിറ്റിക്കൽ പാർട്ടീസ് ഇവരൊക്കെ ചെയ്യുന്നതാണെന്ത് ITR 7 എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക, ഓരോ ഫോം എന്തിനാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. ടൈപ്പ് ഓഫ് റിട്ടേൺ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, പാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പാൻ എന്ന് പറയുന്നത്. പാൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. പാൻ 2 മാർക്കിന് ചോദിക്കാറുണ്ട്. പാൻ ഈസ് എ നമ്പർ യൂസ്ഡ് ടു ഐഡന്റിഫൈ ഈച്ച് അസസി റിഗാർഡിംഗ് ദ ടാക്സ് മാറ്റേഴ്സ്. പാൻ ഹാസ് 10 alpha numerical characters and issue in the form of laminated card. 10 alpha numerical കോഡുള്ള ഒരു ലാമിനേറ്റഡ് കാർഡാണ് ഇൻകം ടാക്സ് അതോറിറ്റിയാണ് ഇഷ്യൂ ചെയ്യുന്നത്. ത്രൂ NSDL ആണ് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഓരോ അസസിയെ കുറിച്ചും കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയുന്നത് പാൻ വഴിയാണ്. പാൻ ഈസ് കമ്പൽസറി ഇൻ ദ ഫോളോയിങ് കേസസ്. ഞാൻ കുറച്ച് കേസുകൾ മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. പാൻ കമ്പൽസറി ആയിട്ട് വേണ്ട കേസസ് നിങ്ങളൊരു 10 എണ്ണം നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവണം. ഒരു വർഷം 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, 10 പോയിന്റ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻകം എക്സീഡ്സ് എക്സംഷൻ ലിമിറ്റ്, 2.5 ലക്ഷത്തിന് മുകളിൽ നിങ്ങൾക്ക് വരുമാനമുണ്ടെങ്കിൽ നമുക്ക് അവിടെ പാൻ നിർബന്ധമാണ്. സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്, ഈ ലാൻഡ് ബിൽഡിംഗ് എല്ലാം വാങ്ങണമെങ്കിലും വിൽക്കണമെങ്കിലും നമുക്ക് പാൻ കാർഡ് നിർബന്ധമാണ്. ടൈം ഡെപ്പോസിറ്റ് എക്സീഡിങ് 50,000 ഇൻ എ ബാങ്ക്, 50,000 മുകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ടൈം ഡെപ്പോസിറ്റ് വെക്കുമ്പോൾ പാൻ നിർബന്ധമാണ്. നമുക്ക് വേറൊരു പോയിന്റ് ആയിട്ട് കേട്ടോ, സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലും 50,000 മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, പാൻ കാർഡ് വേണം. ഇനി എനി ബാങ്കിൽ നമ്മൾ 50,000 മുകളിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ പാൻ കാർഡ് വേണം. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ പാൻ കാർഡ് വേണം. മ്യൂച്വൽ ഫണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, പാൻ കാർഡ് നിർബന്ധമാണ്. നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം അതൊക്കെ. ആപ്ലിക്കേഷൻ ഓഫ് ക്രെഡിറ്റ് കാർഡിന് പാൻ കാർഡ് വേണം. ഡെബിറ്റ് കാർഡ്, ബാങ്കിങ് കമ്പനിയിൽ ആപ്ലിക്കേഷൻ ഓഫ് ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഡെബിറ്റ് കാർഡിന് പാൻ കാർഡ് നിർബന്ധമാണ്. ആപ്ലിക്കേഷൻ ഓഫ് ലോൺ അപ്ലൈ ചെയ്യണമെങ്കിൽ, വെഹിക്കിൾ ലോണോ പേഴ്സണൽ ലോണോ വാട്ട് എവർ ദി ലോൺ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ്, പാൻ കാർഡ് നിർബന്ധമാണ്. പാൻ കാർഡ് നിർബന്ധമായിട്ട് വരുന്ന ഈ കേസുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ നമുക്ക് പാൻ കാർഡ് നിർബന്ധമാണ്. ഓക്കെ, സോ പാൻ എന്താണെന്നും അതിൻ്റെ സിറ്റുവേഷൻസ് എവിടെയൊക്കെയാണ് അത് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ അസസ്മെന്റ് ആണ്. ദിസ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിയറി പോർഷൻസ് ഫ്രം ഇൻകം ടാക്സ്. അസസ്മെന്റ് മീൻസ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് പേബിൾ ബൈ ദി അസസി. നമ്മൾ നേരത്തെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്തത് ആക്ച്വലി ദാറ്റ് ഈസ് അസസ്മെന്റ്. ഒരു വ്യക്തിയുടെ ഒരു പേഴ്സന്റെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക, അയാളുടെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അസസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇത് നമുക്ക് തന്നെ ചെയ്യാം, സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും.
സെക്ഷൻ നമുക്ക് തന്നെ അസസ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ചെയ്യാത്തടത്ത് അല്ലെങ്കിൽ ഒരു ചില സിറ്റുവേഷൻസിനകത്ത് എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ടാക്സ് അതോറിറ്റി ചെയ്യാറുണ്ട്. അവിടെയുള്ള ഓഫീസർമാർ, അസസിങ് ഓഫീസർമാർ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ഇൻകം അളക്കാറുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. അസസ്മെന്റ് ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് അസസ്മെന്റ് നോക്കാം. സെൽഫ് അസസ്മെന്റ് ആണ്. വേർ എനി ടാക്സ് പേബിൾ ഓൺ ദ ബേസിസ് ഓഫ് എനി റിട്ടേൺ ഫർണിഷ്ഡ് ബൈ ദി അസസി. ദി അസസി is required to pay the tax before filing the return of income. If an assessee fulfill the above legal requirement is called self assessment. അതായത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നു, വോളണ്ടറി റിട്ടേൺ ഫയൽ ചെയ്യുന്നു 139 പ്രകാരം. അപ്പോൾ നമ്മൾ ആ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നമ്മുടെ ടാക്സ് ലയബിലിറ്റി കണ്ടെത്താൻ വേണ്ടി പറ്റും. എൻ്റെ സാലറി ഇത്ര ഉണ്ടായിരുന്നു, എനിക്ക് ഹൗസ് പ്രോപ്പർട്ടി ഇത്ര ഇൻകം ഉണ്ടായിരുന്നു, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ടാക്സ് പേബിൾ അവിടെ അവൈലബിൾ ആവും. ആ ടാക്സ് പേബിൾ നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യണം, നികുതി നമ്മൾ അടയ്ക്കണം. ആ ഒരു എമൗണ്ടിന് നമ്മൾ വിളിക്കുന്ന പേര് സെൽഫ് അസസ്മെന്റ് ടാക്സ് എന്നാണ്. അങ്ങനെ നിങ്ങൾ ആ നികുതി അടച്ചു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെൽഫ് അസസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇതൊരു ഇൻഡിവിജ്വൽ സ്വമേധയാ ചെയ്യുന്ന കാര്യമാണ്. അയാൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നു, റിട്ടേൺ പ്രകാരമുള്ള ടാക്സ് എന്ത് ചെയ്യുന്നു, ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നു. ദാറ്റ് ഈസ് സെൽഫ് അസസ്മെന്റ്. ഇനി റെഗുലർ അസസ്മെന്റ് ആണ്. റെഗുലർ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ, അഥവാ സ്ക്രൂട്ടിനി അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സിൽ അസസിങ് ഓഫീസർ ഇടപെട്ട് ചെയ്യുന്നതാണ്. 143 സബ്സെക്ഷൻ 2 ആൻഡ് സബ്സെക്ഷൻ 3 പ്രകാരം ചെയ്യാറുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് എപ്പോഴും ചെയ്യില്ല, വളരെ റെയറായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന റിട്ടേൺസിനകത്ത് എന്തെങ്കിലും സംശയാസ്പദമായി തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്യണം തോന്നുകയാണെങ്കിൽ, അസസിങ് ഓഫീസർ എന്ത് ചെയ്യാറുണ്ട്, റെഗുലർ അസസ്മെന്റ് ചെയ്യാറുണ്ട്. അവിടെ എന്തെങ്കിലും മിസ്റ്റേക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നോട്ടീസ് വരികയും ചെയ്യും. വേറെ റിട്ടേൺ ഹാസ് ബീൻ മെയ്ഡ് അണ്ടർ സെക്ഷൻ 139, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നു. ഓർ ഇൻ റെസ്പോൺസ് ടു എ നോട്ടീസ്, സെക്ഷൻ 142 പ്രകാരം നമുക്ക് നോട്ടീസ് കിട്ടുന്നു. നോട്ടീസ് എപ്പോഴാണ് കിട്ടുന്നത്, നമ്മൾ നമ്മുടെ ബാങ്കിലേക്ക് കൂടുതൽ പണം വന്നാൽ, നമുക്ക് കൂടുതൽ ഇൻകം ഉണ്ടെന്നൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അവർ നമുക്ക് നോട്ടീസ് അയക്കും റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള. ദി അസസിംഗ് ഓഫീസർ ഷാൾ, ഇഫ് ദ കൺസിഡർ നെസസറി ഓർ എക്സ്പീഡിയന്റ് ടു എൻഷുർ ദാറ്റ് അസസി ഹാസ് നോട്ട് അണ്ടർ സ്റ്റേറ്റഡ് ദ ഇൻകം or has not computed excessive loss or has not underpaid the tax in any manner, serve on the assessee's notice requiring him on date to be specified therein, either to attend his office or produce or cause to be produced there any evidence on which is the assessee may rely in support of the return. After taking into account all relevant material which he has been gathered, the assessing officer shall by an order in writing make assessment of the total income or loss of the assessee. ഇവിടെ നമ്മുടെ ഇൻകം ടാക്സ് അസസിങ് ഓഫീസർക്ക് നമ്മൾ പ്രോപ്പറായിട്ടല്ല ടാക്സ് അടച്ചിട്ടുള്ളത്, അടയ്ക്കേണ്ട എമൗണ്ട് അടച്ചിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ അയാൾക്ക് നോട്ടീസ് അയച്ച് നമ്മളെ വിളിപ്പിക്കാം, ഓഫീസിന് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാം. നമ്മൾ നമ്മുടെ റിട്ടേണിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആണെന്ന് കാണിക്കാനുള്ള തെളിവുകൾ എന്ത് ചെയ്യാം, പരിശോധിക്കാം. ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ഈ LIC പ്രീമിയം ATC പ്രകാരം കുറച്ചിട്ടുണ്ട്. ATC പ്രകാരം നമ്മൾ LIC പ്രീമിയം കുറച്ചിട്ടുണ്ട്. നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആ എമൗണ്ട് നമുക്ക് കുറയ്ക്കാം. പക്ഷെ അവിടെ എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ അസസിങ് ഓഫീസർക്ക് എന്ത് ചെയ്യാം, അതിനുള്ള എവിഡൻസ് ഒളിപ്പിക്കാം. നമ്മൾ പോയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ LIC അടച്ചതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണം. അത് വെച്ചുകൊണ്ട് അസസിങ് ഓഫീസർ വീണ്ടും നമ്മുടെ ടോട്ടൽ ഇൻകം ടാക്സ് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ റെഗുലർ അസസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് റെഗുലർ അസസ്മെന്റിന്റെ ടൈപ്പാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ വളരെ റെയറായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ് റെഗുലർ അസസ്മെന്റ് അല്ലെങ്കിൽ സ്ക്രൂട്ടിനി അസസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓർത്ത് വെക്കുക, ഇവിടെ ആരാണ് ചെയ്യുന്നത്, അസസിങ് ഓഫീസറാണ് ഈ പ്രോസസ്സ് ചെയ്യുക. നമ്മൾ കൊടുത്ത കാര്യങ്ങൾ ഇൻഫർമേഷൻ ഡൗട്ട്ഫുൾ ആണെന്ന് തോന്നിയാൽ അത് പ്രൂവ് ചെയ്യാനുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാൻ പറയും. ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ആണ് സെക്ഷൻ 144 പ്രകാരം ഒരു സ്ക്രൂട്ടിനി അസസ്മെന്റിന്റെ ഭാഗം തന്നെയാണത്. ദി അസസിംഗ് ഓഫീസർ ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഓൾ റെലവന്റ് മെറ്റീരിയൽ വിച്ച് ഹാസ് ബീൻ ഗ്യാതേർഡ് and after giving the assessee an opportunity of being heard, make the assessment of the total income or loss on best of his judgment and determine the sum payable by the assessee on the basis of such assessment in the following cases. If any person fails to make the return requirement under section 139, when a person fails to pay comply with the terms of notice issued under section 142 2A, very simple. നമ്മൾ 139 പ്രകാരം റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല, നമുക്ക് നോട്ടീസ് വരുന്നു, റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള നോട്ടീസ് വരുന്നു. ആ നോട്ടീസ് പ്രകാരവും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എങ്കിൽ ഒരു അസസിങ് ഓഫീസർക്ക് നമ്മളെ വിളിപ്പിക്കാം. വിളിപ്പിച്ചിട്ട് വിത്തിൻ 15 days നമുക്ക് നോട്ടീസ് വരും. വിളിപ്പിച്ചിട്ട്
നമ്മളെ കേൾക്കാനുള്ള ഒരു ടൈം, ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തരണം. അതിനുശേഷം അയാൾക്ക് നമ്മുടെ ഇൻകം അസസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എല്ലാ ഇൻഫോർമേഷൻസും ഗ്യാദർ ചെയ്തിട്ട്, ബാങ്ക് ഡീറ്റെയിൽസും മറ്റ് സാലറി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഗ്യാദർ ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്യും, അസസ്മെന്റ് കണ്ടക്ട് ചെയ്യും. ദാറ്റ് ഈസ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. അവിടെ 2 ടൈപ്പ് അസസ്മെന്റ് വരുന്നുണ്ട്. നമ്മളൊരു ഡീഫോൾട്ട് വരുത്തുമ്പോഴാണ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റിലേക്ക് പോവുക. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുകയോ നോട്ടീസ് പ്രകാരം നമ്മൾ റെസ്പോൺസ് കൊടുക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് ബെസ്റ്റ് ജഡ്ജ്മെന്റിലേക്ക് പോകുന്നത്. 2 എണ്ണം വരുന്നുണ്ട്. ഒന്ന് കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് ആണ്, കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ആണ്. കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ആൻഡ് ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. കമ്പൽസറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ദി അസസിംഗ് ഓഫീസർ ഇൻ കേസ് ഓഫ് നോൺ കോഓപ്പറേഷൻ ഓഫ് ദി അസസി. നമ്മൾ ഒരു തരത്തിലും കോഓപ്പറേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അസസിംഗ് ഓഫീസർ എന്ത് ചെയ്യും, കമ്പൽസറിലി നമ്മുടെ ഇൻഫോർമേഷൻസും ഡീറ്റെയിൽസും ഒക്കെ നമ്മളെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അതോറിറ്റിയിൽ നിന്നോ കളക്ട് ചെയ്തിട്ട് അവർ അസസ്മെന്റ് നടത്തും. ഓക്കെ, അതാണ് കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. ഡിസ്ക്രിഷണറി എന്ന് പറഞ്ഞാൽ അവിടെ അസസിംഗ് ഓഫീസറുടെ ഒരു എന്താ പറയുക വിവേചനാധികാരത്തോടുകൂടി ചെയ്യുന്നതാണ്. നമ്മൾ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുന്നു, അത് അയാൾ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഡൺ ഇൻ കേസ് വേർ അസസിംഗ് ഓഫീസർ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഇൻ ദ കറക്റ്റ്നെസ് ഓഫ് ദി കംപ്ലീറ്റ്നെസ് ഓഫ് ദി അക്കൗണ്ട്സ് ഓഫ് ദി അസസി. സി, ഇവിടെ അയാൾ നമ്മൾ കോപ്പറേറ്റ് ചെയ്യാതിരിക്കുന്നില്ല, നമ്മളെല്ലാ ഡീറ്റെയിൽസും സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഡീറ്റെയിൽസ് ഒന്നുകൂടി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആണോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റിലേക്ക് പോകുന്നത്. ഇനി ഈ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റിനകത്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ഒരു കാരണവശാലും ഒരു അസസിയുടെ മേൽ പൂർവ്വ വൈരാഗ്യം വെച്ചിട്ടോ പേഴ്സണൽ വെഞ്ചൻസിന്റെ മുകളിലോ എന്ത് ചെയ്യാൻ പാടില്ല, ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ചെയ്യാൻ പാടില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഡാറ്റ മീൻസ് തെളിവിന്റെ മുകളിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സി, ഈ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 5 മാർക്കിന് ഈ കാര്യം ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മതി, കാണാം. ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ റീ അസസ്മെന്റ്. സോ ഒരു അസസിംഗ് ഓഫീസർക്ക് തോന്നുകയാണ്, പിന്നീട് അയാൾ ചെക്ക് ചെയ്ത സമയത്ത് സ്ക്രൂട്ടിനി ടൈം തോന്നുകയാണ്, ദാറ്റ് എനി ഇൻകം ചാർജബിൾ ടു ടാക്സ് has escaped assessment for any assessment year, he may subject the provision of section 148 to 153, assess or reassess income which is escaped assessment, recompute the loss or the depreciation allowance or any other allowance as the case may be for the relevant assessment year. So ഒരു അസസി പ്രീവിയസ് ഇയേഴ്സിൽ എവിടെയോ ഇൻകം മീൻസ് ടാക്സ് അടയ്ക്കേണ്ട ഒരു ഇൻകം കാണിക്കാതെ ഇരുന്നിട്ടുണ്ട്, പ്രോപ്പറായിട്ട് അയാൾ കാണിച്ചിട്ടില്ല എങ്കിൽ അത് റീ അസസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, ഇൻകം ടാക്സ് ഓഫീസർക്കുണ്ട്. വീണ്ടും അതിനെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അവർ വീണ്ടും പരിശോധിക്കും. ടാക്സ് അടയ്ക്കണമെങ്കിൽ ടാക്സും പെനാൽറ്റി അടക്കം നമ്മളെ കൊണ്ട് അടപ്പിക്കുകയും ചെയ്യും. ദാറ്റ് ഈസ് ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ്. ഇപ്പം നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞതിനേക്കാൾ മുകളിൽ ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഈ റീ അസസ്മെന്റിലേക്ക് അല്ലെങ്കിൽ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റിലേക്ക് പോകും. ലാസ്റ്റ് പ്രിക്കോഷണറി അസസ്മെന്റ് ആണ്. ഇത് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പ്രിക്കോഷണറി അസസ്മെന്റ് ഒരു ഇയറിൽ പ്രീവിയസ് ഇയർ ആണെന്ന് തോന്നുന്നുണ്ട് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. where it is not clear that as to who has received the income, the assessing officer can commence proceeding against the persons to determine the question as to who is responsible for payment of tax. അതായത് ഒരു 2 ഇൻഡിവിജ്വൽസിന്റെ കേസിൽ ആരാണ് ടാക്സ് അടയ്ക്കേണ്ടത്, ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ കേസിൽ ഒരു പർട്ടിക്കുലർ ഇൻകത്തിന്റെ മുകളിൽ ആരാണ് ടാക്സ് അടയ്ക്കേണ്ടത് എന്നുള്ളതിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ 2 പേരുടെയും മേൽ എന്ത് ചെയ്യാം, അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് ആരാണോ ടാക്സ് അടയ്ക്കേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കാം. ഇപ്പം മൈനർ ചൈൽഡിന്റെ ഇൻകം ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വരാറുണ്ട്. അതേപോലെ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് റിവോക്കബിൾ ട്രാൻസ്ഫർ ആണെങ്കിൽ, ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റിന്റെ കേസിലൊക്കെ ഇത് സംഭവിക്കാറുണ്ട്. 2 വ്യക്തികൾ റെസ്പോൺസിബിൾ ആവുന്ന ഒരു ഇൻകത്തിനെങ്കിൽ ഇതിൽ ആരാണ് ടാക്സ് അടയ്ക്കേണ്ടതെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് 2 പേരുടെ മേലെയും അസസ്മെന്റ് പോവാറുണ്ട്. ദാറ്റ് ഈസ് പ്രിക്കോഷണറി അസസ്മെന്റ്. സോ ഇത്രയാണ് ടൈപ്പ് ഓഫ് അസസ്മെന്റ്. നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. റിട്ടേൺ, ടൈപ്സ് ഓഫ് റിട്ടേൺ, അസസ്മെന്റ്, അഡ്വാൻസ് ടാക്സ്, TDS, TCS തിയറി ആയിട്ട് അവിടെ നിന്ന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ ഇൻകം ടാക്സ് അതോറിറ്റീസ്, അവരുടെ പവർ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം.
ഞാൻ ബാക്ക് ടു ദ പ്രോബ്ലത്തിലേക്ക് പോവാണ്. എസ് എ പ്രോബ്ലം ആണ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാം. നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള എസ് എസ് തന്നെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ബാക്കി പ്രോബ്ലം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് അത് നമുക്ക് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് നമ്മൾ ഓരോന്നും വർക്കൗട്ട് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെന്ന് ഒന്ന് ജസ്റ്റ് നോക്കാം. Mr. Albert, employed in a company in Ernakulam on a basic pay of rupees 26,000 per month ആണ്, 26,000 per month ആണ്. He also received dearness allowance of rupees 5,000 per month. Education allowance for 2 children rupees 150 per month per child. Commission 1% on sale 20 lakh ആണ്. ആൻഡ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 2,000 പെർ മന്ത്. സോ ഇത്രയും കാര്യങ്ങൾ സാലറിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് ശ്രദ്ധിച്ചോളൂ. എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് ശ്രദ്ധിച്ചോളൂ. ബേസിക് പേ തന്നിട്ടുണ്ട്, ബേസിക് പേ തന്നിട്ടുണ്ട്, ഡി എ തന്നിട്ടുണ്ട്, ടാക്സബിൾ ആണ്. എഡ്യൂക്കേഷൻ അലവൻസ് തന്നിട്ടുണ്ട്, ടാക്സബിൾ ആണ്. ബട്ട് റൂൾ ഓർത്ത് വെക്കണം, 100 പെർ ചൈൽഡ് പെർ മന്ത് എക്സെപ്റ്റ് ചെയ്യാം. മാക്സിമം 2 ചിൽഡ്രൻ. ഇവിടെ 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ, പക്ഷേ 150 രൂപയുണ്ട്. അപ്പം 100 മാത്രം നമുക്ക് എക്സെപ്റ്റ് ചെയ്യാം. ടോട്ടൽ 100 രൂപ നമുക്ക് എക്സെപ്റ്റ് ചെയ്യാം. കമ്മീഷൻ തന്നിട്ടുണ്ട്, കമ്മീഷൻ നമുക്ക് എടുക്കാം. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഓൾസോ ടാക്സബിൾ. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ മാത്രമേ എക്സംഷൻ വരുന്നുള്ളൂ. സോ നമുക്ക് സാലറി കാൽക്കുലേഷൻ ആദ്യം ചെയ്യാം. സാലറി ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. സി ഇൻകം ഫ്രം സാലറി എന്ന് ഹെഡിങ് കൊടുക്കുക. സോ നിങ്ങൾ എസ് എ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ഓരോ ഹെഡുകൾ വേറെ വേറെ കൊടുക്കുക കേട്ടോ. ഓരോ ഹെഡുകൾ കൊടുക്കുക, ഹെഡ് വെച്ച് തന്നെ നിങ്ങൾ ചെയ്തു പോവുക. സോ ഒന്നാമത്തെ ഹെഡ് ഇൻകം ഫ്രം സാലറി ആണ്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിക്കോളൂ. മിസ്റ്റർ ആൽബർട്ട് ഈസ് എംപ്ലോയ്ഡ് ഇൻ കമ്പനി എറണാകുളം. ബേസിക് പേ 26,000. സോ ബേസിക് പേ എത്ര നോക്കാം. ബേസിക് പേ ഈ പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്യും. മറ്റേ പ്രോബ്ലംസ് ഒക്കെ പറയൂട്ടെ എങ്ങനെയാണെന്നുള്ളത്. 26,000 ഇൻറ്റു 12 ആണ്. സോ 26,000 ഇൻറ്റു 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 3,12,000. 3,12,000 ബേസിക് പേ. ദെൻ ഓൾസോ റിസീവ്ഡ് ഡി എ 5,000 പെർ മന്ത് ആണ്. സോ ഡി എ 5,000 പെർ മന്ത് ആണ്. സോ 5,000 ഇൻറ്റു 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 60,000, 60,000. ദെൻ എഡ്യൂക്കേഷൻ അലവൻസ്, എഡ്യൂക്കേഷൻ അലവൻസ് എത്രയാണ് എമൗണ്ട് നോക്കാം. 150 പെർ മന്ത് പെർ ചൈൽഡ് ആണ്. 2 കുട്ടികളുണ്ട്. അപ്പം നമ്മൾ 150 ഇൻറ്റു 2 ഇൻറ്റു 12 ചെയ്യണം പെർ മന്ത് ആയതുകൊണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3,600. 3,600 രൂപയുണ്ട് ലെസ് എക്സംഷൻ. എക്സംഷൻ ഓർത്ത് വെക്കുക. എഡ്യൂക്കേഷൻ അലവൻസ് എപ്പോഴും നമ്മൾ കാണുന്നതാണ്. 100 പെർ മന്ത് പെർ ചൈൽഡ് ആണ്. സോ നമുക്ക് 100 ഇൻറ്റു 2 കുട്ടികളുണ്ട്, 200 രൂപ എക്സംഷൻ ഉണ്ട്. ഇൻറ്റു 12 വരുമ്പോൾ 2,400 രൂപ എക്സംഷൻ വരുന്നുണ്ട്. നമുക്ക് 1,200 രൂപ എമൗണ്ട് വരും. 1,200 അല്ലേ, 3,600 2,400 കുറച്ച് ബാക്കി 1,200 മതി. കമ്മീഷൻ 1% ഓൺ സെയിൽസ് ആണ്. ടേൺ ഓവറിൻ്റെ മുകളിലാണ്. ദാറ്റ് ഈസ് 20 lakh സെയിൽസ് ഉണ്ട് അല്ലേ. 20 lakh സെയിൽസ് വരുന്നുണ്ട്. 20 lakhൻ്റെ 1% എടുക്കാം. ദാറ്റ് ഈസ് 20,000. സോ കമ്മീഷൻ 20,000. സാലറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റെന്തെങ്കിലും ഐറ്റം ഉണ്ടോ നോക്കാം. നത്തിങ് ദർ. സോ നമ്മൾ സാലറി ടോട്ടൽ ചെയ്യുന്നു. 3,12,000 ആണ് ബേസിക് പേ വരുന്നത്.
60,000 രൂപ നമുക്ക് DA വരുന്നുണ്ട്. 1,200 രൂപ നമുക്ക് അലവൻസ് വരുന്നുണ്ട്. 20,000 നമുക്ക് കമ്മീഷൻ വരുന്നുണ്ട്. സോ 3,93,000 രൂപ വരുന്നുണ്ട് അല്ലേ? 3,93,200 3,93,200 നമുക്ക് സാലറി വരുന്നത്. ദിസ് ഈസ് സാലറി. ആക്ച്വലി ദിസ് ഈസ് ഗ്രോസ് സാലറി. നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടെ കുറച്ച് വയ്ക്കാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയാണ്. നോർമൽ കേസിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടി പറ്റും. 3,93,200 മൈനസ് 50,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 3,43,200. ദിസ് ഈസ് നെറ്റ് സാലറി. ഓർ ഇൻകം ഫ്രം സാലറി 3,43,200 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കാൽക്കുലേഷനകത്ത് പോവാം. ഹി ഓൺസ് 2 ഹൗസസ്. ഒന്ന് റെസിഡൻഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്നതാണ്, സ്വന്തം വീട് തന്നെയാണ്. ദ സെക്കൻഡ് ഹൗസ് ഈസ് ലെറ്റ് ഔട്ട് ഓൺ എ മന്ത്ലി റെന്റ് ഓഫ് റുപ്പീസ് 6,000. 6,000 രൂപയാണ് മന്ത്ലി റെന്റ് വരുന്നത്. സോ ഹി ഹാസ് പെയ്ഡ് മുനിസിപ്പൽ ടാക്സ് 5% മുനിസിപ്പൽ ടാക്സ് അടയ്ക്കുന്നുണ്ട്. മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട് 90,000 ആണ്. ഹി ഓൾസോ പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം റുപ്പീസ് 600. നമുക്ക് ഇവിടെ ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. പെർ മന്ത് ഓൺ ഹൗസ് വേക്കൻസി പീരീഡ് ഓഫ് ഹിസ് മന്ത് ഈസ് 1 month. ഒരു മാസം വേക്കൻസി വന്നിട്ടുണ്ട്. വേക്കൻസി വന്നാൽ GAV എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്, ആക്ച്വൽ റെന്റ് ആണ്. സോ ഹൗസ് പ്രോപ്പർട്ടി എന്ന് ഹെഡിങ് കൊടുക്കാം. സോ ശ്രദ്ധിക്കേണ്ട, GAV നമ്മൾ എഴുതുമ്പോൾ 6,000 രൂപയാണ് റെന്റ് ഉള്ളത്. 6,000 × 12 ചെയ്താൽ മതി. 6,000 × 12 ചെയ്താൽ മതി. ബട്ട് ഇവിടെ ഒരു മാസം എന്താണ് വേക്കൻസി ഉണ്ട്. സോ 6,000 × 11 ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 66,000. 66,000 രൂപ. മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്യാം. 5% മുനിസിപ്പൽ ടാക്സ് ആണ് 90,000 മുകളിൽ. സോ 90,000 ആണ് മുനിസിപ്പൽ വാല്യൂ. അതിൻ്റെ 5% കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 4,500 രൂപ. മുനിസിപ്പൽ ടാക്സ് 4,500 രൂപയാണ്. നമ്മളിവിടെ മൈനസ് മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കാം. 4,500 രൂപ. 66,000-നകത്തുനിന്ന് മൈനസ് 4,500 ചെയ്താൽ നമുക്ക് 61,500 വരും. സോ ഹൗസ് പ്രോപ്പർട്ടി എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കണം, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കണം, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ കുറയ്ക്കണം. ഇത്രയേ കുറയ്ക്കാൻ പാടുള്ളൂ. അത് കുറച്ചാൽ മതി. ഇൻട്രസ്റ്റ് ഓൺ ലോണും കൂടെ നമുക്ക് ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ വരുന്നില്ല. മൈനസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ആണ്. സോ 61,500-ന്റെ 30% നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 18,450. സോ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം വരിക 61,500-നകത്തുനിന്ന് മൈനസ് 18,450. ദാറ്റ് ഈസ് ഈക്വൽ ടു 43,050 രൂപ നമുക്ക് അവിടെ ബാലൻസിങ് ഫിഗർ വരും. ദാറ്റ് ഈസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിന് വാല്യൂ ഉണ്ടാവില്ല. സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിൻ്റെ വാല്യൂ എപ്പോഴും നില്ലായിരിക്കും. അവിടെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യണം. ഈ കണക്കിൽ പലിശ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? പലിശ പറയാത്തതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ദെൻ ഇനി ഇൻകം ഫ്രം അതർ സോഴ്സ് വരുന്നുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരുന്നുണ്ട്. നിങ്ങൾ ഓർഡർ തന്നെ ചെയ്യുക. ഇത് വരുന്നത് അതർ സോഴ്സ് ആണ്. നമുക്കത് അവിടെ വെക്കാം. നമുക്ക് LTCG കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കൂ, 15 മെയ് 2022 ഇയാൾ എന്ത് ചെയ്തു? ലാൻഡ് വിറ്റിട്ടുണ്ട്. 6 ലക്ഷം രൂപയ്ക്ക് ലാൻഡ് വിറ്റിട്ടുണ്ട്. ഓക്കെ, വിച്ച് പർച്ചേസ്ഡ് ഓൺ 12th June 2020. 2020 വാങ്ങിച്ചത്. നമുക്കറിയാം ഒരു അസറ്റ്, ഒരു ക്യാപിറ്റൽ അസറ്റ് 3 കൊല്ലത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്താലേ എന്തായിട്ട് മാറുള്ളൂ? LTCG ആയിട്ട് മാറുള്ളൂ. സോ ദിസ് ഈസ് STCG ആണ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാം. 6 lakh നമ്മൾ സെയിൽ ചെയ്ത പ്രൈസ് ആണ്. മൈനസ് അക്വിസിഷൻ കോസ്റ്റ് എത്രയാണ്? 4,20,000 അക്വിസിഷൻ കോസ്റ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1,80,000. സോ STCG 1,80,000 ആണ്. നമുക്കിവിടെ
ക്യാപിറ്റൽ ഗെയിൻ ഹെഡ് കൊടുക്കാം. അതിനകത്ത് STCG 1,80,000. ഓക്കെ. ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് 50,000 നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കണം, നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡിന്റെ റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് റൂൾ വരുന്നത്? ലോങ് ടേം ക്യാപിറ്റൽ ലോസ് എവിടുന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ക്യാരി ഫോർവേഡ് ലോസസ് 50,000 നമ്മൾ ഇവിടെ തന്നെ വെക്കും. ഇത് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യും കേട്ടോ. ഇത് നമുക്ക് എമൗണ്ട് കോളത്തിലേക്ക് എടുക്കരുത്, നേരിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുക. നമ്മളെ ഫൈനൽ ആൻസർ എത്രയാണ് വരിക? 1,80,000 തന്നെയാണ് വരിക. ദിസ് ഈസ് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ 1,80,000 തന്നെ എമൗണ്ട് കോളത്തിലേക്ക് പോവുക. 50,000 രൂപ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കുറയ്ക്കാൻ പറ്റില്ല. കാരണം അത് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് എപ്പോഴും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. സോ അടുത്തത് നോക്കാം. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ചെയ്തു. ഇനി ബിസിനസ് ഓർ പ്രൊഫഷനകത്ത് ഇൻകം വന്നിട്ടില്ല ഇതിനകത്ത്. ബട്ട് വി ഗോട്ട് ഇൻകം ഫ്രം അതർ സോഴ്സ്. നമുക്ക് അടുത്ത ഹെഡ് കൊടുക്കാം. ദാറ്റ് ഈസ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. സോ എന്തൊക്കെയാണ് നോക്കാം. ഇൻകം ഫ്രം അതർ സോഴ്സ് റിസീവ്ഡ് 22,000 as ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റി. ഗ്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അതിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഗ്രോസ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ, അഗ്രികൾച്ചർ ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞാൽ കാർഷിക വരുമാനം ഇന്ത്യയിൽ നിന്ന് എന്താണ്? എക്സംപ്റ്റ് ആണ്, എടുക്കേണ്ട ആവശ്യമില്ല. അവൈലബിൾ ആണ്, പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. എന്റർടൈൻമെന്റ് അലവൻസ് എടുക്കാൻ വിട്ടുപോയതാണ്. എന്റർടൈൻമെന്റ് അലവൻസ് എടുക്കാൻ വിട്ടുപോയതാ കേട്ടോ. സോറി. സാലറി കാൽക്കുലേഷനകത്ത് എന്റർടൈൻമെന്റ് അലവൻസ് വേണം കേട്ടോ. അത് എടുക്കാൻ വിട്ടുപോയതാണ്. ഞാൻ നിങ്ങളെ മെസ്സേജ് ശ്രദ്ധിച്ചില്ല. ഇവിടെ നമ്മൾ എഴുതിയപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എടുക്കാൻ വിട്ടുപോയതാണ്. എന്റർടൈൻമെന്റ് അലവൻസ് എടുക്കണം കേട്ടോ. എന്റർടൈൻമെന്റ് അലവൻസ് നമുക്കിവിടെ എവിടെ ചേർക്കാം? എന്റർടൈൻമെന്റ് അലവൻസ് 2,000 രൂപ വരും. 2,000 രൂപ വരും. സോ 3,43,200 3,43,200 പ്ലസ് 2,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 3,45,200 വരും. ഓക്കെ, താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ. അത് വിട്ടുപോയ കാര്യം ഓർമ്മിച്ച് നന്നായി. 3,45,200 വരും കേട്ടോ. എന്റർടൈൻമെന്റ് അലവൻസ് എടുക്കണം. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ മാത്രമേ ഒഴിവാക്കേണ്ട ആവശ്യമുള്ളൂ. STCG വന്നു, നമ്മൾ ക്യാരി ഫോർവേഡ് ലോസ് എടുക്കണ്ടെന്ന് പറഞ്ഞു. നോക്കൂ, ഇവിടെ നമുക്ക് ഇൻകം ഫ്രം അഗ്രികൾച്ചർ വന്നിട്ടുണ്ട്, അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് 72,000 ആണ്. നോക്കൂ, നിങ്ങൾ ടാക്സ് ഫ്രീ എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഗ്രോസ് അപ്പ് ചെയ്യണം. സോ ഗ്രോസ് അപ്പ് ചെയ്യാനുള്ള ഇക്വേഷൻ അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഈ ഇൻട്രസ്റ്റ് ഇൻകം ഗ്രോസിംഗ് അപ്പ് ചെയ്യാനുള്ള ഇക്വേഷൻ അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക കേട്ടോ. സോ വെരി സിമ്പിൾ. TDS പിടിച്ചിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് തരിക. അപ്പം നമ്മൾ അതിനെ ടോട്ടൽ എമൗണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റിന്റെ TDS 10% എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവുക ടോട്ടൽ എമൗണ്ടിന് 90% ആണ്. 10% ആ ഒരു TDS പിടിച്ചിട്ടുണ്ടാവും. സോ ഗ്രോസ് അപ്പ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എമൗണ്ട് റിസീവ്ഡ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 90 ചെയ്താൽ മതി. ഓക്കെ, ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 90 നമ്മൾ ചെയ്താൽ മതി. ഓരോന്നായിട്ട് എടുക്കുകയാണ് ഞാൻ. ഒന്നാമത്തെ ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റി. 22,000 രൂപ ടാക്സബിൾ ആണ്, നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് അഗ്രികൾച്ചർ ഇൻകം നില്ലാണ്, ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതി ചേർക്കുന്നുണ്ട്. അഗ്രികൾച്ചർ ഇൻകം എടുക്കേണ്ട ആവശ്യമില്ല, ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് നമ്മളതിനെ ഗ്രോസ് അപ്പ് ചെയ്യണം. നമുക്ക് കിട്ടിയ എമൗണ്ട് 72,000 ആണ്. 72,000 ഇൻറ്റു 100 ബൈ 90 എത്രയാണ് എമൗണ്ട് നോക്കാം. 72,000 ഇൻറ്റു 100 ബൈ 90 ദാറ്റ് ഈസ് ഈക്വൽ ടു 80,000. ഓക്കെ, മറ്റെന്തെങ്കിലും അതർ സോഴ്സ് ഇൻകം ഉണ്ടോ നോക്കാം. നത്തിങ് ദർ. സോ ഓക്കെ, നമുക്ക് ആ അതർ സോഴ്സ് ഇൻകം ടോട്ടൽ ചെയ്യാം. 1,02,000 രൂപയുണ്ടാവും.
ഇൻകം ഫ്രം അതർ സോഴ്സ് 1,02,000 രൂപയുണ്ട്. and our total income will be, ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക, 3,45,200, 3,45,200 സാലറി ഇൻകം ഉണ്ട്. 43,050 നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഉണ്ട്. ക്യാപിറ്റൽ ഗെയിൻ 1,80,000 രൂപ വരുന്നുണ്ട്. ആൻഡ് 1,02,000 രൂപ അതർ സോഴ്സ്. ടോട്ടൽ 6,70,250 രൂപ വരുന്നുണ്ട്. ദിസ് ഇസ് GTI, ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. സോ ഇങ്ങനെ നമുക്ക് വരാറുണ്ട്. ഇത് 10 മാർക്കിനും അതേപോലെ 5 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം. ടാക്സ് ലയബിലിറ്റി കാൽക്കുലേഷൻ വരുന്നുണ്ട്. ആ ഒരു പ്രോബ്ലം കൂടി ഞാൻ വർക്കൗട്ട് ചെയ്യാം. ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ള പ്രോബ്ലം കൂടി വർക്കൗട്ട് ചെയ്യാം. ശ്രീ അശോക്, കോഴിക്കോട്, ഓൺസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഹാവിംഗ് മുനിസിപ്പൽ വാല്യൂ ഓഫ് ₹40 lakh. The complex consists of 5 units of identical size. All the units are let out for ₹80,000. 80,000 ആണ് മന്ത്ലി റെന്റ് വരുന്നത്. The municipal tax paid 3% of the municipal value. Interest on loan paid for the construction of the complex during the year is 1,20,000. So നമ്മൾ ആദ്യം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ സാലറി ഇൻകം വരുന്നില്ല. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സി നമ്പർ 1, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി HP കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇയാളുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എത്രയാണെന്ന് നോക്കാം. ഗ്രോസ് ആനുവൽ വാല്യൂ 80,000 പെർ മന്ത് ആണ് വാടക. 80,000 പെർ മന്ത്. സോ ഇറ്റ് ബിക്കം 80,000 ഇൻറ്റു 12, 9,60,000 വരും. 9,60,000 രൂപ നമുക്ക് ടോട്ടൽ റെന്റ് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറയ്ക്കേണ്ട ഐറ്റങ്ങൾ മുനിസിപ്പൽ ടാക്സ് 3% ഓൺ മുനിസിപ്പൽ വാല്യൂ ആണ്. 40 lakh ആണ് ടോട്ടൽ മുനിസിപ്പൽ വാല്യൂ. സോ 40 lakhന്റെ 40 ലക്ഷത്തിന്റെ 3% കാൽക്കുലേറ്റ് ചെയ്യാം. 3% 1,20,000 വരും. സോ 1,20,000 മുനിസിപ്പൽ ടാക്സ് വരുന്നുണ്ട്. മൈനസ് മുനിസിപ്പൽ ടാക്സ് 1,20,000 rupees. സോ റിമൈനിങ് ബാലൻസ് വരുന്നത് 8,40,000 രൂപ വരും. ദിസ് ഈസ് NAV, നെറ്റ് ആനുവൽ വാല്യൂ 8,40,000 വരും. നമ്മൾ റെന്റ് എടുത്തു, മൾട്ടിപ്ലൈ ചെയ്തു, മുനിസിപ്പൽ ടാക്സ് കുറച്ചു. ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എന്തുകൂടി കുറയ്ക്കണം? മൈനസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ദാറ്റ് ഈസ് 30%. സോ 8,40,000ന്റെ 8,40,000ന്റെ 30% കൂടെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ദാറ്റ് ഈസ് 2,52,000. സോ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടോ നോക്കാം. കൺസ്ട്രക്ഷന് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്, 1,20,000 ലോൺ ഉണ്ട്. അത് നമുക്ക് ഡിഡക്ട് ചെയ്യാം. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ലോണും കൂടെ മൈനസ് ചെയ്യാം. ഓക്കെ, സോ ഇൻട്രസ്റ്റ് ഓൺ ലോണും കൂടെ നമുക്ക് മൈനസ് ചെയ്യാം. 1,20,000 വരുന്നുണ്ട്. സോ നെറ്റ് എമൗണ്ട് എത്രയാ നോക്കാം. 8,40,000 മൈനസ് 2,52,000 മൈനസ്, സോ 4,68,000. 4,68,000 നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ഇനി വരുന്ന എന്താ നോക്കാം. ഹി ഓൾസോ ഓൺസ് എ ഫാക്ടറി ഇൻ വയനാട് ഫ്രം വിച്ച് ഹി മേഡ് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ₹26 lakh. സോ ഇവിടെ 26 lakh അയാൾക്ക് നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ആഫ്റ്റർ ചാർജിങ് ഡിപ്രീസിയേഷൻ 2,50,000. ദിസ് ഈസ് ബിസിനസ് ഇൻകം. അയാൾക്ക് ബിസിനസ് ഇൻകം ഉണ്ട്.
ബിസിനസ് ഇൻകം എടുക്കുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ കുറയ്ക്കാൻ പറ്റും. അലൗബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണെന്ത് ഡിപ്രീസിയേഷൻ. ബട്ട് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അലൗഡ് അല്ല. ഒരു പ്രൊവിഷനും എന്തല്ല ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അലൗഡ് അല്ല. പ്രൊവിഷൻസ് വെച്ചാൽ നമുക്കത് കുറയ്ക്കാൻ വേണ്ടി പറ്റില്ല. സോ എസ്പെഷ്യലി പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ കുറയ്ക്കാൻ പറ്റില്ല. അപ്പം നമ്മളത് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, സോ ഇൻകം ഫ്രം ബിസിനസ് നെറ്റ് പ്രോഫിറ്റ് എടുക്കുക. നെറ്റ് പ്രോഫിറ്റ് 26 lakh ആണ് നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്താണ് ആഡ് ബാക്ക് ചെയ്യാനുള്ളത്? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ നമുക്ക് ആഡ് ബാക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 4 lakh. 4 ലക്ഷം രൂപ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ആഡ് ബാക്ക് ചെയ്യുക. വി ഗോട്ട് ടോട്ടൽ ഓഫ് 30 lakh rupees. 30 ലക്ഷം രൂപ നമുക്ക് ടോട്ടൽ വരുന്നുണ്ട് അവിടെ അല്ല. ഇൻകം ഫ്രം ബിസിനസ് ആണ്. ഹി ഏൺഡ് എ ഡിവിഡൻഡ് ഓഫ് 3,20,000 ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. 5 ലക്ഷം രൂപ നാഷണൽ സ്പോർട്സ് ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. 2 lakh rupees പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. 2 lakh rupees രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ നമുക്ക് 80Gയിൽ വരുന്ന 80GGCയിലും ജിയിലും വരുന്ന ഐറ്റങ്ങളാണ്. നമുക്ക് അതർ സോഴ്സിലെ ഇൻകം കൂടി എടുക്കാം. ഇൻകം ഫ്രം അതർ സോഴ്സ് ഇൻകം ഫ്രം അതർ സോഴ്സ് വരുന്നത് ഡിവിഡൻഡ് മാത്രമാണ്. ഡിവിഡൻഡ്. സോ ഡിവിഡൻഡ് ഇന്ത്യൻ കമ്പനി ആണെങ്കിലും ഫോറിൻ കമ്പനി ആണെങ്കിലും നമുക്ക് ഇവിടെ ടാക്സബിൾ ആണ്. അറ്റ് പ്രസന്റ് 3,20,000 ആണ് ഇയാൾക്ക് വന്നിട്ടുള്ള ടോട്ടൽ എമൗണ്ട്. 3,20,000. ഓക്കെ, സോ നമുക്ക് ഇതൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. ടോട്ടൽ ഇൻകം എത്രയാ നോക്കാം. ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാ നോക്കാം. 4,68,000 പ്ലസ് 30 lakh പ്ലസ് 3,20,000. So it is 37,88,000. 37,88,000 ആണ് നമ്മുടെ GTI വരുന്നത്. ഇനി ഇവിടെ നമുക്ക് ഡിഡക്ഷൻസ് കൂടെ ചെയ്യാനുണ്ട്. ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U ഏതൊക്കെയാണ് നോക്കാം. തന്നിട്ടുള്ള ഡിഡക്ഷൻസ് ഏതൊക്കെയാണ് നോക്കാം. ഒന്ന് ഡൊണേഷൻ 5 lakh ടു നാഷണൽ സ്പോർട്സ് ഫണ്ട് ആണ്. നാഷണൽ എന്ന് കണ്ടാൽ നമ്മൾ ഒന്നും ഒരു ഡൗട്ട് ഉണ്ടാവരുത്, നേരിട്ട് കുറയ്ക്കാം. സെക്ഷൻ 80G വന്നിട്ടുണ്ട്. 80G. ദെൻ 2 lakh ടു പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ട് ആണ്. നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ട് രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി ആൻഡ് ജവഹർലാൽ നെഹ്റു ഇതെല്ലാം 50% ആണ്. 80G പ്രകാരം തന്നെ കുറയ്ക്കാം. ബട്ട് ദാറ്റ് ഈസ് 50%. 50% കേട്ടോ. 50%. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ 2 lakh പൊളിറ്റിക്കൽ പാർട്ടി കോൺട്രിബ്യൂഷൻ 80GGC ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കുറയ്ക്കാം. 80G പ്രകാരം 2 എമൗണ്ട് വരുന്നുണ്ട്. 5 lakh അതേപോലെ 2 lakh ടോട്ടൽ 7 lakh ഉണ്ട്. ഇവിടെ നമ്മൾ പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ട് 1 lakh കുറയ്ക്കാൻ പറ്റുള്ളൂ. 50% നോ ലിമിറ്റ് ആണ്. സോ ടോട്ടൽ വിൽ ബി 6 lakh. 80G പ്രകാരം 6 lakh നമുക്ക് കുറയ്ക്കാം. ഓക്കെ, നൗ ലാസ്റ്റ് വൺ ഡ്രോട്ട് റിലീഫ് ഫണ്ട് പറഞ്ഞു. 2 lakh പൊളിറ്റിക്കൽ പാർട്ടി, ദാറ്റ് ഈസ് സെക്ഷൻ 80GGC. 2 lakh rupees. 2 lakh rupees ആണ്. സോ ടോട്ടൽ 8 ലക്ഷം രൂപ ഡിഡക്ഷൻസ് വരുന്നുണ്ട്. ഓർ ടോട്ടൽ ഇൻകം വിൽ ബി, ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 37,88,000 ആയിരുന്നു. 37,88,000 മൈനസ് 8 ലക്ഷം, ദാറ്റ് ഈസ് ഈക്വൽ ടു 29,88,000 രൂപ വരും. ഓക്കെ, സോ ദിസ് ഈസ് ടോട്ടൽ ഇൻകം. ഇനി ഇതിൻ്റെ ടാക്സ് കാൽക്കുലേഷൻ ആണ്. എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. SAസിനകത്ത് ടാക്സ് കാൽക്കുലേഷൻ വന്നാൽ ഓൾഡ് റെജീം ആണെങ്കിൽ, ഓൾഡ് റെജീം ആണ് നോർമലി ചോദിക്കാറുള്ളത്. 80C to 80U കുറയ്ക്കാനൊക്കെ നമുക്ക് ഓൾഡ് റെജീം പ്രകാരം മാത്രമേ പറ്റുള്ളൂ. എങ്ങനെയാണ് ടാക്സ് ലയബിലിറ്റി കാണേണ്ടതെന്ന് നോക്കിയോളൂ. വെരി സിമ്പിൾ. നമ്മൾ സ്ലാബ് പറഞ്ഞിട്ടുണ്ട്. 2.5 ലക്ഷം രൂപ വരെ എന്താണ് നില്ലാണ്. 2.5 മുതൽ 5 ലക്ഷം വരെ
5%. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 20%. എബവ് 10 lakh 30% ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ടാക്സിൻ്റെ സ്ലാബ്. ഈ സ്ലാബ് പ്രകാരം നമ്മൾ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ടോട്ടൽ ഇൻകം എടുത്ത് ഇവിടെ വെച്ചു. ദാറ്റ് ഈസ് 29,88,000 രൂപ. ദിസ് ഈസ് അവർ ടോട്ടൽ ഇൻകം. ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഇത് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ടോട്ടൽ ഇൻകത്തിനെ നമ്മുടെ സ്ലാബ് പ്രകാരം ഡിവൈഡ് ചെയ്ത് പോകണം. ഓക്കെ, ഇനി ഇവിടെ LTCG ഉണ്ടോ നോക്കുക. LTCG കണക്കിൽ LTCG ഉണ്ടോ നോക്കുക. ഇൻകം ഫ്രം ബിസിനസ്സും ഹൗസ് പ്രോപ്പർട്ടിയുമാണുള്ളത്. ആൻഡ് LTCG ഇല്ല. LTCG ഉണ്ടെങ്കിൽ LTCGക്ക് സെപ്പറേറ്റ് റേറ്റ് ആണ്. ദാറ്റ് ഈസ് 20%. ഓക്കെ, അതേപോലെ വിന്നിങ് ഓഫ് ലോട്ടറി പോലുള്ള കാര്യങ്ങൾക്ക് എത്രയാണ്? ലോട്ടറി, ക്രോസ് വേർഡ് പസിൽസിനൊക്കെ വരുന്ന റേറ്റ് 30% ആണ്. ഇത്തരത്തിലുള്ള ഇൻകം നമ്മുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ബട്ട് ഈ കണക്കിലില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇതിനെ വെച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് പോകാം. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോക്കിക്കോളൂ. എൻ്റെ ടോട്ടൽ ഇൻകം 29,88,000 ആണ്. സോ ഫസ്റ്റ് 2.5 lakh, ആദ്യത്തെ 2.5 ലക്ഷത്തിന് നില്ലാണ്, ടാക്സ് വേണ്ട, അത് നമുക്ക് ഒഴിവാക്കാം. അടുത്ത 2.5ക്ക് എങ്ങനെയാണ് നമുക്ക് അടുത്ത 2.5 കിട്ടിയത്? നെക്സ്റ്റ് 2.5 lakh, നെക്സ്റ്റ് 2.5 lakhന് 5% ആണ്. അതായത് 2.5 മുതൽ 5 ലക്ഷം വരെ 5% നമ്മൾ ആ സ്ലാബ് ചാർജ് ചെയ്യണം. നേരെ പോയിട്ട് ടോട്ടൽ 29,88ന് 30% ചാർജ് ചെയ്യരുത്. 2.5 മുതൽ 5 വരെയുള്ള അതിനിടയ്ക്ക് എത്ര എമൗണ്ട് ഉണ്ടാവും? 2.5 lakh to 5 lakhന്റെ ബിറ്റ്വീൻ വരുന്നത് 2.5 ലക്ഷം രൂപയാണ്. ആ 2.5ക്ക് 5% ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 12,500 രൂപ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇപ്പോൾ 2.5 നമ്മൾ ഒഴിവാക്കി. ഇപ്പം 5 ലക്ഷമായി അല്ലേ? 2.5 നമ്മൾ 0 ടാക്സ് വേണ്ട. അടുത്ത 2.5ക്ക് നമ്മൾ 5 ചാർജ് ചെയ്തു. ബാലൻസ് എത്ര ഉണ്ടാവും? 5 to 10 വരെ. 5 to 10 lakh. ആ 5 to 10 lakhന്റെ ബിറ്റ്വീൻ നമുക്ക് 5 ലക്ഷം രൂപ എന്തുണ്ട്? ടാക്സ് വരുന്നുണ്ട്. 5 ലക്ഷം രൂപ നമുക്ക് ടാക്സ് സ്ലാബ് വരുന്നുണ്ട്. സോ നെക്സ്റ്റ് 5 lakhന് ടാക്സിൻ്റെ റേറ്റ് 20% ആണ്. എന്ന് പറഞ്ഞാൽ എമൗണ്ട് 1 ലക്ഷം രൂപയുണ്ടാവും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ടാക്സ് കാൽക്കുലേഷൻ ക്ലിയർ ആണല്ലോ? എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത് ക്ലിയർ ആണല്ലോടാ? ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇനി വരുന്നത് എത്രയാണ് നോക്കൂ. നെക്സ്റ്റ് ഇപ്പം എത്ര എമൗണ്ട് ആയി? 2.5, 5, 5ഉം 10 ലക്ഷമായി. 10 ലക്ഷത്തിന് മുകളിലോട്ട് എത്ര വന്നാലും നമുക്ക് 30% നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. അപ്പം നോക്കാം, നെക്സ്റ്റ് എത്ര ഉണ്ട് നോക്കാം. 10ഉം കഴിച്ച് 29,88,000 എത്ര ഉണ്ട് നോക്കിയാൽ ദാറ്റ് ഈസ് 19,88,000 ഉണ്ടാവും. നെക്സ്റ്റ് 19,88,000ന് 30% ടാക്സ്. സോ 19,88,000 രൂപ ഇൻറ്റു 30%, ദാറ്റ് ഈസ് ഈക്വൽ ടു 596,400. 596,400. സോ നമുക്കിത് ടോട്ടൽ ചെയ്യാം. എത്രയാണ് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി നോക്കാം. 12,500 പ്ലസ് 1 ലക്ഷം പ്ലസ് 596,400, ദാറ്റ് ഈസ് ഈക്വൽ ടു 7,08,900. 7,08,900 രൂപയാണ് ടാക്സ് ലയബിലിറ്റി. ഇവിടെ നമ്മൾ എന്തും കൂടെ ചെയ്യണം? ആഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും കൂടെ ചെയ്യണം. ദാറ്റ് ഈസ് 4%. ഈ അടയ്ക്കാനുള്ള ടാക്സിൻ്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 7,08,900ൻ്റെ 4%. ഓക്കെ, ഇൻറ്റു 4%, ദാറ്റ് ഈസ് ഈക്വൽ ടു 28,356. ഓക്കെ, സോ 28,356 പ്ലസ് 7,08,900, ദാറ്റ് ഈസ് ഈക്വൽ ടു 7,37,256 രൂപ. സോ ഇയാളുടെ നെറ്റ് ടാക്സ് ലയബിലിറ്റി 7,37,256 ആണ്. 7,37,256 രൂപയാണ്. സോ സ്ലാബ് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ചെയ്യുക.
എന്നിട്ട് കിട്ടുന്ന ടാക്സിനോട് എഡ്യൂക്കേഷൻ സെസ്സും കൂടെ ആഡ് ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ഓർത്ത് വെക്കടാ, TDS വന്നിട്ടുണ്ട് എങ്കിൽ ആ TDS ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. TDS മൈനസ് ചെയ്യണം, അഡ്വാൻസ് ടാക്സും മൈനസ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ചോദ്യത്തിൽ തന്നാൽ നമ്മൾ അത് മൈനസ് ചെയ്യണം. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക? നെറ്റ് ടാക്സ് ലയബിലിറ്റി കിട്ടുക. ഇപ്പോൾ ഈ ഒരു കേസിലൊക്കെ പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ ഇയാൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട ആളാണ്. അപ്പോൾ അയാൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിൽ ആ അഡ്വാൻസ് ടാക്സ് നമ്മൾക്ക് എന്ത് ചെയ്യാം? അവിടെ നിന്ന് മൈനസ് ചെയ്യാം. ഇത് ചോദ്യത്തിൽ തന്നാൽ നമ്മൾ മൈനസ് ചെയ്യണം. ഇങ്ങനെയാണ് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് പോവേണ്ടത് കേട്ടോ. ടാക്സ് ലയബിലിറ്റി കാൽക്കുലേഷൻ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മളത് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, ടോട്ടൽ ഇൻകം കാൽക്കുലേഷന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഞാൻ ഹെഡ് മാത്രം പറയാം, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. 67 ഏജുള്ള ആളാണ്, 67 ഏജുള്ള ആളാണ്. ടോട്ടൽ ഇൻകം കാൽക്കുലേഷനേ വരുന്നുള്ളൂ. സോ ടാക്സ് ലയബിലിറ്റിയെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നം വരില്ല. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡ് കാണിക്കുക. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഹെഡ് കാണിക്കുക. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ടഡ് ആണ്, നമ്മളൊന്നും ചെയ്യേണ്ട, നേരിട്ട് നമുക്ക് എഴുതാം. കമ്പ്യൂട്ടറിൽ നിന്ന് കണ്ടാൽ പിന്നെ നേരിട്ട് എഴുതാം കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് അതർ സോഴ്സ് എന്നുള്ള ഹെഡ് കാണിക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അതർ സോഴ്സ് കാണിക്കുക. ബട്ട് നെറ്റ് ആണ്. നെറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രോസ് അപ്പ് ചെയ്യണം. ഗ്രോസ് അപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇൻറ്റു 100/90 ചെയ്യണം കേട്ടോ. നെറ്റ് തന്നാൽ ഗ്രോസ് അപ്പ് ചെയ്യണം. ടാക്സ് ഫ്രീ ആണെങ്കിൽ ഗ്രോസ് അപ്പ് ചെയ്യണേ. ലെസ് ടാക്സ് ഗ്രോസ് അപ്പ് ചെയ്യരുത്. ടാക്സ് ഫ്രീ എന്ന് കണ്ടാൽ അത് നിർബന്ധമായിട്ടും ഗ്രോസ് അപ്പ് ചെയ്യണം. ടാക്സ് ഫ്രീ കണ്ടാൽ ഗ്രോസ് അപ്പ് ചെയ്യുക. അതേപോലെ നെറ്റ് കണ്ടാലും ഗ്രോസ് അപ്പ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റി അതർ സോഴ്സ് കാണിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൂട്ടിയ ശേഷം നമുക്ക് എന്ത് കിട്ടും? GTI കിട്ടും. PPF കോൺട്രിബ്യൂഷൻ 80C പ്രകാരം കുറയ്ക്കാം. ഡൊണേഷൻ ടു ലോക്കൽ അതോറിറ്റി ഫോർ ചാരിറ്റബിൾ പർപ്പസ് 80G പ്രകാരം കുറയ്ക്കാം. 80G ആണ്. പക്ഷേ എന്താണ് 80G 30,000 പകുതിയെ കുറയ്ക്കാൻ പറ്റുള്ളൂ. 50% വിത്ത് ലിമിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ലിമിറ്റ് കണ്ടു നോക്കണം. ഈ പ്രോബ്ലം പ്രോഫിറ്റ് ഫ്രം ബിസിനസ് വരുന്നുണ്ട്, 2,65,000 വരുന്നുണ്ട്. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 10,000 വരുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു ടോട്ടൽ ഇൻകം എത്രയാണെന്ന് പറഞ്ഞുതരാം. 26,000 രൂപ പ്ലസ് 50,000 രൂപ ക്യാപിറ്റൽ ഗെയിൻ ആണ്. 60,000 രൂപ വരുന്നുണ്ട്. 70,000 രൂപ, 54,000 രൂപ, 10,000 രൂപ നെറ്റാണ്. അത് 54,000 എന്നുള്ള നെറ്റാണ്. നമുക്ക് ഒരു 60,000 രൂപ അത് വരുന്നതായിരിക്കാം. 2,65,000 രൂപ, സോ ടോട്ടൽ 6,41,000 വരുന്നുണ്ട്. 6,41,000 80C പ്രകാരമുള്ള എമൗണ്ട് കുറയ്ക്കണം. ഇത് കുറയ്ക്കണം. ഇത് കുറച്ച് കഴിഞ്ഞാൽ -30,000 ചെയ്താൽ 6,11,000 വരുന്നുണ്ട്. 6,11,000 10% എന്ന് പറഞ്ഞാൽ 61,100 ഉണ്ടാവും. നമ്മുടെ ഡൊണേഷൻ 60,000 മാത്രമേ ഉള്ളൂ. സോ 60,000 പകുതി തന്നെ കുറയ്ക്കാം കേട്ടോ. സോ ഇത് 80C പ്രകാരം 30,000 കുറയ്ക്കാം. 80G പ്രകാരം 30,000 കുറയ്ക്കാം കേട്ടോ. 80G പ്രകാരം 30,000 കുറയ്ക്കാം. സോ മറ്റൊരു ചോദ്യം, GTI ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇൻകം ഫ്രം സാലറി ഡയറക്റ്റ് ആണ്, കമ്പ്യൂട്ടഡ് ആണ്, നമ്മളൊന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് എഴുതിയാൽ മതി. ഇൻകം ഫ്രം ഹൗസ് A ഉണ്ട്, 40,000 ഹൗസ് പ്രോപ്പർട്ടി എടുക്കാം. ലോസ് ഫ്രം ഹൗസ് B 62,000 സെറ്റ് ഓഫ് ചെയ്യാം. 40 സെറ്റ് ഓഫ് ചെയ്യാം. ശ്രദ്ധിക്കണേ, 40 സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 12,000 അല്ല 22,000 രൂപ എന്തുണ്ടാവും? ലോസ് ബാലൻസ് ഉണ്ടാവും. നോക്കൂ, 40,000 ഇൻകം ഉണ്ട്, ബട്ട് 62,000 നമുക്ക് ലോസ് ആണ്. ഹൗസ് പ്രോപ്പർട്ടി ലോസ് 22,000 നമുക്ക് നേരെ ഔട്ടർ കോളത്തിലേക്ക് എഴുതാം കേട്ടോ. എന്തുകൊണ്ട് എഴുതാം? ഹൗസ് പ്രോപ്പർട്ടി ലോസ് നമുക്ക് ഏത് ഹെഡിൽ നിന്ന് വേണേൽ സെറ്റ് ഓഫ് ചെയ്യാം. ക്യാരി ഫോർവേഡ് ചെയ്താൽ പിന്നെ ചെയ്യാൻ പറ്റില്ല. ആ കൊല്ലം നമുക്ക് ഏത് ഹെഡിൽ നിന്ന് വേണേൽ സെറ്റ് ഓഫ് ചെയ്യാം. അതുകൊണ്ട് -22,000 എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഔട്ടർ കോളത്തിൽ എഴുതുക കേട്ടോ. ക്യാരി ഫോർവേഡ് ചെയ്യരുത്, നേരെ നമ്മളെ എമൗണ്ട് കോളത്തിലേക്ക് എഴുതുക. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് എക്സ് ഇൻകം ഫ്രം ബിസിനസ്സിനകത്ത് എഴുതാം. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് Y നമുക്ക് നേരിട്ട് 70,000 എഴുതാം. ലോസ് ഫ്രം ബിസിനസ് Z നമുക്ക് അവിടുന്ന് മൈനസ് ചെയ്യാം, ഇത് മൈനസ് ചെയ്യാം. പ്രോഫിറ്റ് ഫ്രം ഷെയർ ഓഫ് ബിസിനസ് സ്പെക്കുലേറ്റീവ് ആണ്. സ്പെക്കുലേറ്റീവ് പ്രോഫിറ്റ് നമ്മൾ നേരിട്ട് എഴുതിയാൽ മതി. ലോസ് ഫ്രം സിൽവർ ബിസിനസ് സ്പെക്കുലേഷൻ 180 ഉണ്ട്.
180 ലോസ് ഉണ്ട്, 90,000 പ്രോഫിറ്റ് ഉണ്ട്, 180 ലോസ് ഉണ്ട്. ഇവിടെ ലോസ് 90,000 പിന്നെയും നിൽക്കും അല്ലേ? 90,000 ബാലൻസ് ഉണ്ടാവും. ഈ 90,000 നിങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്യുക. എമൗണ്ട് കോളത്ത് കൊണ്ടുവരരുത്. ആ മൈനസ് ഫിഗറിനെ നിങ്ങൾ ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. എമൗണ്ട് കോളത്തിലേക്ക് എടുക്കാൻ പറ്റില്ല. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നേരിട്ട് എഴുതാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് സെറ്റ് ഓഫ് ചെയ്യാം. ഇത് സെറ്റ് ഓഫ് ചെയ്യാം കേട്ടോ. സെറ്റ് ഓഫ് ചെയ്താൽ ബാലൻസ് ഉണ്ടാവും. ഈ 40,000-നകത്ത് 25,000 ഇത് കുറച്ച് കഴിഞ്ഞാൽ 15,000 രൂപ പിന്നെയും ബാലൻസ് ഉണ്ടാവും. ഇത് 15,000 ലോസ് ആണടാ. ഈ ലോസ് നിങ്ങൾ എന്ത് ചെയ്യുക? ക്യാരി ഫോർവേഡ് ചെയ്യുക കേട്ടോ. ആഷിഫ അഞ്ജു 6th സെമസ്റ്ററിന്റെ ലൈവാണ്. നമ്മൾ 7:30 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻകം ടാക്സിന്റെ പോർഷൻസ് ആണ്, പ്രോബ്ലം സൈഡ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൈവിന് ശേഷം നമുക്ക് ഈ ലൈവ് ഒന്നുകൂടി റെഫർ ചെയ്യാം. നമ്മൾ 3 മണിക്കൂർ ലൈവും കൂടെ പോയിട്ടുണ്ട്. ആ ലൈവ് എടുത്ത് റെഫർ ചെയ്യാം കേട്ടോ. ഓക്കെ. ദെൻ ഇൻകം ഫ്രം കാർഡ് ഗെയിംസ് വരുന്നത് അതർ സോഴ്സ് ഹെഡ് ആണ്. വിന്നിങ് ഫ്രം ലോട്ടറി ഗ്രോസ് ആണ്. ഒന്നും ചെയ്യരുത്. നെറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസിംഗ് അപ്പ് ചെയ്യണം. ഗ്രോസിംഗ് അപ്പ് ചെയ്യേണ്ട ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. ലോട്ടറിന്റെ കേസിൽ നിങ്ങൾ ഗ്രോസിംഗ് അപ്പ് ചെയ്യേണ്ടത് *100/70 കൊണ്ടാണ്. ഇവിടെ നെറ്റ് എന്ന് പറഞ്ഞാലേ ഗ്രോസിംഗ് അപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഗ്രോസ് ആണ്. ലോസ് ഫ്രം ഹോഴ്സ് റേസ്. ലോസ് ഫ്രം ഹോഴ്സ് റേസ് നേരെ ക്യാരി ഫോർവേഡ് ചെയ്യുക. എന്തുകൊണ്ടാണ്? ഇൻകം ഫ്രം ഹോഴ്സ് റേസ് നിന്നും ഉള്ള വരുമാനത്തിൽ നിന്നും മാത്രമേ നമുക്കത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എമൗണ്ട് ക്യാരി ഫോർവേഡ് ചെയ്യുക. എമൗണ്ടിലേക്ക് വരാൻ പാടില്ല. വിന്നിങ് ഫ്രം ലോട്ടറി നേരിട്ട് എമൗണ്ടിലേക്ക് വരാം. ഇത് രണ്ടും മാത്രമേ അതർ സോഴ്സിനകത്ത് ഉണ്ടാവുള്ളൂ. 2 ഇൻകം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇത് വെച്ച് നിങ്ങൾക്ക് GTI കാൽക്കുലേറ്റ് ചെയ്യാം. സോ ടാക്സ് സ്ലാബ് നോക്കിയിട്ട് പോണേ. 5, 20, 30 ഓൾഡ് സ്ലാബാണ് നോക്കേണ്ടത്. ഞാൻ പ്രീവിയസ് ഇയറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുകയാണ്, എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. GST എന്നൊക്കെ വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഇമ്പോർട്ടൻസ് വീഡിയോ നമ്മൾ ചെയ്തിടാം. നിങ്ങൾ ഈ ചാനലൊന്ന് നോക്കിയാൽ മതി. 19 അഡ്മിഷൻ ഓൺവേർഡ്സ് ആണ് നിങ്ങൾക്ക്. 23-ലേതാണ് ഞാൻ നോക്കുന്നത്. 23-ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. സെക്ഷൻ 80 GG ചോദിച്ചിട്ടുണ്ട്. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഫ്രണ്ട് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളവിടെ ടോട്ടൽ ഇൻകം മൈനസ് 10%, റെന്റ് റിസീവ്ഡ് മൈനസ് 10% ഓഫ് ടോട്ടൽ ഇൻകം, 25% ഓഫ് ടോട്ടൽ ഇൻകം, 5,000 per month, whichever is less can be deducted. 80 GG. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ CBDT. വെരി ഇമ്പോർട്ടൻറ്റ്. CBDT ചോദിക്കാറുണ്ട്. TDS ചോദിച്ചിട്ടുണ്ട്. ദെൻ GST സൈഡും ചോദിക്കുന്നതാണ്. HSN കോഡ് ചോദിക്കാറുണ്ട്. GSTIN എന്താണ് ചോദിച്ചിട്ടുണ്ട്. GSTIN നമ്പറാണ്, നമ്മുടെ GST നമ്പറാണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഔട്ട്പുട്ട് ടാക്സ് ക്രെഡിറ്റ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ദെൻ GSTR 1 എന്താണ്, GSTR 9 എന്താണ്, GSTR 9B എന്താണ്. സോ GSTR ഫോമിൻ്റെ നമ്പറും അതിന് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രം പഠിച്ചു വെക്കുക. ആൻഡ് ഇ-വേ ബില്ല് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇ-വേ ബില്ല് നോക്കി വെക്കണം. ഇ-വേ ബില്ല് നമുക്കറിയാം, ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇ-വേ ബില്ല് ആവശ്യമാണ്. ഇപ്പോൾ 50,000 മുകളിൽ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഇ-വേ ബില്ല് ആവശ്യമാണ്. അതെന്താണെന്ന് ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ എനി 10 ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C. 80C പ്രകാരമുള്ള 10 ഡിഡക്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇൻഷുറൻസ് പ്രീമിയം, കോൺട്രിബ്യൂഷൻ ടു RPF, കോൺട്രിബ്യൂഷൻ ടു SPF, കോൺട്രിബ്യൂഷൻ ടു PPF, LIC പ്രീമിയം ഞാൻ പറഞ്ഞു ഓൾറെഡി. ചിൽഡ്രൻസ് ട്യൂഷൻ ഫീസ് വരാറുണ്ട്. ദെൻ സീനിയർ സിറ്റിസണിൻ്റെ ഡെപ്പോസിറ്റ് സ്കീം വരാറുണ്ട്. സുകന്യ സമൃദ്ധി സ്കീം വരുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട്, യൂണിറ്റ് മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ വരാറുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് വരുന്നുണ്ട്. സോ ഇത് 80C പ്രകാരമുള്ള ഡിഡക്ഷൻസ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ചോദിക്കാൻ സാധ്യതയുണ്ട്. 80C to 80U എല്ലാ സെക്ഷനും പഠിച്ചു വെക്കുക കേട്ടോ. അത് എവിടെ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് GST സിസ്റ്റം, അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പഠിക്കുക. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കാസ്കേഡിങ് എഫക്റ്റ് ഓഫ് ടാക്സ് ഒഴിവാക്കി എന്നുള്ളത്. GSTൻ്റെ കേസിൽ കാസ്കേഡിങ് എഫക്റ്റ് ഇല്ല. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരാൾ മിസ്റ്റർ A എന്ത് ചെയ്യുന്നു, 100 രൂപയ്ക്ക് ഒരു സാധനം Bക്ക് വിൽക്കുന്നു. അപ്പോൾ അയാൾ ടാക്സ് കളക്ട് ചെയ്യും. ഇപ്പം ഞാൻ 100 രൂപയ്ക്ക് വിത്ത് ടാക്സ് 110 രൂപയ്ക്കാണ് Bക്ക് വിൽക്കുന്നതിരിക്കുക. ഇതിനകത്ത് 10 രൂപ എന്താണ്, ടാക്സ് ആണ്. ഇനി B ഇത് Cക്ക് വിൽക്കുന്ന സമയത്ത് ഈ 110ൻ്റെ മുകളിലാണ് ടാക്സ് കണക്കാക്കുക.
110 മുകളിൽ ടാക്സ് കണക്കാക്കുമ്പോൾ ആക്ച്വലി ഈ 10 എന്ന് പറയുന്നത് പഴയ ടാക്സ് ആണ്, മറ്റേ ആൾ തന്നപ്പോഴുള്ള ടാക്സ് ആണ്. ആ ടാക്സിന്റെ മുകളിൽ പിന്നെയും ടാക്സ് കണക്കാക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു വാറ്റ് ആണെങ്കിലും ഒക്കെ ഉള്ളത്. ബട്ട് GSTന്റെ കേസിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വന്നതോടുകൂടി എക്സാക്ട്ലി വാല്യൂവിന്റെ മുകളിൽ ടാക്സ് മാത്രം അടച്ചാൽ മതി കസ്റ്റമർ. ഒരിക്കലും കാസ്കേഡിങ് എഫക്റ്റ് ഉണ്ടാവില്ല. ഫൈനൽ പ്രോഫിറ്റ് കൂട്ടിയിട്ട് എത്രയാണോ ഈ ഫൈനൽ സെല്ലർ വിൽക്കുന്നത് ആ വാല്യൂവിന്റെ മുകളിൽ ടാക്സ് എന്ത് ചെയ്താൽ മതി, കസ്റ്റമർ എന്ത് ചെയ്താൽ മതി, അടച്ചാൽ മതി. സോ കാസ്കേഡിങ് എഫക്റ്റ് എന്നുള്ളത് പഠിച്ചു വെക്കുക. അവിടുന്ന് GST അതോറിറ്റീസിന്റെ പവർ ഓഫ് ഇൻസ്പെക്ഷൻ, സെർച്ച്, സീഷർ, ആ കാര്യം ചോദിക്കാറുണ്ട്. CGST, SGST, IGST എന്താണ്? IGST അട്രാക്ട് ചെയ്യുന്നത് എപ്പോഴാണ്? CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ GST ആണ്. SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് GST ആണ്. IGST ഇൻ്റഗ്രേറ്റഡ് GST ആണ്. സോ ഈ IGST എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞാൽ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈയിലാണ്. ഇത് പരീക്ഷയ്ക്ക് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈയിൽ വരുന്ന ടാക്സ് വരുന്നത് IGST ആണ്. ഓക്കെ, നമ്മുടെ സംസ്ഥാനത്തിനുള്ളിൽ തന്നെയാണെങ്കിൽ നമുക്ക് അവിടെ വരിക എന്താണ്, CGSTയും SGSTയും ആണ് വരിക. ഓക്കെ, ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് സീമ 6 lakh rupees ആണ്. He made the following donations. പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട് ഫുൾ എമൗണ്ട് കുറയ്ക്കാം. നാഷണൽ റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഫുൾ എമൗണ്ട് കുറയ്ക്കാം. ഗുജറാത്ത് എർത്ത് കേക്ക് റിലീഫ് ഫണ്ട് ഫുൾ എമൗണ്ട് കുറയ്ക്കാം. PM നാഷണൽ ഡ്രോട്ട് റിലീഫ് ഫണ്ട് 50% കുറയ്ക്കാം. ഡ്രോട്ട് റിലീഫ് ഫണ്ട് 50% കുറയ്ക്കാം. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ 50% കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് 5000 കംപ്ലീറ്റ് കുറയ്ക്കാം. LIC പെൻഷൻ ഫണ്ട് ഫുൾ എമൗണ്ട് കുറയ്ക്കാം. 80cc പ്രകാരം ഫുൾ എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ടോട്ടലിംഗ് കാൽക്കുലേറ്റ് ചെയ്യാണ്. 5 മാർക്കിനാണ് ചോദിച്ചത്. ഈ പറഞ്ഞൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ കഴിഞ്ഞ വർഷം 24ാമത്തെ ചോദ്യം ഒന്ന് ഉണ്ടെങ്കിൽ ഒന്ന് റെഫർ ചെയ്ത് വെക്കാം. ഇൻകം ഫ്രം സാലറി കമ്പ്യൂട്ടഡ് ആണ്. ടാക്സബിൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ തന്നിട്ടുണ്ട്. ഇതൊക്കെ 1 by 1 ആയിട്ട് എഴുതിയാൽ മതി ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ട്. സോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന്ന് നമ്മൾ ആ ലോസ് എന്ത് ചെയ്യുക, സെറ്റ് ഓഫ് ചെയ്യുക. ക്യാഷ്വൽ ഇൻകം അതർ സോഴ്സിനകത്ത് കാണിക്കുക 20,000. ഹി ഹാഡ് പെയ്ഡ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 6,000 കംപ്ലീറ്റ് കുറയ്ക്കാം. 80C പ്രകാരം കംപ്ലീറ്റ് കുറയ്ക്കാം. ഈ കോൺട്രിബ്യൂഷൻ ടു RPF റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് 5000 ആണ്. കംപ്ലീറ്റ് എമൗണ്ട് കുറയ്ക്കാം 80C പ്രകാരം. 20,000 ബൈ ചെക്ക് ടു അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. ചാരിറ്റബിൾ സൊസൈറ്റിക്ക് 20,000 രൂപ കൊടുത്തു. 50% കുറയ്ക്കാൻ പറ്റുള്ളൂ, 10,000 കുറയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ 10,000 നേരിട്ട് കുറയ്ക്കരുത്. എന്ത് ചെയ്യണം, നമ്മുടെ ടോട്ടൽ ഇൻകം എടുത്തിട്ട്, ടോട്ടൽ ഇൻകം നമുക്ക് മുകളിൽ തന്ന ഇൻഫർമേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. വെരി സിമ്പിൾ ആയിരുന്നു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ ടോട്ടൽ ഇൻകത്തിന്റെ 10% കണ്ടുപിടിച്ചിട്ട് അതിന്റെ താഴെയാണെങ്കിൽ 50% കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ചാരിറ്റബിൾ സൊസൈറ്റി ആയതുകൊണ്ട് നിങ്ങൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കുറച്ചാൽ മതി. ദെൻ എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ ചോദിച്ചു. ഇൻകം ടാക്സ് റിട്ടേൺ ആണ് കഴിഞ്ഞ വർഷത്തെ essay 10 മാർക്കിന്. ടൈപ്സ് ഓഫ് റിട്ടേൺ നമ്മൾ പറഞ്ഞു അല്ലേ, വളണ്ടറി റിട്ടേൺ, ബിലേറ്റഡ് റിട്ടേൺ പറഞ്ഞല്ലോ. അപ്പോൾ ആ ടൈപ്സ് ഓഫ് റിട്ടേൺ പഠിച്ചു വെക്കുക. 10 മാർക്കിന് ചോദിച്ചാണ്, 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ടത്. ദെൻ ടൈം ഓഫ് സപ്ലൈ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഡിറ്റർമിനേഷൻ ഓഫ് സപ്ലൈ ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. സോ ടൈം ഓഫ് സപ്ലൈ അതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് GSTയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലേസ് ഓഫ് സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ എന്നുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ GSTയിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. ദെൻ 2 മാർക്കിന് ചോദിച്ചതാണ് വാട്ട് ഈസ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. നമ്മളിപ്പോൾ പറഞ്ഞു ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് എനി 10 ട്രാൻസാക്ഷൻ വേർ കോട്ടിംഗ് പാൻ ഈസ് കമ്പൽസറി. 10 ട്രാൻസാക്ഷൻ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 5 മാർക്കിന് ചോദ്യമാണ്. ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റും 5 മാർക്കാണ്. 10 ട്രാൻസാക്ഷൻ പാൻ കോട്ട് ചെയ്യേണ്ട 10 എണ്ണം, നമ്മളൊരു 5-8 എണ്ണം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ, നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ, 50,000 മുകളിൽ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ, FD ഇടണമെങ്കിൽ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സെല് ചെയ്യണമെങ്കിൽ, 5 lakhന് മുകളിൽ നമ്മൾ ജ്വല്ലറി വാങ്ങണമെങ്കിൽ ഒക്കെ എന്താണ്, പാൻ നിർബന്ധമാണ്.
വാഹനങ്ങൾ വാങ്ങണമെങ്കിൽ 10 lakhന് വാഹനങ്ങൾ വാങ്ങണമെങ്കിൽ നമുക്ക് എന്താണ് കാറൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് പാൻ കാർഡ് നിർബന്ധമാണ്. ലോൺ ആപ്ലിക്കേഷന് പാൻ കാർഡ് നിർബന്ധമാണ്. ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണ്. സോ ഓക്കെ, GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള പ്രൊസീജിയർ. ഇപ്പൊ GSTR 1 to GSTR 9, 9B വരെയുള്ള കാര്യങ്ങൾ നിങ്ങളത് കൃത്യമായിട്ട് നോക്കുക. അവിടെ നമുക്ക് വരുന്നതാണ്. Then 2022 ക്വസ്റ്റ്യൻ ആണ്. ക്ലബിംഗ് ഓഫ് ഇൻകം. വാട്ട് ഈസ് ക്ലബിംഗ് ഓഫ് ഇൻകം? വാട്ട് ഈസ് ക്ലബിംഗ് ഓഫ് ഇൻകം? നോക്കണടാ, ക്ലബിംഗ് ഓഫ് ഇൻകം ചോദിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലബിംഗ് ഓഫ് ഇൻകം എന്താണ്. ക്ലബിംഗ് ഓഫ് ഇൻകത്തിന്റെ ഏതൊക്കെ ഇൻകമാണ് ക്ലബ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലബിംഗ് ഓഫ് ഇൻകം പഠിച്ചു വെക്കുക. എല്ലാ ക്ലബിംഗ് ഓഫ് ഇൻകവും നോക്കി വെക്കുക. അത് 5 മാർക്കിന്റെ SC ആയിട്ടും എക്സ്പെക്ട് ചെയ്യാം. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80D. എങ്ങനെയാണ് 80Dയിൽ ഡിഡക്ഷൻ നടത്തുക? 2 മാർക്കിന്റെ ചോദ്യമാണ്. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80D എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് 25,000 ആണ് മാക്സിമം. ഡിഡക്ഷൻ ഓൺ പേയ്മെന്റ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം. ഡിഡക്ഷൻ ഓഫ് പേയ്മെന്റ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ഓഫ് സെൽഫ്, സ്പൗസ് ആൻഡ് പാരൻസ്. സെൽഫ് സ്പൗസിന് 25,000 വരുന്നുണ്ട്. പാരൻസിന്റെ കേസിൽ അഡീഷണൽ 25,000 വരുന്നുണ്ട്. മാക്സിമം 50,000 വരെ ചെയ്യാറുണ്ട്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ന്യൂ ടാക്സ് റെജീം അണ്ടർ സെക്ഷൻ 115 BAC. ഞാനവിടെ നമ്മളെ നോട്ട് വെച്ചിട്ടുണ്ട്. 115 BAC പ്രകാരം പുതിയ ടാക്സ് റെജീം എക്സ്പ്ലെയിൻ ചെയ്യുക. ടാക്സിന്റെ സ്ലാബ് എഴുതി കൊടുക്കണം. 3 lakh വരെ നില്ലാണ്. 3 to 5 lakh 5%, 3 to 6 lakh 5%, 6 to 9 lakh 10%, 9 to 12 lakh 20%. ആ ഒരു കാര്യം നിങ്ങൾ ആ സ്ലാബ് അവിടെ എഴുതി കൊടുക്കാം. വാട്ട് ഈസ് പാൻ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൽഫ ന്യൂമറിക് കോഡാണ് ഇൻകം ടാക്സ് അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന. അത് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. വാട്ട് ഈസ് പാൻ ഒരു 2 മാർക്കാണെങ്കിൽ അത് മാത്രം എന്താണെന്ന് മാത്രം എഴുതിയാൽ മതി. ബിലേറ്റഡ് റിട്ടേൺ നമ്മൾ പറഞ്ഞു അല്ലേ, 39 പ്രകാരം ജൂലൈ 31 ആണ് നമ്മുടെ ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റിന് ശേഷം നമ്മൾ ഫയൽ ചെയ്യുന്ന റിട്ടേൺ ആണെന്ത്? ബിലേറ്റഡ് റിട്ടേൺ. വാട്ട് ഈസ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്? 2 മാർക്കിന് ചോദിച്ചു. അത് 2023 ചോദിച്ചു, 2022 ചോദിച്ചു. ഡിഫൈൻ അഗ്രിഗേറ്റ് ടേൺ ഓവർ GSTയിൽ വരുന്നതാണ്. വാട്ട് ഈസ് CGST? എക്സ്പ്ലെയിൻ വിത്ത് എൻ എക്സാമ്പിൾ. CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ GST ആണ്. എക്സാമ്പിൾ വെക്കുമ്പോൾ നമുക്കറിയാം ഒരു സ്റ്റേറ്റ് സപ്ലൈ നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കളക്ട് ചെയ്യും? CGSTയും കളക്ട് ചെയ്യും, SGSTയും കളക്ട് ചെയ്യും. CGST ഗോസ് ടു സെൻട്രൽ ഗവൺമെന്റ്. SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ പോർഷൻ ആണ്. ഇപ്പൊ 18% ആണ് ടോട്ടൽ GST എങ്കിൽ 9 CGSTയും 9 SGSTയും ഉണ്ടാവാം. വാട്ട് ഈസ് ടാക്സ് കാസ്കേഡിങ്? ടാക്സ് ഓൺ ടാക്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക ടാക്സ് കാസ്കേഡിങ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞു, നമ്മൾ ഓൾറെഡി ടാക്സ് അടച്ച ഒരു സാധനത്തിനെ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടാക്സ് അടക്കം കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ. 110 രൂപ എന്ന് പറയുന്നത് ടാക്സ് അടക്കമുള്ള എമൗണ്ട് ആണ്. നെക്സ്റ്റ് സപ്ലൈ നടക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ 110ന്റെ മുകളിലാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് ടാക്സ് ഓൺ ടാക്സ് എന്ന് പറയുന്നത്, കാസ്കേഡിങ് എഫക്ട്. GSTയിൽ ഈ പ്രശ്നം വരുന്നില്ല. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉള്ളത് കൊണ്ട് GSTയിൽ നമ്മൾ എപ്പോഴും വിൽക്കുന്ന സാധനത്തിന്റെ വാല്യൂവിന്റെ മുകളാണ് എന്ത് ചെയ്യുക? എപ്പോഴും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. ഓക്കെ, ഞാനിപ്പോൾ 110 റുപ്യ കൊടുത്തൊരു സാധനം വാങ്ങിയാൽ 100 അതിന്റെ വാല്യൂ എങ്കിൽ ആ 100ൽ ഞാൻ എത്രയാണോ ആഡ് ചെയ്യുന്നത്, വാല്യൂ ആഡ് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നത്, ആ വാല്യൂവിന്റെ മുകളാണ് നെക്സ്റ്റ് എൻ്റെ ടാക്സ് കണക്കാക്കപ്പെടുക. കാസ്കേഡിങ് ഒഴിവാക്കുന്ന സിസ്റ്റമാണ് GST. ഡിഫറൻസ് ബിറ്റ്വീൻ ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട് GST വരുന്നതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ GSTR 9, GSTR 9B. GSTRന്റെ ഫുൾ ഫോംസും നിങ്ങൾ നോക്കി വെച്ചേക്കണം. വാട്ട് ഈസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് 2 മാർക്കിന്. ദെൻ സ്പെഷ്യൽ ഓഡിറ്റ് ചോദിക്കാറുണ്ട് GSTന്റെ കേസിൽ. ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ഓഫ് ലോസസ് 5 മാർക്കിന്റെ ചോദ്യമാണ്. വാട്ട് ഡു യു മീൻ ബൈ ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ഓഫ് ലോസസ്? നമ്മൾ പറഞ്ഞു 5 മാർക്കിന്റെ ചോദ്യമാണ്. എന്താണ് ക്യാരി ഫോർവേഡ്? നമുക്കറിയാം, ഒരു വർഷത്തെ ലോസ് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. സെറ്റ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് ഉണ്ട്, ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് ഉണ്ട്. ക്യാരി ഫോർവേഡ് എന്ന് പറയുമ്പോൾ എല്ലാ ലോസുകളും നമുക്ക് 8 വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം. അതിനകത്ത് ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് റീസോഴ്സിന്റെ കേസിൽ മാത്രം നമുക്ക് 4 കൊല്ലം മാത്രമേ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്? ആ റൂളാണ് എഴുതേണ്ടത്. 5 മാർക്കിന് ചോദ്യമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നോട്ടിനുണ്ട്. ഇൻകം ടാക്സ് അതോറിറ്റീസ് ഇൻ ഇന്ത്യ. വിച്ച് ആർ ദി വാരിയസ് ഇൻകം ടാക്സ് അതോറിറ്റീസ് ഇൻ ഇന്ത്യ? ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. CBDT സ്റ്റാർട്ട് ചെയ്തു. ഇൻകം ടാക്സ് ഡയറക്ടർ തൊട്ടിട്ട് നമ്മൾ ആ മൊത്തം ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ വരെ പേരുകൾ മാത്രം എഴുതിയാൽ മതി.
പേരുകൾ മാത്രം എഴുതിയാൽ മതി, 5 മാർക്ക് കിട്ടും. ഓക്കെ, ഇൻകം ടാക്സ് അതോറിറ്റീസ്. വാട്ട് യു മീൻ ബൈ അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ്? പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ്. നമ്മൾ പറഞ്ഞു എന്താണ് അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ്. ദിസ് ഈസ് പേ യു ഏസ് ഏൺ അല്ലേ. നമ്മൾ ഏൺ ചെയ്യുമ്പോൾ തന്നെ ടാക്സ് അടയ്ക്കുക എന്നുള്ളതാണ് അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ 4 ഇൻസ്റ്റാൾമെന്റുകളായിട്ടാണ് അടയ്ക്കേണ്ടത്. 4 ഇൻസ്റ്റാൾമെന്റിന്റെ ഡേറ്റും കൂടെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ കൊടുക്കുക. 5 മാർക്കിന്റെ ചോദ്യമാണ്. എക്സ്പ്ലെയിൻ റൂൾസ് റിഗാർഡിംഗ് ഇഷ്യൂ ഓഫ് GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. രജിസ്ട്രേഷൻ പ്രൊസീജിയർ നിർബന്ധമായിട്ട് നോക്കി വെക്കുക. പരീക്ഷയ്ക്ക് 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രൊവിഷൻസ് റിഗാർഡിംഗ് ലേറ്റ് ഫീ ഉണ്ട്, GST ആക്ടിലുള്ള പെനാൽറ്റീസ്, ആ കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അതേപോലെ GST അതോറിറ്റിയുടെ അവർക്കുള്ള അതോറിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതും പഠിച്ചു വെക്കാം. ദെൻ 23ാമത്തെ ഒരു ചോദ്യം, മിസ്റ്റർ രാകേഷ് ഇസ് എ ടീച്ചർ, കാൽക്കുലേറ്റ് ഇസ് GTA കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ബേസിക് സാലറി ഉണ്ട്, മെഡിക്കൽ അലവൻസ് ടാക്സബിൾ ആണ്, കൂട്ടുക. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ടാക്സബിൾ ആണ്, കൂട്ടുക. എക്സാമിനർഷിപ്പ് റെമ്യൂണറേഷൻ കൂട്ടുക, അത് അതർ സോഴ്സിലാണ് കാണിക്കേണ്ടത്. റോയൽറ്റി ഫ്രം ബുക്സ് 1,18,000. റോയൽറ്റി ഫ്രം ബുക്സ് വന്നു കഴിഞ്ഞാൽ റോയൽറ്റി ഫ്രം ബുക്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. റോയൽറ്റി ഫ്രം ബുക്സ് വന്നു കഴിഞ്ഞാൽ 80 QQB പ്രകാരം അത് ഡിഡക്റ്റ് ചെയ്യുക കേട്ടോ. 1,18,000 ഇയാൾക്ക് കിട്ടുന്നത്. 3 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യാം, റോയൽറ്റി കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇൻകം ഫ്രം കാർഡ് ഗെയിംസ് അതർ സോഴ്സ് കാണിക്കുക. ഇൻകം ഫ്രം ലോട്ടറി നെറ്റാണ് 28,000 നെറ്റാണ് കിട്ടിയത്. സോ 28,000 ഇൻറ്റു 100/70 ചെയ്യണം കേട്ടോ. 28,000 ഇൻറ്റു 100/70 ചെയ്യണം. 40,000 രൂപ ഉണ്ടാവും. ഓക്കെ, ഇൻകം ഫ്രം അതർ സോഴ്സിനകത്ത് നെറ്റ് എന്ന് കണ്ടാൽ അതിനെ ഗ്രോസിംഗ് അപ്പ് ചെയ്യണം. ഗ്രോസിംഗ് അപ്പ് ചെയ്യാനുള്ള ഇക്വേഷൻ ലോട്ടറി ആണെങ്കിൽ ഇൻറ്റു 100/70, ഇനി ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇൻറ്റു 100/90. എക്സ്പെൻസ് ഓൺ ലോട്ടറി ടിക്കറ്റ്സ് കുറയ്ക്കാൻ പാടില്ല, അതിനെ ഒഴിവാക്കിയേക്കുക. നിങ്ങളെ കണക്കിൽ എവിടെയും കാണിക്കരുത്. ആ ടോട്ടൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. 5 മാർക്കിന്റെ ചോദ്യമാണ്. 24 ലോങ് 10 മാർക്കിന്റെ ചോദ്യം. സാലറി റിസീവ്ഡ് 380, ഡിയർനെസ് പേ ആഡ് ചെയ്യുക. റെന്റ് ഫ്രം ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി 4,000 പെർ മന്ത് ആണ്. സോ 4,000 ഇൻറ്റു 12 ചെയ്താൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടി. അതിനകത്ത് എന്ത് കുറയ്ക്കണം, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കാൻ വിട്ടുപോകരുത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കാൻ വിട്ടുപോകരുത്. ഡിവിഡൻഡ് ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റി അതർ സോഴ്സ് കാണിക്കുക. ഇൻട്രസ്റ്റ് ഫ്രം ഫേം, ഇൻകം ഫ്രം ബിസിനസ് കാണിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റി അതർ സോഴ്സിൽ, വിന്നിംഗ് ഫ്രം ലോട്ടറി അതർ സോഴ്സിനകത്ത്. NSC 80C പ്രകാരം കുറയ്ക്കാം. 80C പ്രകാരം കുറയ്ക്കാം. ഡെപ്പോസിറ്റ് അണ്ടർ PPF 80C പ്രകാരം കുറയ്ക്കുക. PPF 80C പ്രകാരം കുറയ്ക്കാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഹെഡ് കാണിക്കുക. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് അവിടുന്ന് സെറ്റ് ഓഫ് ചെയ്യാം. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ഡൊണേഷൻ ടു നാഷണൽ ഡിഫൻസ് ഫണ്ട് 100% നോ ലിമിറ്റ് ആണ്, കംപ്ലീറ്റ് കുറയ്ക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. 80Cയിൽ 2 ഡിഡക്ട് ചെയ്യാനുണ്ട്, 80G പ്രകാരം ഡിഡക്ട് ചെയ്യാനുണ്ട്. വെരി സിമ്പിൾ, 10 മാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാം. ടാക്സ് കാൽക്കുലേഷൻ കേട്ടോ, നമ്മൾ 2 വർഷത്തെ കോഴ്സ് നോക്കിയിട്ടും ടാക്സ് കാൽക്കുലേഷൻ വന്നിട്ടില്ല. വാട്ട് ഈസ് ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഡിഡക്ഷൻ ഫ്രം GTI ഇൻ റെസ്പെക്ട് ഓഫ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G? വെരി സിമ്പിൾ, 80G മാത്രം എഴുതാനേ ഉള്ളൂ. 80G എഴുതുന്ന സമയത്ത് 4 ടൈപ്പ് ഓഫ് ഡൊണേഷൻ എഴുതണം. 100% നോ ലിമിറ്റ്, 50% നോ ലിമിറ്റ്, 100% വിത്ത് ലിമിറ്റ്, 50% വിത്ത് ലിമിറ്റ്. ഓക്കെ, വാട്ട് ഈസ് റിക്കവറി ഓഫ് ടാക്സ്? എക്സ്പ്ലെയിൻ വാരിയസ് ഇൻകം ടാക്സിന്റെ റിക്കവറി ഓഫ് ഇൻകം ടാക്സ് ഞാൻ ആ മെത്തേഡ് തന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തായാലും 10 മാർക്കിന്റെ essay ഇൻകം ടാക്സിനാണ് വരിക. അതിന്റെ പ്രോബ്ലം ചെയ്യാനുള്ളത് ഇൻകം ടാക്സിനാണ് വരിക. തിയറി 1 ഇൻകം ടാക്സിന് ഉറപ്പായിട്ടും വരും. GST 2 ഒരു തിയറി നിങ്ങൾക്ക് വരും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അത് ആൻസർ ചെയ്ത് പോവുക. 5 മാർക്കിന്റെ essay ഉറപ്പായിട്ടും നമുക്ക് ഇൻകം ടാക്സിന് GTI കാൽക്കുലേഷൻ വരാറുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള തിയറിയിൽ തന്നെയാണ് ചോദ്യം വരിക. അതുകൊണ്ട് ഒന്നുകൂടി നോക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുക. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് 5 ഹെഡ്സില്ലേ, ഈ സാലറി, ഹൗസ് പ്രോപ്പർട്ടി, അതൊക്കെ ഒന്ന് നോക്കുക. അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റിന്റെ ക്ലാസ് നോക്കാം. ഓക്കെ,
നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമ്മൾ ആ കമൻറ്റിനനുസരിച്ചിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നാളെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റി ലിങ്ക് തന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ആളുകളും കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. ഞാൻ ടെലഗ്രാം കമ്മ്യൂണിറ്റിൻ്റെ ലിങ്കും കൂടെ എന്ത് ചെയ്യാം, ലൈവിന് ശേഷം ഇവിടെ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ ജോയിൻ ചെയ്താൽ അവിടേക്ക് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും മറ്റ് ഇൻഫോർമേഷൻസും വോയിസ് നോട്ടും ഞാൻ തരുന്നുണ്ട്. സോ മാക്സിമം ആളുകളെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്തോളൂ. എനിവേ താങ്ക് യു ഫോർ കോഓപ്പറേഷൻ. നമ്മൾ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായം, ലൈവുമായി ബന്ധപ്പെട്ട അഭിപ്രായം നിങ്ങൾക്ക് ലൈവിന് ശേഷം എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. എനിവേ ഗുഡ് നൈറ്റ്. നമ്മൾ ലേറ്റായി, ഒരുപാട് ടൈമായി, 10:15 സോ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഞാനിതിൻ്റെ അകത്ത് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും കൂടെ പിൻ ചെയ്ത് വെക്കാം. അതിൽ ജോയിൻ ചെയ്യുക. നമുക്ക് അവിടെയും കൂടി ഡിസ്കഷനിൽ പോവാം. ഓക്കെ, എനിവേ all the best for your examination. Thank you. Okay, thank you.